നമ്മുടെ ഗസ്റ്റ് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. സെസ്റ്റ് മണി, ട്രൂ കോളർ, ചില്ലർ, അൺഅക്കാഡമി ഇതുപോലുള്ള പല പ്രൊഡക്റ്റ് കമ്പനി, അതും ഡിഫറെൻറ്റ് നീഷ്, എഡ്ടെക്, ഫിൻടെക്, കൺസ്യൂമർ ടെക്, ഈ ഒരു നീഷിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കാൻഡിഡേറ്റാണ്. പ്രൊഡക്റ്റ് ആൻഡ് ഡിസൈൻ ഇതാണ് എക്സ്പേർട്ടീസ്. ആൻഡ് ഒപ്പം തന്നെ ടിങ്കറബിൻ്റെ കോ ഫൗണ്ടറും കൂടിയാണ്. അപ്പോൾ അതിനെപ്പറ്റി എല്ലാം ചോദിച്ചറിയാം. വെൽക്കം ആബിദ് ടു KPH പോഡ്കാസ്റ്റ്. First of all, to start with, I don't look at career at all. I'm not a career guy. I never had an aspiration. എൻ്റെ ഉമ്മാക്ക് എന്നെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ ഞാൻ നാട്ടിൽ ഓട്ടോ ഓടിക്കുകയോ അല്ലെങ്കിൽ ലിഫ്റ്റ് ടെക്നീഷ്യന് പോകുമോ എന്നുള്ളത് മാത്രമായിരുന്നു. എക്സ്പെക്റ്റേഷൻ വീട്ടുകാർക്ക് ഏറ്റവും കുറവാകുമ്പോൾ കുറേ സാധനം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരിക്കും ഞാൻ. പല സാധനങ്ങൾക്ക് നമ്മൾ വളണ്ടറിയോ അല്ലെങ്കിൽ അവരുമായിട്ട് കൺസൾട്ടൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് തിരിച്ചുപോയി പരീക്ഷ എഴുതൽ ഭയങ്കര പാടായിരുന്നു. പരീക്ഷ എഴുതാനുള്ള ഏറ്റവും പാടെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിങ്ങനെ ഫുൾ ടൈം കമ്പ്യൂട്ടർ ഡെവലപ്മെൻറ്റ് സാധനങ്ങൾ അല്ലെങ്കിൽ ഓട്ടോ കറക്റ്റും സാധനങ്ങളൊക്കെ ഇത് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോയി എഴുതുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു വാക്ക് റാൻഡംലി എഴുതിയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിങ്ങനെ ഇരിക്കും. അത് ഓട്ടോ കറക്റ്റ് ആവുന്നുണ്ട്. അത്രയും ഹാങ് ഓവർ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങളിത് തമാശ പറയുക എന്താണെന്ന് വെച്ചാൽ ട്രൂ കോളറിൻ്റെ ഏറ്റവും നല്ല ഗ്രോത്ത് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ അത് അല്ലാണ്ട് തന്നെ ഗ്രോ ചെയ്തോളൂ, നമ്മളായിട്ടൊന്നും ചെയ്യാണ്ടിരുന്നത്, തൊടാണ്ടിരിക്കുക പടച്ചോനെ ഓർത്ത്, അത് തന്നെ വളർന്നോളും. കൂടുതൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് അത് ബ്രേക്ക് ചെയ്യാനേ സാധ്യതയുള്ളൂ. പക്ഷേ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഫെയിലായ എക്സ്പെരിമെൻ്റ് ആയിരുന്നു. നമ്മൾ എൻ്റെ ട്രൂ കോളർ എടുത്ത് റീസ്ട്രക്ചർ ചെയ്തിരുന്നു. എനിക്ക് എല്ലാ ഫൗണ്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റിയ ആസ് ദ ബേസിക് ക്വസ്റ്റ്യൻ, എന്താ ഇങ്ങനെ ആയിക്കൂടാത്തെ, അല്ലെങ്കിൽ ഇതിങ്ങനെ നടക്കൂലേ. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പം സിനിമ ഒക്കെ എല്ലാവർക്കും ഇതിൽ ഡിഫറൻസ് തോന്നാറ് ഞാൻ ഭയങ്കര നോൺ കൺഫോമിസ്റ്റാണ്. 10 പേര് തെക്കോട്ടാ പോകുന്നതെങ്കിൽ ഞാൻ വടക്കോട്ടേ പോകും. അതിന് ഞാൻ റീസൺ കണ്ടുപിടിക്കും. പിന്നെ അത് helps a lot in product management, building products. There will be a uniqueness when we build like that. നല്ല സ്റ്റോറീസ് ഉണ്ട്, ബാഡ് സ്റ്റോറീസ് ഉണ്ട്. എനിക്കതിന് ജസ്റ്റ് തിരിച്ചു വന്നിട്ടുള്ള കുറേ ബാഡ് സ്റ്റോറീസ് ഉണ്ട്. ബട്ട് ഇൻ ജനറൽ ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ കമ്പനി ആക്ച്വലി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര ഇതാണ്. അതൊരു എനിക്കറിയില്ല നല്ലതാണ് ചീത്തയാണെന്ന്, പക്ഷേ അത് സംഭവിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതിലൊന്നും അവർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഗൂഗിൾ ആഡ് ചെയ്യുന്നതിന്, ഗൂഗിളിൻ്റെ ആപ്പിലൊക്കെ ആഡ് ചെയ്യുന്നതിന് അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ആൻഡ് നമ്മളവിടെ ഉണ്ടായിരുന്നത് 200 മില്യൺ, എനിക്ക് 180 മില്യൺ മാവാണ് ട്രൂ കോളറിൻ്റെ മാവ്. ഞാൻ മന്ത്ലി ആക്റ്റീവ് അതെ മാവ്. വെയിറ്റ് സ്കിപ്പ് ചെയ്യരുത്, ഇതൊരു ആഡല്ല. KPH എന്ന കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് 8ഓളം കൊല്ലമായി. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പല ഫൗണ്ടേഴ്സും ബിൽഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് $multi-million ഓഫ് റവന്യൂ ആണ് ഇപ്പോൾ എത്തിക്കിട്ടുള്ളത്. ലാസ്റ്റ് 1 ഇയറിലാണ് നമ്മൾ പോഡ്കാസ്റ്റ് രീതിയിൽ പല ആൾക്കാർക്ക് എത്തുന്നത്. പക്ഷേ ഓവർ ദി ഇയേഴ്സ് നല്ല കിട്ടുന്ന പ്രോഡക്ട്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ KPH മാഫിയ എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലാസ്റ്റ് 3 months ആയിട്ട് 50ഓളം പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതും ഈ 2025 മാത്രമായിട്ട് 50ഓളം പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വിത്ത് ദ യൂസ് ഓഫ് AI ആൻഡ് എവറിത്തിങ് നല്ല കിടിലൻ പ്രൊഡക്റ്റും നല്ല യൂസ് കേസും പറഞ്ഞിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് തിങ്സ് ആർ ഗോയിങ് ടു ബി റിയലി റാപ്പിഡ് ഫ്രം ഹിയർ ഓൺ. KPH എന്ന കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, മീറ്റപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ ക്ലാസ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, VC ഡിന്നേഴ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാ ഇവന്റും ഹോസ്റ്റ് ചെയ്യുമ്പോൾ വൺ തിങ് വി ഗെറ്റ് ആസ്ക്ഡ് എ ലോട്ട്, ഹാക്കത്തോൺ. എന്നാണ് KPH ഒരു ഹാക്കത്തോൺ ഹോസ്റ്റ് ചെയ്യുന്നത്? ഫെയർ ക്വസ്റ്റ്യൻ, ദ ടൈം ഈസ് നൗ. വി ആർ ഹോസ്റ്റിംഗ് എ ഹാക്കത്തോൺ. സാധാ ഒരു ഹാക്കത്തോൺ പോലെയല്ല. 2-3 days ഫുഡ് കഴിച്ച് പിന്നെ പ്രസന്റേഷൻ സ്കില്ല് ബേസിൽ പ്രൈസ് മണി മേടിച്ച് പിന്നെ പ്രൊഡക്റ്റ് ചവിട്ടുകൊട്ടയിൽ ഇട്ടുന്ന ഒരു ഹാക്കത്തോൺ അല്ല. ഇതിൽ ആക്ച്വൽ പ്രൊഡക്ട്സ് ആയിട്ട് ലോഞ്ച് ചെയ്ത് പൊട്ടൻഷ്യലി റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഹാക്കത്തോൺ ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് വി ആർ ഇൻവൈറ്റിംഗ് യു ടു KPH ഹാക്കത്തോൺ. ഒരു പക്ഷേ കേരളത്തിലെ നാളത്തെ $10-100 മില്യൺ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഈ ഒരു ഹാക്കത്തോണിൽ നിന്നുണ്ടായിരുന്നു വരാം. KPH ഹാക്കത്തോണിൽ മെന്റേഴ്സ് ആയിട്ട് വരുന്നുള്ളത് നമ്മുടെ പോഡ്കാസ്റ്റ് ഗസ്റ്റും പിന്നെ ആക്ച്വൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുള്ള $multi-million ഫൗണ്ടേഴ്സ് ആണ് നേരിട്ട് മെന്റർ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് വിൽ ബി ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ യുവർ ലൈഫ്. ബിൽഡ്, സ്കെയിൽ ആൻഡ് ഗ്രോ യുവർ പ്രൊഡക്റ്റ്. KPH ഹാക്കത്തോൺ.
ഹായ് ഓൾ, വെൽക്കം ടു KPH പോഡ്കാസ്റ്റ്. നമ്മളിപ്പോൾ ഗസ്റ്റ് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. സെസ്റ്റ് മണി, ട്രൂ കോളർ, ചില്ലർ, അൺഅക്കാഡമി ഇതുപോലുള്ള പല പ്രൊഡക്റ്റ് കമ്പനി, അതും ഡിഫറെൻറ്റ് നീഷ്, എഡ്ടെക്, ഫിൻടെക്, കൺസ്യൂമർ ടെക്, ഈ ഒരു നീഷിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കാൻഡിഡേറ്റാണ്. പ്രൊഡക്റ്റ് ആൻഡ് ഡിസൈൻ ഇതാണ് എക്സ്പേർട്ടീസ്. ഞാൻ പല പ്രാവശ്യമായിട്ട് കോൺവെർസേഷൻ ഉണ്ടായപ്പോൾ റാൻഡംലി നമ്മൾ പല ഇതിനെ പറ്റിയും കോൺവെർസേഷൻ ചെയ്യാറുണ്ട്. സോ ആൻഡ് ഒപ്പം തന്നെ ടിങ്കറബിൻ്റെ കോ ഫൗണ്ടറും കൂടിയാണ്. അപ്പോൾ അതിനെപ്പറ്റി എല്ലാം ചോദിച്ചറിയാം. വെൽക്കം ആബിദ് ടു KPH പോഡ്കാസ്റ്റ്. ഹേ താങ്ക്സ് ഫോർ ഹാവിങ് മീ. ഗ്രേറ്റ് ടു ബി ഹിയർ. ഇവിടെ വന്ന ഏക മറ്റേ ഡിഗ്രി ഇല്ലാത്തവൻ ഞാനായിരിക്കും. അതുകൊണ്ട് ഡിഫറെൻറ്റ്. ഐ ലിസൺ ടു KPH പോഡ്കാസ്റ്റ് ലോട്ട് വെരി റെഗുലർലി. സെനീമിനോട് കഴിഞ്ഞ ദിവസം പറയായിരുന്നു, സെനീമിൻ്റെയും എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന ഒരു സാധനമാണ്. എന്താണ് എക്കോസിസ്റ്റത്തിൽ നടക്കുന്നതെന്ന് അറിയാനുള്ള ഇത് സിംഗിൾ വേ ടു ഡു ഇറ്റ് ഈസ് KPH പോഡ്കാസ്റ്റ്. താങ്ക്സ് ഫോർ ഡൂയിങ് ദിസ്. യെസ്, ഇതിപ്പോൾ നമ്മൾ 50-60 എപ്പിസോഡായി ആൻഡ് ഹോപ്പ് ടു ബി കണ്ടിന്യൂ ഡൂയിങ് മോർ ആസ് വെൽ. ആദ്യത്തെ കുറച്ച് എപ്പിസോഡ് ടിങ്കർ സ്പേസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ സ്റ്റുഡിയോയിലേക്ക് എത്തിയത്. ആൻഡ് ഗോയിങ് ബാക്ക് ടു ലോങ് പറയുകയാണെങ്കിൽ KPHൻ്റെ തന്നെ ഇനീഷ്യൽ മീറ്റപ്സ് ഒക്കെ സ്പോൺസർഡ് ബൈ ടിങ്കർ. യൂഷ്വലി എമൗണ്ട് സെൻഡ് ചെയ്യും, നടത്തി കോപ്പീസ് മേടിക്കും. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ്സ് ഐ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഹോൾ തിങ് ആസ് വെൽ. ആൻഡ് ബാക്ക് ടു ആബിദിൻ്റെ ഒരു ജേർണി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ആൻഡ് ഈ ഒരു കരിയർ ലാഡർ പറയുകയാണെങ്കിൽ? So first of all, to start with, I don't look at career at all. I'm not a career guy. I never had an aspiration. എൻ്റെ ഉമ്മാക്ക് എന്നെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ ഞാൻ നാട്ടിൽ ഓട്ടോ ഓടിക്കുകയോ അല്ലെങ്കിൽ ലിഫ്റ്റ് ടെക്നീഷ്യന് പോകുമോ എന്നുള്ളത് മാത്രമായിരുന്നു. എക്സ്പെക്റ്റേഷൻ വീട്ടുകാർക്ക് ഏറ്റവും കുറവാകുമ്പോൾ കുറേ സാധനം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരിക്കും ഞാൻ. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് കാശുണ്ടാക്കിയ ഒരാളോട് കാശുണ്ടാക്കിയത് ലിഫ്റ്റ് ടെക്നീഷ്യനായിട്ട് ഗൾഫിൽ പോയിട്ടാണ്. അപ്പോൾ +2 കഴിയുമ്പോഴത്തേന് ഈ മാഗസിൻ്റെ ഒക്കെ ബാക്കിൽ അന്നത്തെ കാലത്ത് ലിഫ്റ്റ് ടെക്നീഷ്യൻ്റെ പരസ്യം ഉണ്ടാവും. അപ്പോൾ ഉമ്മ പറയും, ഇത് കണ്ട, നീ ഇതിന് പോക്കുക, കാരണം അബൂബക്കർ കാശുണ്ടാക്കിയത് കണ്ടോ, എങ്കിൽ നിനക്കും കാശുണ്ടാക്കാൻ പാടില്ലേ. സോ അതുകൊണ്ട് എനിക്ക് എന്നെക്കുറിച്ച് വീട്ടുകാർക്ക് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷനോ സാധനങ്ങളോ ഉണ്ടായിരുന്നില്ല. So but I was always curious kid, like not about tech, always curious about stuff. മാത്ത് ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ്. പക്ഷേ എനിക്ക് സയൻസ് ഇതില്ലായിരുന്നു. ഐ തിങ്ക് വൺ ഓഫ് ദ തിങ് ഐ സ്റ്റാർട്ട് ഡൂയിങ് ഏർലി ഇൻ മൈ ലൈഫ് വാസ് ടു റീഡ് ലോട്ട് മോർ ഫിലോസഫി. ആൻഡ് ഐ വാസ് എ വിയേർഡ് കിഡ് ഫോർ ദ സെയിം റീസൺ. അപ്പോൾ ഇപ്പോൾ ഞാൻ 9-ോ 10-ലൊക്കെ പഠിക്കുമ്പോൾ ഉപ്പാടടുത്തിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയ സാധനങ്ങളിൽ നിന്ന് സിസേക്കോ, ഫൂക്കോയോ, ദെറീദയോ ഒക്കെ ഫിലോസഫിയോ അല്ലെങ്കിൽ ഡെപ്തിൽ വായിച്ചിട്ടേക്കാളും അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പോൾ വൺ ഓഫ് ദ തിങ് ഈസ് ദർ ഇസ് നോ മീനിങ് ഇൻ ലൈഫ് എന്നുള്ളതായിരുന്നു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എൻ്റെ ആർഗ്യുമെൻറ്റ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് ക്ലാസ്സിൽ ചെന്നിട്ട് ടീച്ചർ പര്യായപദം ചോദിക്കും. അപ്പോൾ പര്യായപദം ജീവിതത്തിന് തന്നെ മീനിങ് ഇല്ല, അല്ലെങ്കിൽ മക്ലൂഹൻ എന്താണ് മീനിങ്ങിനെ കുറിച്ച് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയുമെന്നൊന്നും ടീച്ചറിനോട് ചോദിക്കാൻ പറ്റില്ല. സോ 9th 10th ഐ വാസ് എ വിയേർഡ് കിഡ് ബിക്കോസ് ഐ റെഡ് എ ലോട്ട്. 10ൽ വീട്ടിലൊരിക്കലും ഞാൻ വരുന്നത് വളരെ ഫിനാൻഷ്യലി വെൽ അല്ലാത്തൊരു ഫാമിലിയിൽ നിന്നാണ്. എനിക്കറിയില്ല, ഞാൻ പബ്ലിക്കായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ബട്ട് നോമ്പ് പിടിച്ചുകൊണ്ട് നമ്മൾ സ്കൂളിൽ പോയിട്ടുണ്ട് ബിക്കോസ് വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എക്സാജറേറ്റിംഗ്. ഇത് എനിക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യുകയും ചെയ്യാവുന്ന സാധനമാണ്. ബട്ട് സോ കമ്പ്യൂട്ടർ ആക്സസ് അതുപോലത്തെ സാധനങ്ങൾ ആസ്പിറേഷൻസ് ഒക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പം എൻ്റെ കസിൻസും എല്ലാവരും ആയാൽ ഏറ്റവും നല്ല ആസ്പിറേഷൻ, ഏറ്റവും ബെസ്റ്റ് ജോബ് ടു ഗെറ്റ് ഈസ് യൂഷ്വലി പോലീസ് കോൺസ്റ്റബിൾ ആവുക, അല്ലെങ്കിൽ നാട്ടിൽ ലോറി ഓടിക്കുക, ഓട്ടോ ഓടിക്കുക, അതുപോലത്തെ സാധനം, വിച്ച് ഓൾ ആർ ഗ്രേറ്റ്. ഐ റിയലി വോണ്ട് ടു ഡു ദാറ്റ് നൗ. ഇറ്റ് ഹാസ് മോർ മീനിങ് ദാൻ എ ലോട്ട് ഓഫ് തിങ്സ് ഐ ഡു റൈറ്റ് നൗ. ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്, റൈറ്റ്? സോ ആ എക്സ്പെക്റ്റേഷൻ സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഐ വാസ് ഏബിൾ ടു എക്സ്പ്ലോർ എ ലോട്ട് ഓഫ് തിങ്. ഇപ്പം പൊതുവേ നമ്മൾ ക്യൂരിയോസിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ക്യൂരിയോസിറ്റി സ്റ്റാർട്ട് ചെയ്തത് 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഈ പയർ മുളപ്പിക്കാനൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ മുളപ്പിച്ച്, പിറ്റേ ദിവസം ഇത് മുളച്ച്, അടുത്ത ദിവസം ഞാനത് ഒരു മൊമെൻ്റ് ഉണ്ടാവില്ല ഇത് മുളയ്ക്കുന്നത്. ഇപ്പം റീൽസും മറ്റേ ഇത് സ്റ്റോപ്പ് വേർഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കാണാൻ പറ്റും. അന്ന് അറിയില്ലല്ലോ നമ്മളിത് എങ്ങനെ ഈ സാധനം സംഭവിക്കും. അവിടെ ഞാൻ ഒരു ദിവസം രാത്രി ചിരട്ടയിൽ മണ്ണും ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാത്തിരുന്ന്, ടോർച്ച് അടിച്ച് ഇങ്ങനെ കാത്തിരുന്ന്, ദർ വിൽ ബി ദറ്റ് വൺ മൊമെൻറ്റ് ഇറ്റ് കംസ് ഔട്ട്. ഇതൊന്നും അന്ന് എനിക്കിതൊരു വലിയ സംഭവമായിട്ടോ അങ്ങനെയൊന്നും ഇതില്ല. വെൻ ഐ തിങ്ക് അബൌട്ട് ഇറ്റ്, ദാറ്റ് സംതിങ് ഐ സ്റ്റിൽ റിമെമ്പർ. ലൈക്ക് മേ ബി 4 5 പഠിക്കുന്ന സാധനം ഇപ്പോഴും ഓർക്കണമെങ്കിൽ ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഐ വാസ് ഓൾവേസ് ക്യൂരിയസ് ലൈക്ക് ദാറ്റ്. ആൻഡ് ആകെ കഫേയിൽ, ഇൻ്റർനെറ്റ് കഫേ പോയി ഡയലപ്പ് കാലഘട്ടത്തിലാണ് എനിക്ക് കുറച്ചധികം
പ്രായമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ. എത്ര വയസ്സുണ്ട് പറഞ്ഞല്ലേ? ബയോളജിക്കൽ ഏജ് 33 4 91 born. So but so one thing parents did right was I had access to really good school. തൊടുപുഴയിലെ അത്യാവശ്യം ഒരു നമ്മളെ സംബന്ധിച്ച് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ 4ാം ക്ലാസ് മുതൽ കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയാൻ പറ്റില്ല, ഡോസിൽ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്, ടെർട്ടിലിൽ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഫ്ലോപ്പി ഡിസ്ക് എൻ്റെ ഒരു പെരുന്നാൾ കാശ് കൊണ്ട് ഞാൻ മേടിച്ചത് ഫ്ലോപ്പി ഡിസ്ക് ആയിരുന്നു. എനിക്കൊരു ഫ്ലോപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് അതെങ്ങനെയാണെന്നറിയാം, പക്ഷെ അത് വീട്ടിൽ വന്നാൽ ചെയ്ത് നോക്കാനൊന്നും പറ്റില്ല. അപ്പം സ്കൂളിലൊരു ജോൺ സാർ ഉണ്ടായിരുന്നു. സാർ ഇടയ്ക്കിടയ്ക്ക് ലാബ് വരും. അപ്പം നമ്മൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക. അത് വെറുതെ ടർട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും വരയ്ക്കുന്ന അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ബട്ട് അതായിരുന്നു ആദ്യത്തെ ഇത്. പക്ഷെ ഉമ്മയുടെ വീട്ടിൽ തറവാട്ടിൽ പോകുമ്പോഴത്തേനും അവിടെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അവിടെയാണ് കുറേ സാധനങ്ങൾ മലയാളം ടൈപ്പ് ചെയ്യാൻ പഠിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാശ് ROE കിട്ടിയ ഒരു സാധനം മലയാളം ടൈപ്പ് ചെയ്യാൻ പഠിച്ചതാണ്. സോ ഞാൻ കോഴിക്കോട് വന്നതിന് ശേഷം സ്കൂൾ മാഗസിനുകൾ ഡിസൈൻ ചെയ്താണ് ഞാൻ ഒരു 3-4 വർഷം ജീവിച്ചത്. ഒരു കോളേജ് മാഗസിൻ ഡിസൈൻ ചെയ്ത് എത്ര കിട്ടും നസീം? ഇത് 10,000 കിട്ടായിരിക്കും. 3000. അന്നത്തെ കാലത്ത് ഇപ്പോൾ ഞാൻ പല കോളേജിൻ്റെയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കോളേജ് എസ്പെഷ്യലി ഒരു 1.5 lakh to 2 lakh ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു മാഗസിൻ ചെയ്താൽ. അപ്പോൾ ഇത് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചൊക്കെ എഴുതും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാരെ എനിക്ക് ആ വർക്ക് തന്നാൽ ഞാൻ കുറച്ച് കവിതയും അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് സാധനങ്ങൾ 2 ആർട്ടിക്കിൾ ഒക്കെ എൻ്റെ കയ്യിൽ നിന്നും കൂടി ഇടും. കാരണം പേജ് തയ്ക്കൽ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ 200 പേജൊക്കെ 150 to 200 പേജ് ഇത് ഉണ്ടാവും. അപ്പോൾ ഒരു സൈഡ് ഡിസൈൻ ചെയ്യാനാണ് കാശ്. അപ്പോൾ 500 to 2000 കിട്ടുന്ന ഇതുകൊണ്ട് അത് എത്ര ഡിസൈൻ ചെയ്യുന്നു അനുസരിച്ച്. അപ്പോൾ ഞാൻ ആ മലയാളം ടൈപ്പിംഗ് ആണ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത സാധനം. സോ അതായിരുന്നു കമ്പ്യൂട്ടറിലേക്കുള്ള ഏക ആക്സസ്. പക്ഷേ നമ്മൾ HTML ഒക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ പേജൊക്കെ ചെയ്യാമായിരുന്നു. അങ്ങനെ +1 +2 ഞാൻ കോഴിക്കോടേക്ക് മാറുന്നത്. ഞാൻ ഉസ്താദാവാനാണ് പോയത്. എൻ്റെ +1 +2 അതിന് മുമ്പത്തെ ഇതിലും ഞാൻ ഉസ്താദാവാനായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഇറ്റ് വാസ് like I won't say I'm very religious, but that space was really good for me to explore creativity. Like റാൻഡംലി സാറന്മാർ പേപ്പർ കൊണ്ടുവന്ന് എല്ലാ ക്ലാസ്സിലും എല്ലാവർക്കും തന്നിട്ട് കവിത എഴുതാൻ പറയും. അപ്പം അന്ന് വരെ നമ്മൾ കവിത എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷേ ആരെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതുപോലത്തെ ആക്ഷൻസ് എടുക്കുക. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കവിത എഴുതി നോക്കിയത്, കഥ എഴുതി നോക്കിയത്, ആർട്ടിക്കിൾ എഴുതാൻ പറ്റും എന്നൊക്കെ മനസ്സിലാവുന്നത്. ആ 3 വർഷം ഭയങ്കരമായിട്ട് എന്താ പറയുക, ക്രിയേറ്റീവ് സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും ഡിസൈൻ എക്സ്പ്ലോർ ചെയ്യാൻ അവിടെ കമ്പ്യൂട്ടർ ലാബ് ഭയങ്കര ആക്സസിബിൾ ആയിരുന്നു. അവിടുന്ന് കോഴിക്കോട് എനിക്ക് ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഭയങ്കര ടെക്കി ആയിരുന്നു. സഫ്വാൻ മുനീഫ് എന്ന് പറഞ്ഞിട്ട് സഫ്വാൻ്റെ പാർട്ട്ണറുണ്ട്. അങ്ങനെയുള്ള കുറേ പേര് അവിടെ നിന്നാണ് പരിചയപ്പെടുന്നത്. അവരെല്ലാവരും ടെക്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. സഫ്വാനും ടെക്ക് പഠിച്ചിട്ട് ടെക്കായ ആളല്ല. അപ്പം മുനീഫ് ഭയങ്കര അടിപൊളി ഡിസൈനറും ഡെവലപ്പറും ആയിരുന്നു. മുനീഫിൻ്റെ ടെക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലാവില്ല, പക്ഷേ ഡിസൈനൊക്കെ അവിടെ നിന്നാണ് പഠിച്ചത്. സോ ഡിസൈൻ, ടെക് ആൻഡ് ബട്ട് ഇൻ ജനറൽ ഐ വാസ് വെരി ക്യൂരിയസ് അബൌട്ട് സോഷ്യൽ സയൻസ്, ആന്ത്രപ്പോളജി, ഫിലോസഫി. ഇതായിരുന്നു എനിക്ക് എപ്പോഴും ക്യൂരിയോസിറ്റി ഉള്ള സാധനം. അപ്പോൾ പിന്നെ +2 മാനേജേഴ്സ് ആയതുകൊണ്ട് കേരളത്തിൽ ഒരിക്കലും എന്തെടുക്കാൻ പറ്റില്ല, എഞ്ചിനീയറിംഗ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ BA ഇംഗ്ലീഷ് എടുത്തത്. പക്ഷെ റാൻഡംലി എടുത്തതല്ല. അന്നത്തെ എൻ്റെ കുറേ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എല്ലായിടത്തും സിലബസ് എടുത്ത് ആ സിലബസ് തമ്മിൽ കമ്പയർ ചെയ്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് പഠിച്ചാൽ അതിലാണ് ഏറ്റവും കൂടുതൽ കൾച്ചർ സ്റ്റഡീസ് ഉള്ളത്, അതുകൊണ്ട് അതെടുക്കാമെന്ന് പറഞ്ഞ് എടുത്താണ്. അല്ലാണ്ട് ലാംഗ്വേജ് എനിക്ക് ലാംഗ്വേജ് ഇപ്പോഴും വഴങ്ങാത്തൊരു സാധനമാണ്. എനിക്ക് നെയിംസ് ഓർത്തിരിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ വൊക്കാബുലറി, എൻ്റെ എഴുത്ത് വൊക്കാബുലറി നല്ലതായിരിക്കും, എനിക്ക് പറയുമ്പം ADHDയുടെ എല്ലാ സയൻസും എൻ്റെ സംസാരത്തിലുണ്ടാവും. ബട്ട് അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ആ കോഴ്സ് എടുത്തത്. ആൻഡ് കോളേജിൽ ചെന്നപ്പോൾ കോളേജ് അങ്ങനെ വലിയ സീനുള്ള കോളേജൊന്നുമല്ല. ആ സീനില്ലാത്ത കോളേജിൻ്റെ സുഖം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറേ ക്ലാസ് എടുക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അവിടെ ചെയ്യുന്ന സമയത്ത് പാരലലി നമ്മൾ
കുറേ സാധനങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ പ്ലസ് ടുവിൻ്റെ സമയത്തൊരു റെസ്യൂമെ ബിൽഡർ ആപ്പ് PHP-യിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സാധനം ഒരു കമ്പനി മേടിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ കാശ്, പക്ഷേ മേടിച്ചു. അവർ പിന്നെ നൗക്കരി അക്വറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ചെറിയൊരു പ്രൊജക്റ്റായിരുന്നു, എനിക്കറിയില്ലായിരുന്നു അത് എവിടെ ഹോസ്റ്റ് ചെയ്യുക, എന്താ ചെയ്യുക. പക്ഷേ ഒരാൾ കണ്ടു, അങ്ങനെ അത് ഇത് ചെയ്തു. അതായിരിക്കും മേ ബി ആദ്യമായിട്ട് ടെക്കിൽ നിന്ന് കാശ് ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസ്. അല്ലാതെല്ലാം ഫണ്ടിന് വേണ്ടി നമ്മൾ ട്വീക്ക് ചെയ്തതാണ്. സോ മേ ബി സംതിങ് വെരി ഡിഫറെൻറ്റ് ഇൻ KPH കൊണ്ടത്. എൻ്റെ ടെക്കെല്ലാം ഞാൻ പഠിച്ചത് ഓരോ സമരങ്ങൾക്ക് വേണ്ടി വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടാണ്. പ്ലാച്ചിമടയിൽ വാട്ടറിൻ്റെ ഇത് നടന്ന സമയത്ത് അനിവർ അരവിന്ദ് എന്ന് പറഞ്ഞിട്ട് SMCയുടെ ഒക്കെ സെക്രട്ടറി, വൺ ഓഫ് ദ ലൈക്ക് റിയലി ഗുഡ് ടെക്കി ആസ് വെൽ. അനിവറിൻ്റെ ഒക്കെ കൂടെ കുറേ ടെക്ക് എന്താ പറയുക റെസിസ്റ്റൻസ് മൂവ്മെൻറ്റിൻ്റെ ഒക്കെ ആ സമയത്ത് നമ്മൾ പാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാച്ചിമട, പിന്നെ ചെങ്ങറയിൽ സമരം നടക്കുന്ന സമയത്ത് കേരളത്തിൽ ഇപ്പോൾ വരുന്ന ഹൈവേക്കെതിരെ അന്ന് പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. പ്രൗഡ്ലി ഐ വുഡ് സേ വി വർ ലൈക്ക് പ്രൊട്ടസ്റ്റിംഗ് അഗെയിൻസ്റ്റ് ലൈക്ക് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട് അറൗണ്ട് ദാറ്റ്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ, അതിന് വേണ്ടിയാണ് ഞാൻ ടെക്ക് പഠിച്ചത്. അല്ലാണ്ട് ഇത് ടെക്ക് പഠിച്ചാൽ നാളെ ജീവിതം വഴിമാറുമെന്നൊന്നും എനിക്കങ്ങനെ ഇതില്ലായിരുന്നു. ഡിസൈനും ടെക്കും അറിയാവുന്നതുകൊണ്ട് പോസ്റ്റും ഞാൻ ചെയ്യും, ബ്ലോഗും ഞാൻ ചെയ്യാം. അന്ന് ടെക്കൊന്നും പറയാൻ പറ്റില്ല, ബ്ലോഗറിലും അല്ലെങ്കിൽ സ്റ്റാറ്റിക് സൈറ്റുകളായിരുന്നു ഇത്. അപ്പോൾ ഡിജിറ്റൽ പ്രൊട്ടസ്റ്റ്, ഡിജിറ്റൽ റെസിസ്റ്റൻസിൻ്റെ ഒക്കെ വേണ്ടിയാണ് ഞാൻ ടെക്ക് പഠിച്ചത്. പക്ഷേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി മീഡിയ ഓണിൽ ഫുൾ ടൈം പോലെ ഒരു റോള് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ടൈം വൈകുന്നേരം 5 മണി മുതൽ രാത്രി 12 മണിയോ 2 മണി വരെ അവിടെ ഇരുന്ന് അവരുടെ വെബ്സൈറ്റൊക്കെ ആദ്യമേ ഡെവലപ്പ് ചെയ്ത് സഫാനായിരുന്നു. ഇതിലിപ്പോൾ ഈ BA കോഴ്സിലേക്ക് എത്ര ലൈക്ക് +1 +2 കഴിഞ്ഞിട്ട് BA ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ഡ്രോപ്പ് ഔട്ടിൻ്റെ സംഭവത്തേക്ക് എങ്ങനെ എത്തി? സോ ഞാൻ ഇതുപോലെ പല സാധനങ്ങളും ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, കാശുണ്ടാക്കുന്ന സാധനങ്ങൾ. അപ്പോൾ കോളേജിൽ പോകാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്താ. ഇംഗ്ലീഷിലെ ഏത് പേപ്പർ ഇന്ന് എഴുതിയാലും ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് ചെറിയ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോളേജിൽ പോകലുണ്ടായിരുന്നില്ല. നമ്മൾ കുറേ സാധനങ്ങൾ പാരലൽ ചെയ്യായിരുന്നു. മൊസില്ലയുടെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നു, മൊസില്ലയുടെ കമ്മ്യൂണിറ്റിയുടെ കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ തിങ്കറബായി മാറിയത് ആ മൊസില്ല പരിപാടികളാണ് തിങ്കറബായി മാറിയത്. പിന്നെ മീഡിയ വണ്ണിൽ ഇതുണ്ടായിരുന്നു, സൗത്ത് ലൈവ് എന്ന് പറഞ്ഞ് കൊച്ചി ബേസ് ചെയ്തിട്ടൊരു ന്യൂസ് ഇതുണ്ടായിരുന്നു. പല സാധനങ്ങൾക്ക് നമ്മൾ വളണ്ടറിയോ അല്ലെങ്കിൽ അവരുമായിട്ട് കൺസൾട്ടൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് തിരിച്ചു പോയി പരീക്ഷ എഴുതൽ ഭയങ്കര പാടായിരുന്നു. പരീക്ഷ എഴുതാനുള്ള ഏറ്റവും പാടെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിങ്ങനെ ഫുൾ ടൈം കമ്പ്യൂട്ടർ ഡെവലപ്മെൻറ്റ് സാധനങ്ങൾ അല്ലെങ്കിൽ ഓട്ടോ കറക്റ്റും സാധനങ്ങളൊക്കെ ഇത് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോയി എഴുതുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു വാക്ക് റാൻഡമിലി എഴുതിയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിങ്ങനെ ഇരിക്കും, അത് ഓട്ടോ കറക്റ്റ് ആവുന്നുണ്ട്. അത്രയും ഹാങ് ഓവർ ഉണ്ടായിരുന്നു ആ സമയത്ത്. സോ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് അത്ര വാല്യൂ അന്ന് തോന്നിയിരുന്നില്ല. ഇന്നാണെങ്കിൽ ഞാൻ എടുക്കും, ഞാൻ ആരോടും മറ്റേ ഡ്രോപ്പ് ഔട്ട് ആവാൻ പറയില്ല. പക്ഷേ അന്ന് അതിൻ്റെ വാല്യൂ അത്ര മനസ്സിലാക്കിയില്ലായിരുന്നു. പക്ഷേ പഠിക്കേണ്ടത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട പേപ്പറുകളുണ്ടായിരുന്നു. ആ പേപ്പറുകളിലേക്ക് ലെക്ചറിന് ഞാൻ പോകുമായിരുന്നു, ഞാൻ ലെക്ചർ കൊടുക്കുമായിരുന്നു. എനിക്ക് ആ എക്സ്പീരിയൻസിൽ ഏറ്റവും ഇഷ്ടം ഞാൻ കുറേ പേരെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ കുറേ സാധനങ്ങൾ വായിച്ചിട്ടായിരിക്കും വരിക, അപ്പോൾ അതുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഉള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ബട്ട് ഡ്രോപ്പ് ഔട്ട് ഈസ് എ റിയലി ബാഡ് എക്സ്പീരിയൻസ്. ലൈക്ക് നോ വൺ, സോ ഇഫ് ഐ ഹയർ I don't care about what degree you have, and most of the founders say that. The lie in that tender statement is your HR cares about it. ഇപ്പോൾ 10 പേര് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു IIT-കാരനും ഉണ്ട്, ഒരു MES കോളേജ് ചാത്തമംഗലം ഉണ്ട്. ഫിലിക്സ് ഹയർ ചെയ്യുകയാണെങ്കിൽ എന്താ ഹയർ ചെയ്യുക? ആൾക്കാരുടെ ബയാസസ് ആണ്. ഇറ്റ് മേക്സ് ഇറ്റ് ലെസ് റിസ്കിയർ. അറ്റ്ലീസ്റ്റ് പീപ്പിൾ അസ്യൂം ദാറ്റ് ഇസ് ലെസ് റിസ്കിയർ. ഓക്കെ, ഇപ്പോൾ ആബിദിൻ്റെ കേസിൽ ഡ്രോപ്പ് ഔട്ടിന് ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്, ടെക് സ്വന്തമായിട്ട് പഠിച്ചു. പിന്നെ എങ്ങനെയാണ് അവിടെ നിന്ന് ചില്ലർ അല്ലെങ്കിൽ ട്രൂ കോളർ, പിന്നെ ആ ഒരു ഈവൻ ഐ റിമെമ്പർ ട്രൂ കോളർ സ്വീഡനിൽ വരെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പാത്ത് എങ്ങനെയാണ്, ലൈക്ക് ആ ഒരു മൈൻഡ് ഷിഫ്റ്റ് വരുന്നത് എപ്പോഴാണ് ആക്ച്വലി? അത് മറ്റേ കോളേജ് കഴിഞ്ഞ സമയത്ത് കോളേജ് സമയത്താണ് അരോൺ സ്വാർട്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് റെഡിറ്റിൻ്റെ കോഫൗണ്ടർ ആയിരുന്നു അരോൺ സ്വാർട്സ്. എനിക്ക് റെഡിറ്റിൻ്റെ കോഫൗണ്ടറിനേക്കാളും ക്രിയേറ്റീവ് കോമൺസിൻ്റെ ക്രിയേറ്റർ അല്ലെങ്കിൽ RSS ഫീഡ്സ് ഒക്കെ അങ്ങനെ അന്നേ ഫോളോ ചെയ്യലുണ്ടായിരുന്നു, വായിക്കലുണ്ടായിരുന്നു. മൂപ്പര്
അരുൺ സാറ്റ്സിന് മൂപ്പരെന്ന് വിളിക്കുമ്പോൾ എന്തോ ഒരു വിയർഡ്നെസ് ഉണ്ട് അതിനകത്ത്. പക്ഷേ എൻ്റെ ഗ്രാൻഡ് പേരൻസ് മരിച്ച സമയത്ത് അരുൺ സാറ്റ്സ് മരിച്ച സമയത്തുമാണ് ഞാൻ ആരെങ്കിലും മരിച്ചിട്ട് കരഞ്ഞിട്ടുള്ളത്. ആ സമയത്താണ് ഓപ്പൺ നോളജ് അതുപോലത്തെ ഉള്ള സാധനങ്ങൾ, ഓപ്പൺ ഗറില്ല മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞൊരു മാനിഫെസ്റ്റോ അരുൺ സാറ്റ്സ് എഴുതിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഇന്ത്യൻ എക്സാമ്പിൾസ് ഉണ്ട് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള. അപ്പോൾ അന്ന് ഞാൻ വിക്കി ഫൗണ്ടേഷൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളിലും വളണ്ടിയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ജോബ് കിട്ടിയത്. കൊച്ചിക്ക് വന്ന് ഇവിടെ ഒരു മേക്കർ പാർട്ടി കൊച്ചി എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഇവൻറ്റ് നടത്താൻ ഇപ്പോഴും യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഉണ്ട്, ഇൻ കേസ് എനിവൺ വാണ്ട്സ് ടു വാച്ച്. ഇറ്റ് വാസ് ടു മേക്ക് ലേണിംഗ് ആസ് സെലിബ്രേഷൻ. ലൈക്ക് കുറേ ഫെസ്റ്റിവൽ പോലെ ലേണിംഗ് ചെയ്യാൻ പറ്റുമോ, എല്ലാവർക്കും അത് ആക്സസിബിൾ ആക്കാൻ പറ്റുമോ, ഫ്രീ ആക്കാൻ പറ്റുമോ, ഇതായിരുന്നു എൻ്റെ ഇത്. ആ സമയത്ത് പാരലലി നമ്മൾ സ്റ്റാർട്ടപ്പ് വില്ലേജിൻ്റെ തുടക്ക കാലഘട്ടവും കൂടിയാണത്. സമയത്ത് കുറേ കമ്പനിയിൽ വർക്ക് ചെയ്തു. ഞാൻ കൈൻഡ് ഓഫ് എ ഫുൾ സ്റ്റാക്ക് ആയിരുന്നു. കാരണം ഡിസൈനിങ് ചെയ്യും, കുറച്ച് ഡെവലപ്മെൻറ്റും ചെയ്യും, കുറച്ച് പ്രൊഡക്റ്റ് തിങ്കിങ്ങും ഞാൻ ചെയ്തോളാം. അതുകൊണ്ട് ഞാനൊരു ഫുൾ പാക്കേജ് ആയിരുന്നു. കുറേ മാർക്കറ്റിംഗ് സാധനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു ഫുൾ പാക്കേജ് ആയിരുന്നു. അങ്ങനെയാണ് കുറേ ഓപ്പർച്യൂണിറ്റീസ് ആ സമയത്ത് പലയിടത്തായിട്ട് ഇത് ചെയ്ത്. അപ്പം അക്ഷയയുടെ എലോപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിരുന്നു, LOP വർക്ക് ചെയ്തിട്ടുണ്ട്. ബാഗർ ജോബ് സാധനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നിതിൻ ചാരുളയുടെ കൂടെ ക്യൂപ്ലേയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങളിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടെന്ന് തന്നെ മനസ്സിലാവുന്നത്. പക്ഷേ നമ്മളെല്ലാ സാധനങ്ങളും ഒരു നോളജും വെച്ചിട്ടല്ല ചെയ്ത്, എല്ലാം കോമൺ സെൻസ് വെച്ചിട്ടാണ് ചെയ്തത്. ദർ വാസ് നോ പ്ലേ ബുക്ക് അറ്റ് ദാറ്റ് ടൈം. ലൈക്ക് ദ സ്റ്റാർട്ടപ്സ് ആർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ആൻഡ് നമ്മളൊന്നും അന്ന് ഭയങ്കര ഇംഗ്ലീഷ് ബ്ലോഗ് റീഡേഴ്സ് ഒന്നും ആയിരുന്നില്ല. ഇപ്പോൾ സഞ്ജയുടെ അടുത്ത് പോകുമ്പോഴാണ് PGയുടെ ബ്ലോഗിനെ കുറിച്ച് കേട്ടോ, സഞ്ജയ് വിജയകുമാർ, സഞ്ജയുടെ കൂടെ സിജോയുടെ കൂടെ ഒക്കെ പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ആൾക്കാരെ ലോകത്തും ഉണ്ട്, വേറെ ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ റോങ് അല്ല എന്ന് പറയുന്നത്. അല്ലാണ്ട് അവർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നൊന്നുമല്ല. അപ്പം അന്ന് കുറേ എക്സ്പോഷർ ഇതുപോലത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ലൈഫായിരുന്നു. മന്ത്ലി 75-80K നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. കൊച്ചിയിലാണ്, ഫ്ലാറ്റുണ്ട്, എല്ലാ കുന്തളിക്കാനുള്ള എല്ലാ ഇതുമുണ്ട്. അത് മെഹറൊക്കെ കോളേജിലാണ്. അപ്പോൾ ഫുൾ ഓൺ കുന്തളിക്കാണ്. മെഹർ ഒരു അവൻ്റെ തടിയുടെ നല്ലൊരു പെർസെൻറ്റേജ് അന്ന് നമ്മളുണ്ടാക്കിയ കാശായിരുന്നു. മെഹറും കാശ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ബ്ലാക്ക്ബെറി ലാപ്പ് വിറ്റിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര അടിപൊളി ലൈഫായിരുന്നു. ആ സമയത്താണ് ഞാൻ നിതിൻ്റെ ഫ്ലാറ്റിൽ കിടന്നുറങ്ങുമ്പോൾ നിതിനൊരു ദിവസം ചോദിക്കുന്നത്, ഞങ്ങളുടെ കമ്പനി അക്വയർ ചെയ്യാൻ പോവാണ്. ഞാൻ നിതിൻ്റെ കൂടെ ഡയറക്റ്റ്ലി പേറോളിൽ വർക്ക് ചെയ്യുന്നില്ല ആ സമയത്തെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ അവിടെ കിടന്നുറങ്ങുക. അപ്പോൾ നിതിൻ വന്നിട്ട് ചോദിച്ചു, അല്ല നീ ഞങ്ങളുടെ കൂടെ വരുന്നത്, നമ്മൾ സോണീനെ കാണാൻ പോകുന്നുണ്ട്, അവർ ഇങ്ങനെ ടീമിനെ അക്വയർ ചെയ്യാൻ നോക്കുന്നുണ്ട്, നീ വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ സോണി ഫോർ എക്സാമ്പിൾ ചില്ലറിൻ്റെ ഫൗണ്ടർ, മൊപ്മിയുടെ ഫൗണ്ടിങ് ടീം. അപ്പോൾ സോണീനെ കാണാൻ പോകുന്നുണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വേറെ പരിപാടിയൊന്നുമില്ല, എനിക്കൊന്നും ഏതോ വീക്കെൻഡ് പോലും ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം പോകുന്നു. എൻ്റെ മൊത്തം ആറ്റിറ്റ്യൂഡ് നീക്ക് ചെയ്ത് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ജോബിൻ്റെ ആവശ്യമില്ല, ഇതിനാണ് ഇത് കമ്പനി വിൽക്കേണ്ട ആവശ്യം എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ സോണിയോടും എനിക്കൊന്ന് സോണിയോട് കുറേ ഇതുപോലെ റാൻഡം ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എന്താ ഇങ്ങനെ ചെയ്യാത്ത, പേയ്മെൻറ്റ് ഇങ്ങനെ ചെയ്താൽ എന്താ പ്രശ്നം, ഇതെന്താ ഇങ്ങനൊരു ഐഡിയ ഇത് ചെയ്താൽ പ്രശ്നം. അങ്ങനെ ആ കോൺവെർസേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സിജോ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ നീ ചാരുടോട് ഫുൾ ടൈം ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചെയ്യുന്നില്ല. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ദെൻ സോണി എന്നെ വിളിച്ചു. അല്ല നീ വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് നീ അവരോട് വർക്ക് ചെയ്യുന്നതെന്ന്, അവർ അക്വയർ ചെയ്യുന്നതിന് കുറേ വേറെ എന്തോ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷെ നീ ചില്ലറി ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നോ വേ, ഐ ഡോണ്ട് ലൈക്ക് മുംബൈ, ഐ ഡോണ്ട് വോണ്ട് മുംബൈ പോണായിരുന്നു അല്ലേ? മുംബൈ പോകണമായിരുന്നു. ഐ ഡോണ്ട് വോണ്ട് യു ലൈക്ക് salary. I never been salaried in my life. I never wanted to. You're a free bird. I want to like do a lot of crazy stuff, and I don't have a particular love for tech. I still can code, but I don't have any particular love for tech or anything. പക്ഷേ അപ്പോൾ സോണി പറഞ്ഞു അതൊക്കെ നമുക്ക് നോക്കാം, നീ എങ്കിൽ അന്ന് തന്നെ നീ ഒന്ന് മുംബൈ വാ, നീ ടീമിനെ മീറ്റ് ചെയ്യുന്ന, നീ മേ ബി കൊച്ചിയിൽ നിന്ന് വർക്ക് ചെയ്തു, വിൽ ഫിഗർ ദാറ്റ് ഔട്ട്. അന്ന് ഞാൻ പോയപ്പം വാതിൽ തുറന്നത് ഗാലിബാണ്. എൻ്റെ ആകെ ഒരു ജീൻസും ഗാലിബ് CPO ഓഫ് ചില്ലർ. അപ്പോൾ ഗാലിബായിരുന്നു അവിടെ ഫ്ലാറ്റിലുണ്ടായിരുന്നത്. അവൻ വാതിൽ തുറന്നപ്പോഴേ ചോദിച്ചു, എടാ ഇങ്ങനെ 2-3 ഫീച്ചർ ഉണ്ട്, നമുക്ക് അതൊന്ന് ഡിസൈൻ ചെയ്യണമല്ലോ. അന്ന് ആ കൗച്ചി ഞാൻ ഇരുന്നിട്ട് ഞാൻ പിന്നെ തിരിച്ചു വരുന്നത് 3 മാസം കഴിഞ്ഞാണ്. എൻ്റെ ആകെ ഒരു ജീൻസും 2 ടീഷർട്ടും ഇട്ട ബോക്സറും എക്സ്ട്രാ ഒരു ബോക്സറും ഉള്ളൂ. അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഒരിക്കലും അതിനോടൊരു പ്രത്യേക ഇതുണ്ടായിരുന്നില്ല. ബട്ട് മുംബൈ പാർട്ടി സീൻസ്. ഒരു ദിവസം രാവിലെ എണ്ണിച്ചപ്പം ലിഷോയുണ്ട്, മാർക്കറ്റിങ്ങും ഗ്രോത്തും ചില്ലറിനെ നോക്കിക്കൊണ്ടിരുന്നത്, ട്രൂ കോളറിനെ നോക്കിക്കൊണ്ടിരുന്നത്. ലിഷോയ് ഒരു ഏകദേശം ഒരു 45,000 രൂപയ്ക്ക്
ജബോങ്ങിന്നും മിന്ത്രയെന്നൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ എണ്ണിക്കുമ്പോൾ ഒരു 45,000 സാധനം. പക്ഷേ ഈ റാൻഡംലി എന്നോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഷർട്ട് സൈസ് എത്രയാണ്, നിൻ്റെ പാൻറ്റ് സൈസ് എത്രയാണ്, 40,000. ആ സ്പ്ലിറ്റ് വൈസ് ഞാൻ 10 വർഷം കഴിഞ്ഞിട്ട് എങ്ങാണ്ടാണ് ബീറ്റ് ചെയ്ത്. പക്ഷേ അങ്ങനെയാണ് ചില്ലർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല അവിടെ, അങ്ങനെ ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. ചില്ലറുടെ ഒരു ചില്ലർ ഫോർ ദ ഓഡിയൻസ് പറയുകയാണെങ്കിൽ എന്താ പറയുക, UPI ഗൂഗിൾ UPI വരുന്നതിന് മുമ്പായിട്ട് ആ ഒരു സംഭവം ചെയ്ത ഒരു ഇതാണ്. പക്ഷേ ഐ തിങ്ക് ബാങ്കിങ് പെർമിഷൻ ഒന്നും അലോ ചെയ്യാത്തതുകൊണ്ട് ഹാഡ് ടു ഷട്ട് ഡൗൺ ആൻഡ് ഗോട്ട് അക്വേർഡ് ബൈ Truecaller. അതാണ് കോണ്ടെക്സ്റ്റ്. ബട്ട് അഗെയിൻ ബാക്ക് ടു ദ ചില്ലർ ജേർണി. ഇൻ ചില്ലർ ഇറ്റ് വാസ് ബ്രാഗ് വർത്തി പ്രൊഡക്റ്റ്, റൈറ്റ്? എന്താ പ്രൊഡക്റ്റ് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, സോ ദിസ് ഈസ് 2013, 14, 15, 16, 17 ആണ് എന്ന് തോന്നുന്നു നമ്മൾ ചെയ്തത്. അത് സോ ബേസിക്കലി യു ക്യാൻ സെൻഡ് മണി ഫ്രം എനി മൊബൈൽ to any mobile. അതിന് മുമ്പത്തെ സ്റ്റേജ്, so before that you used to like go to maybe net banking, add a beneficiary, get approval and you make a transaction. Even IMBS transaction, IMBS എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്, നെഫ്റ്റ് അല്ലാണ്ട് IMBS ഇപ്പോഴും ഉണ്ട്. അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യും, ഇപ്പോഴും ഉണ്ടാവും, നേരത്തെ ഉണ്ടായിരുന്നു. ചില ബാങ്കിനുണ്ടായിരുന്നു, ചില ബാങ്കിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നൊക്കെ അങ്ങനെയുള്ള കുറേ ഒരു നൂലാമാല ഉണ്ടായിരുന്നു അതിന്. നമ്മൾ ബേസിക്കലി പറഞ്ഞത് ഇറ്റ്സ് വാട്സപ്പ് ഫോർ മണി. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പറിലേക്ക് കാശ് വരും. ഈ സമയത്ത് UPI ഇല്ല, ഒരു സാധനങ്ങളും ഇല്ല. ചില്ലർ അറ്റ്ലീസ്റ്റ് ട്വിറ്റർ വേൾഡ് ലുക്സ് അറ്റ് ചില്ലർ ആസ് മദർ ഓഫ് UPI. അതുവരെയും സ്വിഷ്, സ്വീഡനിൽ അങ്ങനെ 2-3 ലോകത്ത് തന്നെ കുറച്ച് എക്സാമ്പിൾസേ ഉള്ളൂ അങ്ങനെ ഇൻസ്റ്റൻറ്റ് മണി ട്രാൻസ്ഫർ ചെയ്യുന്നതിന്. അപ്പോൾ നമ്മളത് ഭയങ്കര സിംപ്ലിഫൈ ചെയ്തു. കാശ് നിൻ്റെ നമ്പർ ഞാൻ ചോദിക്കുന്നു, ആ നമ്പറിലേക്ക് ഞാൻ എൻ്റർ ചെയ്യുന്നു, ₹1 അയക്കുന്നു. ദെൻ ദിസ് എ വാവ് പ്രോഡക്റ്റ്, റൈറ്റ്? ദിസ് എ ബ്രാഗ് വർത്തി പ്രോഡക്റ്റ്. ഞാൻ വർക്ക് ചെയ്ത ലോട്ട് ഓഫ് പ്രോഡക്റ്റിൻ്റെ ഗുണം അതായിരുന്നു. ഇത് മാർക്കറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇതൊരു ബ്രാഗ് വർത്തി പ്രോഡക്റ്റ് ആയിരുന്നു. ചില്ലറിൽ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സാധനങ്ങൾ കോമൺ സെൻസ് വെച്ചിട്ടാണ് ചെയ്തത്. നമ്മളൊന്നും ഭയങ്കര ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആയിട്ടല്ല വരുന്നത്. പ്രോസസ്സുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ പ്രോസസ്സാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ദിവസം ആപ്പിൽ എന്തോ കുറേ പ്രശ്നം വന്നു. അപ്പോൾ അനൂപേട്ടനുണ്ട്, CTO, ചില്ലറിൻ്റെ CTO ആയിരുന്നു, ഇപ്പോൾ Truecallerൻ്റെ ഹെഡ് ഓഫ് എഞ്ചിനീയറിംഗ് ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ മൂപ്പര് നമ്മളോട് പറഞ്ഞു, എങ്കിൽ നിങ്ങളൊരു QA എടുക്കുക. അന്നാണ് നമ്മൾ ആദ്യമായിട്ട് പോയിട്ട് വാട്ട് ഈസ് എ QA ഓർ വാട്ട് ഈസ് എ UAT എന്ന് ഗൂഗിളിൽ തപ്പുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് കോമൺ സെൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് എല്ലാ സാധനങ്ങളും ചെയ്ത്. മാർക്കറ്റിങ്ങിലായാലും പ്രൊഡക്റ്റിലായാലും ഒക്കെ. 2016 ബെസ്റ്റ് ഡിസൈൻഡ് ഫിൻടെക് ആപ്പ് ആയിരുന്നു ആപ്പ് സ്റ്റോറിൽ ചില്ലർ. ആൻഡ് വി ഓൾ ലൈക്ക് മോസ്റ്റ് ഓഫ് us were doing our first UI work for that. So that was the story. നമുക്ക് ഏകദേശം 3 മില്യൺ യൂസേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ HDFC ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഫെഡറൽ ബാങ്ക് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ബാങ്ക് ഓഫ് ബറോഡ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 10 ബാങ്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 10 ബാങ്കുകളിൽ ഉള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റൻ്റ്ലി മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതിൽ നമ്മൾ കുറേ ഗ്രോത്ത് ഹാക്ക് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പ്ലിറ്റ് വൈസ് നമ്മളെല്ലാവരും ഉപയോഗിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇന്ത്യയിൽ ആരും അത് ഫിഗർ ഔട്ട് ചെയ്തിട്ടുള്ള എങ്ങനെ ഇത് ചെയ്യുന്നു. നമ്മൾ ചെയ്ത് നമ്മുടെ ഏറ്റവും വലിയ ഗ്രോത്ത് എഞ്ചിനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു സാധനം നമ്മൾ അതിൻ്റെ അകത്ത് സ്പ്ലിറ്റ് വൈസ് പോലത്തെ ഒരു ഫീച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളതിനെ വിളിച്ചത് സെറ്റിൽ എന്നാണ്. കാരണം സ്പ്ലിറ്റ് വൈസ് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ മാർക്ക് ആ സെറ്റിൽ, യു കാൻ സെറ്റിൽ സ്റ്റഫ്. സോ വി ക്യാൻ സെറ്റിൽ സ്റ്റഫ്. അപ്പോൾ നമ്മുടെ മന്ത് ഓൺ മന്ത് ഗ്രോത്തിൽ 16% കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒറ്റ ഫീച്ചറായിരുന്നു. കാരണം യു വിൽ ഇൻവൈറ്റ് സമ്മൺ ടു ആഡ് ടു യുവർ സ്പ്ലിറ്റ്. അതൊരു വലിയ സ്റ്റോറിയാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതാണ്. അപ്പോൾ പ്രൊഡക്റ്റ് ലെഡ് ഗ്രോത്ത് നിന്ന് നമ്മൾ PLG എന്നൊന്നും അന്ന് കേട്ടിട്ടില്ല. ബട്ട് വി ഡിഡ് എ ലോട്ട് ഓഫ് PLG സ്റ്റഫ് ബിക്കോസ് ഇറ്റ് വാസ് വെരി കോമൺ സെൻസ് സ്റ്റഫ് ടു do. Chiller was great experience like that. After a point when UPI started and PhonePe launched, എനിക്ക് തോന്നുന്നു നമ്മൾ വെക്കേഷൻ പോയ സമയത്താണ് PhonePe ലോഞ്ച് ചെയ്യുന്നത്. എക്സാക്ട്ലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ UPIയുടെ ഡോക്യുമെൻറ്റ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻഡസ് ബാങ്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, HDFC ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, BOB ആയിട്ട് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ലോഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ ഈ ബാങ്കുകളുമായിട്ട് വർക്ക് ചെയ്യാൻ ഒരു സ്ലോനെസ്സും സാധനങ്ങളുണ്ട്. PhonePe ലോഞ്ച് ചെയ്തു, എന്നിട്ട് നമ്മളും ഇതെല്ലാം ലോഞ്ച് ചെയ്തിരുന്നു. ബട്ട് ആഫ്റ്റർ പോയിന്റ് ദേ ഓൾ സിറ്റ് ഓൺ ലൈക്ക് $1 billion മാർക്കറ്റിംഗ് ബഡ്ജറ്റ്, റൈറ്റ്? ഗൂഗിൾ ഐ തിങ്ക് സ്പെൻഡ് അറൗണ്ട് 500 million. മറ്റേ സ്ക്രാച്ച് ചെയ്ത് കാശ് കിട്ടുന്ന സാധനങ്ങളൊക്കെ അവർ ആ കാശ് വെച്ചിട്ടാണ് ഇനിഷ്യലി ചെയ്തത്. നമ്മുടെ അടുത്ത് അത്രയും ബഗ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് ഇത് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ പോസിബിൾ അക്വയർ ചെയ്യാൻ നോക്കിയതിൽ കുറേ കമ്പനികളുണ്ടായിരുന്നു. അങ്ങനെ അതിലൊന്നായിരുന്നു Truecaller. Truecaller സ്ട്രാറ്റജിക്കലി
sense, they also wanted to expand the team in India. And basically അവരുടെ യൂസേഴ്സ് മൊത്തം ഇന്ത്യയിലാണ്. അപ്പോൾ ചില്ലർ കമ്പനി ഒരു ഭയങ്കര ഹൈറ്റ് നിൽക്കായിരുന്നു, പിന്നെ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. ദെൻ ട്രൂ കോളർ അക്വയർ ചെയ്തു. അപ്പോൾ ഞാൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്നത് ആബിദിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. ആബിദ് അവിടെ ജോയിൻ ചെയ്തു, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒബ്വിയസ്ലി. അപ്പോൾ അവിടെ സ്ട്രക്ചർ ഒന്നും ഇല്ലാണ്ടായിരിക്കും പലതും ഫിഗർ ഔട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ജേണി ആബിദിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് അതിൽ കുറേ ഇമ്പാക്റ്റ്ഫുൾ ലേണിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, വിച്ച് ഇവൻച്വലി ട്രൂ കോളർ ഒന്ന് അക്വയർ ചെയ്യുമ്പോൾ അവിടേക്കുള്ള സ്ട്രക്ചറേക്കൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് കവർ ചെയ്ത് കൊള്ളാമെന്നുണ്ട്. സോ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തപ്പോഴും ഞാൻ ആരോടും ടൈറ്റിൽ എന്താണെന്നൊന്നും ചോദിച്ചിട്ടില്ല. സോണി വിളിച്ചപ്പോഴോ അല്ലെങ്കിൽ അവിടെ ചെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ചെന്ന് കുറേ ദിവസം കഴിഞ്ഞൊരു മറ്റേ ജോയിൻ ലെറ്റർ പോലത്തെ സാധനം മെയിലിലേക്ക് അയച്ചത്. പിന്നെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ടൈറ്റിൽ എക്സ്പീരിയൻസ് ആർക്കിടെക്റ്റ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ സോണിയോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഇത് എന്താണ് ഈ സാധനം? എക്സ്പീരിയൻസ് ആർക്കിടെക്ട് ഇത് ആർക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ബാങ്കിൽ ചെന്നിട്ട് ഞാൻ എക്സ്പീരിയൻസ് ആർക്കിടെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ മറ്റേ റൂഫൊക്കെ നോക്കാൻ പറയുമായിരിക്കും എന്നോട് ചെയ്യുക. അതുകൊണ്ട് എനിക്കിത് മനസ്സിലായില്ല എന്താണ്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ അന്ന് നമുക്ക് അറിയില്ലായിരുന്നു വാട്ട് ഈസ് എ ഗുഡ് വേർഡ് ടു പുട്ട് ഓർ ഗുഡ് നെയിം ടു പുട്ട് ഫോർ സമ്മൺ വിൽ ഡു ടെക് ഡിസൈൻ, ഡു ബിറ്റ് ഓഫ് പ്രൊഡക്റ്റ് തിങ്കിങ്, owns the roadmap. So this is a combination. അപ്പോൾ നമ്മൾ ആൻഡ് വി നെവർ ബോതേർഡ് ഐദർ. അങ്ങനെ ഒരു വർഷത്തോളം ആ റോളിൽ മൾട്ടിപ്പിൾ സാധനങ്ങൾ. ഐ വാസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ടെക് ആൻഡ് പ്രൊഡക്റ്റ് ടീം എന്നൊന്നും ഇല്ലായിരുന്നു, ബട്ട് സോണി ഓർ ദ ലീഡർഷിപ്പ് ടീം. ഞാനാണ് അനുഭവത്തിനോട് കൂടുതലും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡിസൈൻ ചെയ്ത ടീം എൻ്റെ ടീമായിരുന്നു. അങ്ങനെ ഞാൻ വെബ് ഫ്രണ്ട് എൻഡ് വെബ്സൈറ്റൊക്കെ ആദ്യത്തെ വെബ്സൈറ്റ് ഞാൻ കോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സെക്കോയും ബ്ലൂമൊക്കെ 1.5 വർഷത്തിന് ശേഷം നമുക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫണ്ട് ചെയ്യുന്ന മൊമെൻറ്റിലാണ് എന്താണ് എല്ലാവരുടെയും ടൈറ്റിൽ എന്നുള്ളത് കുറച്ചും കൂടി നമ്മൾ ആലോചിക്കുന്നത്. അന്ന് നമ്മൾ പോയി ഗൂഗിൾ ചെയ്തതാണ് മറ്റേ ഇന്നൊക്കെ ചെയ്താൽ എന്തൊക്കെ പറ്റും. അപ്പോൾ ഒരു ഗ്രാഫൊക്കെ കണ്ടു, ഇങ്ങനെ ബിസിനസ്, ഡിസൈൻ, ടെക്കിൻ്റെ റൗണ്ടിൽ മറ്റേ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അങ്ങനെ AVP പ്രൊഡക്റ്റ് എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ AVP പ്രൊഡക്റ്റ്. എന്താ? അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് പ്രൊഡക്റ്റ്. VP പ്രൊഡക്റ്റ് ആയിരുന്നു അന്ന് ഗാലിബ്. അപ്പോൾ ഇങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് എനിക്ക് പ്രൊഡക്റ്റിൻ്റെ ടൈറ്റിൽ കിട്ടുന്നതെന്ന് പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ബുക്ക് വായിക്കുകയോ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് എന്താണെന്ന് എനിക്കറിയണ്ടായിരുന്നില്ല. ഐ വാസ് ആഡിങ് വാല്യൂ ആൻഡ് ദിസ് ഇസ് ദ ബെസ്റ്റ് വേ ടു പുട്ട് എ ടൈറ്റിൽ ടു ഇറ്റ്. നമ്മൾ ഏകദേശം 60ഓളം പോഡ്കാസ്റ്റ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും ഇമെയിൽ കണ്ടെത്തി ഇമെയിൽ അയക്കാറുണ്ട്. അത് ഞാൻ സമയം കിട്ടുമ്പോൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൂടി പോയിട്ട് വാട്സപ്പ് ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബീറ്റ് ഫോർ എനി നീഡ് യു ക്യാൻ റീച്ച് അസ് വാട്സാപ്പ്. ബീറ്റ് ഫോർ പ്രൊഡക്റ്റ് ലോഞ്ചേഴ്സ്, ഹയറിംഗ്, ഫണ്ടിങ്, എന്തിനാണെങ്കിലും ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട്. ആൻഡ് ഐ എം പുട്ടിങ് അവർ നമ്പർ ഹിയർ. ആൻഡ് ബാക്ക് ടു ദ എപ്പിസോഡ്. ഒരു AVP ഓഫ് പ്രൊഡക്റ്റ് അറ്റ് ചില്ലർ, ആ ഒരു റോൾ എങ്ങനെയായിരുന്നു? അതിനുള്ള കുറച്ചും കൂടി നമ്മൾ ഗ്രോത്ത് എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാം, PLG എങ്ങനെ കൊണ്ടുവരാം. വി ഡിഡ് എ ലോട്ട് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ഇൻ ടേംസ് ഇൻ ഫിൻടെക്, ലൈക്ക് very bold ones. Like there is a lot of bullshit stuff we did. For example, Venmo is huge in US, right? Like when you pay your friend, you can basically add a note saying ഇന്നലെ നമ്മൾ പാർട്ടിക്ക് പോയതിൻ്റെ കാശ്, right? And you send 10 രൂപ to someone. Then it comes on all your friends' feed. So money transaction like Facebook feed or a timeline. It's huge in US at that time. അപ്പോൾ നമ്മൾ വൈ നോട്ട്, വിൽ ഡു ഇറ്റ്. സോ നമ്മളും ടൈം ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ചെയ്ത്. ഇന്ത്യയിൽ മണി എന്തിന് സ്പെൻഡ് ചെയ്തു, ആർക്ക് അയച്ചു എന്ന് ആർക്കും കാണിക്കണ്ട. മണി ഈസ് എ വെരി പ്രൈവറ്റ് തിങ് ഇൻ ഇന്ത്യ. വി ഡിഡ്ന്റ് റിയലൈസ് ഇറ്റ്. നമ്മൾ ഏകദേശം ഒരു മേ ബി 3 to 4 ആഴ്ച ഡെവലപ്മെൻറ്റ് എഫേർട്ടിലായിരിക്കും അത് ഉണ്ടാക്കിയത്. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഭയങ്കര ഫിയർ, ഒരു ട്രാൻസാക്ഷൻ ചെയ്യാണ്ടായി. കാരണം ഇതെങ്കിലും പബ്ലിക് ആവുമോ. അപ്പോൾ പ്രൈവറ്റ് പബ്ലിക് ബട്ടണൊക്കെ ഉണ്ട് അവിടെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ മച്ച്. അങ്ങനെ ഒരു മാസം കൂടി കഴിഞ്ഞപ്പോൾ നമ്മളത് ഷട്ട് ഡൗൺ ചെയ്തു. ലൈക്ക് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് ഓർ പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് വാസ് ദാറ്റ് killing a product takes a lot more than building a product. It's very easy to build features. It's hard to kill, and we did right thing was we killed it. Something else we built was split wise alternative. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം അതായിരുന്നു നമ്മുടെ ഗ്രോത്ത് എഞ്ചിൻ. അതിലൊരു ഒരൊറ്റ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് വൈസിൽ എമൗണ്ട് എൻ്റർ ചെയ്തു, ഒരു കാറ്റഗറി സെലക്ട് ചെയ്തു, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുമ്പം ആരൊക്കെയാണ് ഈ സ്പ്ലിറ്റിലുള്ളതെന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമേ ചില്ലറിലുള്ളവർ, ചില്ലറിലല്ലാത്തവർ എന്ന് പറഞ്ഞ് 2 ലിസ്റ്റായിട്ടായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ അതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഈ മുകളിലുള്ളവർക്ക് ചില്ലറുള്ളവർക്ക് സെറ്റിൽ ചെയ്യാം, മറ്റുള്ളവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം മറ്റുള്ളവരെ സെലക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഫസ്റ്റ് ഐറ്ററേഷനിൽ, താഴെയുള്ളവരെ, കാരണം ഇവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് നമ്മളത് അവരെയും ക്ലിക്ക് ചെയ്യാം, ആഡ് ചെയ്യാം. നമ്മൾ സ്പ്ലിറ്റിൽ നമ്മുടെ ഫീച്ചറിൽ അത് കാണിക്കും, പക്ഷെ അവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. അതും നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു വി ഡിഡ് എ സ്മാർട്ട് തിങ്. എഗെയിൻ വി ഡിഡ് എ സിംഗിൾ ലിസ്റ്റ്. ഒരു ഡിഫറൻസും ഇല്ല, ജസ്റ്റ് എല്ലാ കോണ്ടാക്റ്റും കാണിക്കും. അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഗ്രോത്ത് ആക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഫെലിക്സിനെ ആഡ് ചെയ്യുക, അർജുനെ ആഡ് ചെയ്യുക, ആ സമയത്ത് ഇതൊന്നും കാണിക്കില്ല, ഇത് ചില്ലറുണ്ടോ ഇല്ലയെന്ന്. ആഡ് ചെയ്ത് കഴിയുമ്പം ഫെലിക്സിന് മെസ്സേജ് വരും, ആബിദ് ആഡഡ് എക്സ് എമൗണ്ട് ഫോർ സെറ്റിൽ ഇൻ ചില്ലർ. ബേസിക്കലി ചില്ലർ ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇൻ ചില്ലർ കാണിക്കും, ആപ്പ് ഇല്ലാത്ത ആൾക്കാർ നോട്ട് ചില്ലർ കാണിക്കും. അവർക്ക് നോട്ടിഫിക്കേഷൻ മാത്രം പോകും. കാരണം ആ ഒരു സാധനം പല രീതിയിൽ നിങ്ങൾ ഐട്രേറ്റ് ചെയ്ത് കണ്ടെത്തിയത് ഒന്നും കാണിക്കണ്ട. ഉള്ള ആൾക്കാർക്ക് ചില്ലർ ആപ്പ് നോട്ടിഫിക്കേഷൻ ആയിട്ട് പോകും, അല്ലാത്തവർക്ക് SMS ആയിട്ട്. അത് മൾട്ടിപ്പിൾ ഐട്രേഷനിലാണ് ഫിഗർ ഔട്ട് ചെയ്യുന്നത്. അതൊരു റെഫറൽ പ്രോഗ്രാം പോലെ വർക്ക് ചെയ്തു. നമ്മുടെ റെഫറൽ പ്രോഗ്രാം യൂഷ്വലി ഗീവ്സ് 50 to 100 rupees to people. ഇത് 0 ആണ്. സോ വി ഗോട്ട് ലൈക്ക് മോർ യൂസേഴ്സ് ഫ്രം ദാറ്റ് ചാനൽ ദാൻ എനി അതർ ചാനൽ. അപ്പോൾ ദാറ്റ് വാസ് എ ഹ്യൂജ് ലേണിംഗ് ടു ആൻ എക്സ്റ്റെൻറ്റ് വേർ നമ്മൾ ട്രൂ കോളറൊക്കെ അക്യൂർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളധികം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല പ്രൊഡക്റ്റ്. ആകെ സെർവർ റീസ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു. ആ സമയത്തും ആപ്പ് മറ്റേ 10% മന്ത് ഓൺ മന്ത് ഗ്രോ ചെയ്യുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ദിസ് PLGs, ലൈക്ക് ദിസ് വാസ് എ ഗ്രോത്ത് എഞ്ചിൻ. ഇത് ഇങ്ങനെ ആൾക്കാർ സെറ്റിൽ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സെറ്റിൽ പോലത്തെ ഒരു സാധനം, സ്പ്ലിറ്റ് വൈസ് പോലത്തെ ഒരു സാധനം ബിഗ്ഗസ്റ്റ് റിട്ടൻഷൻ ലീവറാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അകത്ത് ആഡ് ചെയ്താൽ പിന്നെ ഞാൻ ചില്ലറത് അൺഇൻസ്റ്റാൾ ചെയ്യില്ല, കാരണം നീ സെറ്റിൽ ചെയ്യണം. തിരിച്ചും സെറ്റിൽ ചെയ്യാനുള്ളതും കിട്ടാനുള്ളതിൻ്റെയും ഒരു കണക്ക് പുസ്തകമാണത്. അതൊരിക്കലും ആൾക്കാർ അൺഇൻസ്റ്റാൾ ചെയ്യില്ല. നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ഫീച്ചർ ഉണ്ടാക്കി, ഇതിന്ന് എക്സ്പോർട്ട് ചെയ്ത് മറ്റേ സ്പ്ലിറ്റ് വോയിസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള. കാരണം അത്രയും ആൾക്കാരുടെ ഡേറ്റ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഗിവ് us എ ലോട്ട് ഓഫ് ഇൻസൈറ്റ്സ് ഓൺ ലൈക്ക് വാട്ട് പീപ്പിൾ ആർ യൂസിങ് ഇറ്റ് ഫോർ ആസ് വെൽ. നമ്മൾ ഭയങ്കര ഡേറ്റ ഒബ്സസ്ഡ് ടീമായിരുന്നു ഫ്രം ഡേ വൺ. നമ്മൾ അന്ന് ആംപ്ലിറ്റ്യൂഡ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സ്വന്തമായിട്ട് കുറേ ഡേറ്റ ആർക്കിടെക്ചറും സാധനങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഡേറ്റകൾ എപ്പോഴും ഉണ്ടായിരുന്നു. നമുക്ക് 6 TV ഉണ്ടായിരുന്നു ചില്ലറിൻ്റെ ഓഫീസിൽ. 6 TVയിലും ഇതുപോലെ ഡാഷ്ബോർഡ് ഇങ്ങനെ എപ്പോഴും എല്ലാ 10 മിനിറ്റിലും 15 മിനിറ്റിലും റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് എത്ര ട്രാൻസാക്ഷൻ നടന്നു, എന്തിനാണ് ട്രാൻസാക്ഷൻ നടന്നത്, ഈ എല്ലാ ഡേറ്റയും നമ്മൾ എപ്പോഴും ഭയങ്കര ഒബ്സസീവ്ലി ഭയങ്കരമായിട്ട് ട്രാക്ക് ചെയ്യുന്ന സാധനമായിരുന്നു. ഇനി റോൾ ഫ്രം ചില്ലർ ടു ട്രൂ കളർ. അപ്പോൾ ട്രൂ കളർ എന്ന് പറഞ്ഞാൽ മേ ബി ഗ്ലോബൽ കമ്പനിയാണ്. ഇത് ഇന്ത്യൻ സ്പെസിഫിക് ഫിൻടെക് പ്ലെയർ ആയിരുന്നു. അതൊരു കൺസ്യൂമർ പ്ലസ് കൺസ്യൂമർ ടെക് എന്ന് പറയാം. അപ്പോൾ ആ ഒരു റോൾ ട്രാൻസിഷനിൽ ഇപ്പോൾ ABP പ്രൊഡക്റ്റ് ആയിരുന്നു ഇവിടെ, അവിടെ എന്ത് റോളായിരുന്നു, ടൈറ്റിൽ എന്തായിരുന്നു, പിന്നെ അവിടെ ഇത്തിരി കുറേ സ്ട്രക്ചേർഡ് ആയിരുന്നു. മേ ബി ഓർഗനൈസേഷൻ മെനി ഇയേഴ്സ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും, സ്റ്റാർട്ടപ്പ് അല്ല. സോ ആ ഒരു എവല്യൂഷൻ ആസ് എ ഫ്രം ആബിദ് പോയിന്റ് ഓഫ് വ്യൂ ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റിൽ എങ്ങനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഈവൻ ട്രൂ കോളർ ഇപ്പോൾ UPI ഒക്കെ ഉണ്ടല്ലോ പിന്നെ. സോ ആ ഒരു വാട്ട് വാസ് ട്രൂ കോളർ ലൈക്ക് ബാക്ക് ദെൻ വാട്ട് വാസ് ദ ചേഞ്ചസ് ചില്ലർ ടീം ഡിഡ് ടു ട്രൂ കോളർ? സോ നാരായൺ ഇവിടെ ഓൾറെഡി, നാരായൺ ടീമും എനിക്ക് 4-5 പേര് ആയിരുന്നു ഓൾറെഡി ഇന്ത്യയിൽ ആകെയുള്ള ടീം. നാരായൺ ഫോർ എക്സാമ്പിൾ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രൂ കോളറിന്റെ ഫസ്റ്റ് ഇന്ത്യൻ ഹയർ നാരായണും ടീമും. നാരായണൻ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് വി ഓൾ ന്യൂ നാരായൺ അറ്റ് ദാറ്റ് പോയിന്റ്. നമ്മൾ മൂവ് ചെയ്തിട്ട് ആദ്യം ഉണ്ടാക്കിയത് പേ പ്രൊഡക്റ്റ് ആയിരുന്നു. നാരായണൻ ഒരു ചെറിയ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ സാധനം ഫുൾ ബാക്ക് എൻഡ് എഴുതി പുതിയ പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ച് ചെയ്യായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ മെസ്സേജിങ് പ്രൊഡക്റ്റിലേക്ക് സ്വിച്ച് ചെയ്തു. ഇൻ ജനറൽ നമ്മൾ വർക്ക് ചെയ്ത അത് സ്ട്രക്ചറേ അല്ലാതെ അത് കുറച്ചും കൂടിയും ഇപ്പം അജൈൽ സ്ക്രമ്മും അങ്ങനെയൊക്കെ പ്രോസസ്സുകൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. നമ്മൾ ഭയങ്കര വൈബായിരുന്നു. ഇപ്പം ഒരു പുതിയ ഐഡിയ തോന്നി, അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്യും, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഡെവലപ്പറെ വിളിച്ച് പറയും, ഡെവലപ്പർ APK ചേരും, നമ്മൾ ടെസ്റ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്തു. ഇതായിരുന്നു നമ്മുടെ പ്രോസസ്സ്. ദിർ ഇസ് നത്തിങ് എൽസ്. ബട്ട് ഹിയർ ഓൾമോസ്റ്റ് ഇറ്റ് ടേക്സ് 1 month ടു റിലീസ് എനിത്തിങ്. ആദ്യം അത് ആൽഫയിൽ പോകണം, ഒരാഴ്ച ആൽഫയിൽ പോകണം, പിന്നെ ബീറ്റയിൽ പോകണം, പിന്നെ സ്റ്റേജ് റോൾ ഔട്ട് ഉണ്ട്. സ്റ്റേജ് റോൾ ഔട്ട് 100% ആവാൻ മോർ ദാൻ എ മന്ത് എടുക്കും ഇഫ് ഇറ്റ്സ് എ ബിഗ് ഫീച്ചർ. കാരണം ഒന്ന് ഇത് ഇമ്പാക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരാണ് നമ്മുടെ പിള്ളേരെയല്ല അത്. പിന്നെ ഈവൻ ഒരു സ്വീഡിഷ് കമ്പനിയാണ് ട്രൂ കോളർ. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര പ്രോസസ് ഓറിയൻറ്റഡ് ആണ്. ആ കൾച്ചറും ഭയങ്കര പ്രോസസ് ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഈ സാധനങ്ങളൊന്നും അവരെ സംബന്ധിച്ച് ഈവൻ
ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇവൻ എ സ്മോൾ കമ്പനി, ഇപ്പോൾ സ്പോട്ടിഫൈ ആയിരുന്നു തുടങ്ങിയ സമയത്ത് അയാളൊക്കെയുള്ള കഥകൾ വായിക്കുമ്പോഴുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര പ്രോസസ്സ് ഓറിയൻറ്റഡ് ആണ്. ഇപ്പോൾ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സുകൾ എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഈ പോഡ് സ്ട്രക്ചർ എന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ സ്പോട്ടിഫൈ എന്ന് വന്നതാണ്. സ്പോട്ടിഫൈയുടെ എഞ്ചിനീയറിംഗ് ബ്ലോഗിൽ നിന്നാണ് ഏകദേശം പുതിയ കമ്പനി സ്ട്രക്ചറുകളെല്ലാം വന്നത്. അവരുടെ ബ്ലോഗ്സ് ആർ റിയലി ഗുഡ്. ദേ ആർ വെരി പ്രോസസ് ഓറിയൻറ്റഡ് പീപ്പിൾ. വി ആർ ലൈക്ക് വെരി ക്രേസി പീപ്പിൾ. ലൈക്ക് വി വാണ്ട് ടു റിലീസ് എവറി. എന്നിട്ട് ട്രൂകോളറിൽ സ്വീഡനിലായിരുന്നു അല്ലെങ്കിൽ എവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്? സോ ആദ്യമേ ഞാൻ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സ്വീഡനിൽ 1.5 വർഷം സ്വീഡനിലായിരുന്നു. അവിടുത്തെ മെയിൻ ഈ ഡിഫറൻസ് എന്താ ഇൻ കമ്പാരിസൺ? ഇവിടെ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് ടീമും സ്വീഡനിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് ടീമിലെ വ്യത്യാസം എന്തായിരുന്നു? ഒന്ന്, അവിടെ വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര അധികമാണ്. ലൈക്ക് ആസ് എ ബഗ്, നോട്ട് എ ഫീച്ചർ. 4 മണി 5 മണിയാകുമ്പോൾ എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ടാവും. നോ വാട്സപ്പ് ഗ്രൂപ്പ്, കമ്പനി വാട്സപ്പ് ഗ്രൂപ്പും സാധനങ്ങളൊന്നും ഇല്ല. ഒരു എഞ്ചിനീയർ അസൈൻഡ് ഉണ്ടാവും. ആ എഞ്ചിനീയറിന് മാത്രമേ പിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ജനറലി പീപ്പിൾ കെയർ ലെസ് അബൌട്ട് വാട്ട് ടെക്നോളജി ദേ നോ. ദേ ആർ വെരി പാഷനേറ്റ് അബൌട്ട് പ്രോഗ്രാമിംഗ്, ലൈക്ക് നോട്ട് എ ലാംഗ്വേജ്. അതൊരു ഭയങ്കര ഡിഫറൻസ് ആണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. അപ്പോൾ എൻ്റെ ഡെവലപ്പർ ടീമിനോട് നമുക്ക് ഇന്ന് നമ്മൾ സ്കാലയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, നമുക്ക് നാളെ ഗോലാങ്ങിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആ ബാരിയർ ഭയങ്കര കുറവാണ്. അവർക്ക് ദേ ആർ പാഷനേറ്റ് ടു ലേൺ സംതിങ്. ഇൻ ഇന്ത്യ ദാറ്റ് വിൽ ബി ലൈക്ക്, ഇപ്പോൾ 10 പേര് നിൻ്റെ ടീം, ഇപ്പം നിങ്ങൾ നോഡിൽ ഇല്ല കുറേ സാധനം അവരോട് പറയാം നാളെ മുതൽ ഗോലാങ് എന്ന് പറഞ്ഞാൽ 5 പേര് ലീവ് ചെയ്യും. സ്വീഡനിൽ പീപ്പിൾ വിൽ ബി മോർ എക്സൈറ്റഡ്. ദർ ഇസ് മോർ ചലഞ്ച്, മോർ ലേണിംഗ്. ദാറ്റ്സ് എ ഹ്യൂജ് തിങ് ഐ നോട്ടീസ് ദെയർ. ഭയങ്കര സ്ട്രക്ചേർഡ് ആണ് ആളുകൾ, ടാസ്ക് അത് ഇത്. പിന്നെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു എൻ്റെ ടീം കുറച്ചും കൂടി റഷ്യൻ എഞ്ചിനീയേഴ്സ് ആയിരുന്നു. അവർ ഭയങ്കര ബൈനറിയിലാണ് ഇത് ചെയ്യുക. അപ്പോൾ നമ്മൾ പറയുക, അപ്പോൾ ഗ്രോത്ത് ടീമൊക്കെ ഓടിക്കാൻ ഭയങ്കര പാടാണ്. എൻ്റെ കുറച്ചൊക്കെ ഗ്രോത്ത് സാധനങ്ങളായിരുന്നു. എടാ നമുക്ക് ഇന്ന സാധനം ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അവരുടെ ചോദ്യം, ഇന്ന സാധനം ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ പറയാം ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത അവർ സമ്മതിച്ചതില്ല, ഇത് സംഭവിക്കുക അല്ലയോ. അപ്പോൾ അങ്ങനെ ബൈനറിയിലാണ് അവിടുത്തെ എൻ്റെ എസ്പെഷ്യലി എഞ്ചിനീയേഴ്സ് വർക്ക് ഫ്രം റഷ്യ. they usually like very strict on having very clear idea on what's outcome. You can't have an experimental team with that. അപ്പോൾ അതൊരു ഭയങ്കര ചലഞ്ചായിരുന്നു എന്നെ സംബന്ധിച്ച്. എൻ്റെ ടീമിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്, ഞാനായിരുന്നു മെസ്സേജിങ് ഹെഡ് ചെയ്തത്. എൻ്റെ 20 പേര് ടീമുണ്ടായിരുന്നു. അതിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു, ഡാറ്റ സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതിൽ ഡിസൈനേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പോഡ് സ്ട്രക്ചറിലാണ് അത് വർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പോഡ് സ്ട്രക്ചറിന് എന്താ ഉദ്ദേശിക്കുന്നത്? പോഡ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ പൊതുവേ പണ്ടൊക്കെ ഉണ്ടായിരുന്ന സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ ഒരു ബാക്ക് എൻഡ് ടീമുണ്ട്, ഒരു ആൻഡ്രോയിഡ് ടീമുണ്ട്, ഒരു iOS ടീമുണ്ട്. അങ്ങനെയായിരുന്നു കമ്പനികൾ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. ഇത് കുറച്ചും കൂടി ഒരു ബിസിനസ്സിൻ്റെ ലെവലിലോ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയുടെ ലെവലിലോ നമ്മൾ ടീമുകളെ സ്ട്രക്ചർ ചെയ്യും. അഥവാ ഇപ്പോൾ ട്രൂ കോളറിൻ്റെ അകത്ത് കോളർ ഐഡൻറ്റിഫിക്കേഷൻ ഒരു ടീമാണ്. ആ ടീമിൽ തന്നെ ബാക്ക് എൻഡ് ഡെവലപ്പർ ഉണ്ട്, ആ ടീമിൽ തന്നെ ആൻഡ്രോയിഡ് ഡെവലപ്പർ ഉണ്ട്, iOS ഡെവലപ്പർ ഉണ്ട്. എന്നിട്ട് പിന്നെ എൻ്റെ മെസ്സേജിങ് ആയിരുന്നു. അതുപോലെ ഗ്രോത്തിന് വേണ്ടി ഒരു ടീമുണ്ട്, പേയുടെ ടീം വേറെയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു ബിസിനസ് ഹെഡ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ മെസ്സേജിങ്ങിൻ്റെ ബിസിനസ് ഹെഡായിരുന്നു ഞാൻ ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ടീമുകളുണ്ട്. അപ്പോൾ ഇത് പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് പ്ലസ് കുറച്ചും കൂടി ബിസിനസ് റോൾ പോലെയാണ്. ഈ ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. അപ്പം കുറച്ചും കൂടി ഒരു അവിയൽ പരുവത്തിലുള്ള ടീമാണ് ദാൻ ജസ്റ്റ് ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സ് ഓർ. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മുമ്പ് ആണെങ്കിൽ iOS ടീമും ആൻഡ്രോയിഡ് ടീമും പരായിട്ട് ഒരു ഫീച്ചർ ഫംഗ്ഷനാലിറ്റിയോ അല്ലെങ്കിൽ ഒരു മോർ ഓഫ് അതിന് ബേസിസ് ഒരു ബിസിനസ് യൂണിറ്റിന്റെ ബേസിസിൽ ആ ഒരു ടീമിനെ സ്പ്ലിറ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ അവരായിരിക്കും ആ ഒരു KPI കൂട്ടാൻ വേണ്ടി വർക്ക് ചെയ്യുന്നത്. നമുക്ക് അതിന് ഓട്ടോണമി ഉണ്ടാവും, പ്രൊഡക്റ്റ് ഫോറംസ് ഉണ്ടാവും. അവിടെ പോയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുക. കോമൺ സാധനങ്ങളുണ്ടാവും. ഇപ്പോൾ എനിക്ക് ഹോം പേജിൽ ബാനർ വേണം, ദാറ്റ്സ് ദ ഡിസ്കഷൻ വി ഹാഡ് ടു പ്രൊഡക്റ്റ് ഫോറം വെയർ all the business leads will come. So that's usually the structure. Spotify-യുടെ കുറേ നാൾ അതായിരുന്നു സ്ട്രക്ചർ. ഇപ്പോൾ അവർ അത് മാറ്റിയിട്ടുണ്ട്. ട്രൂ കോളർ, a lot of Bangalore companies, even the later companies I worked with, all had the same structure. Like കൃത്യം പോഡ് സ്ട്രക്ചർ അല്ലെങ്കിലും ഏകദേശം അതേ സ്ട്രക്ചറിലായിരുന്നു. അത് in 14-15 I think that was a huge change from used to how you ship. പണ്ട് ഒരു റോഡ് മാപ്പും 100 പേര് ടീമുമായിരുന്നു. ഇത് മൾട്ടിപ്പിൾ റോഡ് മാപ്സ് ആണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് റിലീസ് മാനേജർ ഉണ്ടായിരുന്നു, അത് ഹാൻഡിൽ ചെയ്യാൻ. അങ്ങനെയുള്ള കുറേ സ്ട്രക്ചർ. ആസ് യു സെഡ്, അപ്പോൾ അവിടെ ഈ യൂഷ്വലി ബിഗ് കമ്പനീസ് ഇപ്പോൾ Airbnb ഒക്കെ കുറേ എക്സ്പീരിയൻസ് റൺ ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ലെറ്റ്സ് സേ ദേ വാണ്ട് ടു A/B ടെസ്റ്റ് ഫോർ എക്സാമ്പിൾ, പലതും ട്രൈ ഔട്ട് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ഫിഗർ ഔട്ട് വാട്ട് ഹൗ ദ യൂസർ റെസ്പോൺസ്. അപ്പോൾ അതിനുള്ള ഒരു കൾച്ചർ ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ അവിടെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ വാട്ട് ഡു തിങ്ക്? ആക്ച്വലി ട്രൂ കോളറോ അല്ലെങ്കിൽ ഏത് കമ്പനി
ചെയ്യുമ്പോഴും ആ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എത്ര എവയാണോ ആ ടീം അത്രയും എ ബി ടെസ്റ്റ്, അല്ലെങ്കിൽ പൊതുവേ ഗ്രോത്ത് ഭയങ്കര ഹാർഡാണ്. ഫോർ എക്സാമ്പിൾ ട്രൂ കോളർ സ്വീഡനിലാണ് തുടങ്ങിയെങ്കിലും അവിടെ അതൊരു പ്രശ്നമല്ല, അതൊരു പ്രൈമറി സ്പാം കോൾസ് ആർ നോട്ട്. എനിക്ക് സ്വീഡനിലുണ്ടായിരുന്ന സമയത്ത് സ്പാം കോൾ കിട്ടിയാൽ ഞാൻ മോസ്റ്റ്ലി ഹാപ്പി ആയിരിക്കും, കാരണം അവർ ആരും വിളിക്കാനില്ല. സോ ദാറ്റ്സ് ദ സീൻ. പക്ഷേ ഇത് ടീം ഭയങ്കര, അപ്പോൾ ഏത് കമ്പനിയും ഇപ്പം നീ ഇപ്പോൾ ഷോപ്പിഫൈ സാധനം ചെയ്യുക, നീ ഒരിക്കലും ഒരു സ്റ്റോറിൽ ഒരു സാധനം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഹൗ യു ഡീൽ വിത്ത് ദാറ്റ് പ്രോബ്ലം ഈസ് വെരി ഡിഫറെൻറ്റ്, റൈറ്റ്? സോ ഇന്ത്യൻ ടീംസ് ആയിരുന്നു കുറച്ചും കൂടിയും എക്സ്പെരിമെൻ്റൽ സാധനങ്ങൾ റൺ ചെയ്യുന്നത്. സ്വീഡൻ ടീംസ് കുറച്ചും കൂടിയും മെച്വേർഡായ പ്രൊഡക്ട്സ് ആയിരുന്നു ഇത് ചെയ്യുക. ഞങ്ങളിത് തമാശ പറയുക എന്താണെന്ന് വെച്ചാൽ, ട്രൂ കോളറിൻ്റെ ഏറ്റവും നല്ല ഗ്രോത്ത് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ അത് അല്ലാണ്ട് തന്നെ ഗ്രോ ചെയ്തോളൂ, നമ്മളായിട്ടൊന്നും ചെയ്യാണ്ടിരുന്നത്, തൊടാണ്ടിരിക്കുക പടച്ചോനെ ഓർത്ത്, അത് തന്നെ വളർന്നോളും. കൂടുതൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് അത് ബ്രേക്ക് ചെയ്യാനേ സാധ്യതയുള്ളൂ. പക്ഷേ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഫെയിലായ എക്സ്പെരിമെൻ്റ് ആയിരുന്നു. നമ്മൾ എൻ്റെ ട്രൂ കോളർ എടുത്ത് റീസ്ട്രക്ചർ ചെയ്തിരുന്നു. ട്രൂ കോളർ എക്സ് എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ഈജിപ്തിൽ നമ്മൾ റിലീസ് ചെയ്തിരുന്നു, കെനിയയിൽ റിലീസ് ചെയ്തിരുന്നു, ഇന്ത്യയിൽ 2% എങ്ങാണ്ട് റിലീസ് ചെയ്തിരുന്നു. അത് എൻ്റെ ടീമായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും ചീത്ത ആ കാര്യത്തിൽ കേൾക്കലായിരുന്നു. അത് സ്വീഡനിൽ നിന്നായിരുന്നു. അവിടെ എന്താ ഡിഫറെൻ്റ് ആയി ചെയ്തത് ആ ട്രൂ കോളർ എക്സിൽ? എന്താണ് പണ്ട് ബ്ലാക്ക്ബെറിയിൽ ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ഗുണം ഉണ്ടായിരുന്നു, മെസ്സേജും കോളും അതുപോലത്തെ എല്ലാം ഒറ്റ ത്രെഡിൻ്റെ അകത്ത് തന്നെയായിരുന്നു. നീ ബ്ലാക്ക്ബെറി ഉണ്ടെങ്കിൽ ആ ഒരു തീമിലായിരുന്നു നമ്മളത് എൻവിഷൻ ചെയ്തത്. എ കോൺവെർസേഷൻ വിത്ത് സിംഗിൾ പേഴ്സൺ വിൽ ബി ഇൻ എ സെയിം ത്രെഡ്. അപ്പോൾ അതായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ ഒറ്റ ടാബേ ഉള്ളൂ. ഇത് കോളെന്നും മെസ്സേജ് എന്നൊന്നും പറഞ്ഞ് വേറെ വേറെ ടാബില്ല, ഒറ്റ ടാബിൽ തന്നെ ഈ സാധനങ്ങളെല്ലാം മെർജ് ചെയ്യും. വാട്സപ്പ് പോലെ how the WhatsApp chat now WhatsApp call and everything comes. So SMS, we had IM, instant messaging, then we had calls, all comes in a single thread. And it was nice. It's nice, but there was different challenges with that approach. So we did that experiment, like ഒരു 3-4 മാസം ഞാൻ അതായിരുന്നു. അതൊരു എ ബി ടെസ്റ്റ് പോലും അല്ല, അതൊരു ഒപ്പീനിയനേറ്റഡ് ടേക്കാണ്. എല്ലാവർക്കും റിലീസ് ചെയ്തില്ല, ചില കൺട്രീസിലും സാധനങ്ങളിലും നമ്മൾ ഇത് ചെയ്തിരുന്നു. കാരണം ട്രൂ കോളറിൻ്റെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ എന്ത് എക്സ്പെരിമെൻ്റ് ചെയ്താലും ഈസിയാണ്, കാരണം ആരും ആപ്പ് തുറക്കാറില്ല. അത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് തന്നെ വെൻ ഇറ്റ്സ് എ ബഗ്, ആൾക്കാർക്ക് ട്രൂ കോളർ ഉള്ളവർക്ക് അറിയില്ല അവരുടെ അടുത്ത് ട്രൂ കോളർ ഉണ്ടെന്ന്. ഇപ്പം എൻ്റെ പേരൻസിനോട് അല്ലെങ്കിൽ എൻ്റെ പേരൻസിനോടൊക്കെ അവർക്ക് ട്രൂ കോളർ ഉണ്ടാവും. ട്രൂ കോളർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല ഇത് എന്താ ആപ്പെന്ന്. അത് ഇങ്ങനെ വന്നിട്ട് അതങ്ങ് പോവുകയാണ് ചെയ്യുക. അതൊരു ഭയങ്കര ചലഞ്ചായിരുന്നു നമ്മളെ സംബന്ധിച്ച്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളായിരുന്നു ആ എക്സ്പെരിമെൻറ്റ്. സോ കൈൻഡ് ഓഫ് ഫൗണ്ടേഴ്സ് ഓഫീസ് പോലെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ റോളിലുള്ള ഏറ്റവും അഡ്വാൻറ്റേജ് അത് ആ ഫൗണ്ടേഴ്സിൻ്റെ ഒപ്പം ഭയങ്കര ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇതുപോലത്തെ സാധനങ്ങൾ പോയി ഫൈറ്റ് ചെയ്ത് ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ അഡീഷൻ. കൊണ്ട് ആ ഫങ്ഷനാലിറ്റി തന്നെയല്ല ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഫോൺ ആപ്പോ മെസ്സേജിങ് പോലത്തെ ഒരു ഇതിലേക്ക് മാറ്റിയല്ലോ. ഇപ്പോൾ ട്രൂ കോളർ നോക്കുമ്പോൾ ഇപ്പോൾ അതിൽ മെസ്സേജസ് ഉണ്ട്. മേ ബി ആ ഒരു ഇതിൻ്റെ ഒരു ഏർലി ട്യൂക്ക് ആയിരിക്കും യു മേ ഹാവ്. സോ ആ എക്സ്പെരിമെന്റ് പരാജയമാണെങ്കിലും അതിൽ നിന്ന് കുറേ സാധനങ്ങൾ ലേണിങ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് കോളിൻ്റെ കോഡ് ബേസിൽ നമ്മൾ ഒരിക്കലും പോയി ഡീപ്പായിട്ട് നോക്കിയിട്ടില്ല. നമ്മൾ ട്രൂ കോളർ എക്സ് എന്നാണ് അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ട്രൂ കോളർ എക്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ കോഡ് ബേസിൽ തന്നെ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇന്ന കോളുകൾ നമ്മൾ മെർജ് ചെയ്യുന്നില്ല അല്ലേ. ബിക്കോസ് ലൈക്ക് നോ വൺ ഹാവ് ഇൻസെൻറ്റീവ് ടു ഗോ ആൻഡ് റീറൈറ്റ് എനിത്തിങ്. സോ വി ഡിഡ് എ ലോട്ട് ഓഫ് റീറൈറ്റിംഗ്. നമ്മുടെ ടീം ഏകദേശം റീഫാക്ടറി ചെയ്യായിരുന്നു എ ലോട്ട് ഓഫ് തിങ്സ് വാട്ട് വി ഡിഡ്. പക്ഷേ ആൻ എക്സ്പെരിമെൻ്റ്, അത് ഇൻറ്റേർണലി എല്ലാവരുടെ അപ്രൂവൽ ഉണ്ടായിട്ടല്ലായിരുന്നു അത് ചെയ്തത്. ലോട്ട് ഓഫ് പുഷ് ബാക്ക് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി സ്വീഡിഷ് അവിടെയുള്ളവർക്ക് ഇതൊരു ഭയങ്കര മെച്യൂർ പ്രൊഡക്റ്റ് ആയിട്ടാണ് അതിനെ കാണുന്നത്. അപ്പോൾ ഞാനായിരുന്നു, അപ്പോൾ ഇതൊരു എ ബി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് എ ബി നമ്മൾ ശരിക്കും ചെയ്ത സാധനങ്ങൾ സബ്സ്ക്രിപ്ഷൻ ആൾക്കാരെ കൊണ്ട് മേടിപ്പിക്കുന്ന സാധനം. ട്രൂ കോളർ ആഡ് റിമൂവിങ്. സോ ഞാൻ പൊതുവേ എ ബി എനിക്ക് ഭയങ്കര ലോജിക്കലായിട്ടൊന്നും തോന്നാറില്ല. സ്റ്റാറ്റിസ്റ്റിക്കലി ഫാലസികൾ കുറേ അതിൻ്റെ അകത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പം ഗൂഗിളിനെ സംബന്ധിച്ച് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോം ടു ഡു ആഡ്സ് ട്രൂ കോളർ ആയിരുന്നു. ബാക്കിയെല്ലാം മെറ്റയുടെ പ്രൊഡക്ട്സ് ആണ്. ഇപ്പം നീ ആലോചിച്ച് നോക്കിയാൽ ഏത് ആപ്പ് കാറ്റഗറിയിൽ എടുത്തു നോക്കിയാൽ ടോപ്പ് മെറ്റയുടെ അല്ലാത്ത ആപ്പുകൾ ട്രൂ കോളർ ഉണ്ട്. എസ്പെഷ്യലി ഇന്ത്യ ആദ്യത്തെ 5 എടുത്താൽ ഡെഫിനറ്റ്ലി ട്രൂ കോളർ ഉണ്ട്, മെറ്റ ഒഴിവാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഗൂഗിളിനെ സംബന്ധിച്ച് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതിലൊന്നും അവർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഗൂഗിൾ ആഡ് ചെയ്യുന്നതിന്, ഗൂഗിളിൻ്റെ ആപ്പിലൊക്കെ ആഡ് ചെയ്യുന്നതിന് അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ആൻഡ് നമ്മളവിടെ ഉണ്ടായിരുന്നത് 200 മില്യൺ, എനിക്ക് 180 മില്യൺ മാവാണ് ട്രൂ കോളറിൻ്റെ മാവ്. മന്ത്ലി ആക്റ്റീവ് മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സ് ആണ് ഉള്ളത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ആഡ്സ് ആണ്. ലൈക്ക് ഐ റിമെമ്പർ ലൈക്ക്
people from Google flying down and teaching us like how to do subscription business, right? Or എവിടെയാണ് ബട്ടൺ വെക്കേണ്ടത്, എന്ത് പറയണം, ലൈക്ക് ഫ്രീ ട്രൈ ഫോർ ഫ്രീ എന്ന് പറയണോ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഫ്രീക്ക് ബോൾഡ് ചെയ്യണം, ഇങ്ങനത്തെ കുറേ എക്സ്പെരിമെൻറ്റ് ഈവൻ ഗൂഗിളിന് വേണ്ടി നമ്മളും ചെയ്തിട്ടുണ്ട്. ഗൂഗിളിന് ഇങ്ങനൊരു ലേണിംഗ് ഉണ്ട്, ഡു യു വാണ്ട് ടു ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ എ ബി ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് കുറച്ചും കൂടിയും ബിഗ്ഗർ സാധനങ്ങളായിരുന്നു. പിന്നെ IM ആദ്യമായിട്ട് ഉണ്ടാക്കുമായിരുന്നു, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആദ്യമായിട്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറേ എ ബി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് ടെക്സ്റ്റ് മെസ്സേജ് വോയിസ് ബട്ടൺ ഈസ് ദ പ്രൈമറി ബട്ടൺ. ഓക്കെ. നീ ക്യാബ് ഡ്രൈവേഴ്സിനൊക്കെ നോക്കി അവർ ഏറ്റവും കൂടുതൽ വോയിസ് സ്ക്രിപ്റ്റ് ഇതായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഇന്ത്യ പോലുള്ള കൺട്രീസ്, ചൈന, അവിടെയൊക്കെ ടൈപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ് റീജിയണൽ ലാംഗ്വേജ്. അവരൊക്കെ ഓഡിയോ ആണ് ഇത്. മറ്റേ ഹൈക്ക് മെസ്സഞ്ചറിലും ഹൈക്കിൽ ഒരു കാലത്ത് അവിടെ എൻ്റർ അടിക്കുമ്പോഴാണ് ടെക്സ്റ്റ് മെസ്സേജ് പോകുള്ളൂ, അല്ലെങ്കിൽ മറ്റേ വോയിസ് ബട്ടൺ ആണ്. അപ്പോൾ വോയിസ് ബട്ടൺ വെച്ചിട്ടായിരുന്നു നമ്മൾ കുറേ എക്സ്പെരിമെന്റുകൾ ചില കൺട്രികളിൽ ചെയ്ത് നോക്കിയത്. അതിൽ കുറേയൊക്കെ സക്സസ് ആയിരുന്നു. ഇത് ഭയങ്കര കൺട്രി വൈസ് ഇത് ഭയങ്കരമായിട്ട് വേരി ചെയ്യും. അപ്പോൾ IM ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ഒരു പുതിയ പ്രോഡക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറേ A/B ടെസ്റ്റ് അതിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബിഗ്ഗസ്റ്റ് വാസ് Truecaller X. ഡ്രാസ്റ്റിക്കലി ചേഞ്ച് വാട്ട് ഈസ് Truecaller. പിന്നെ ഞാൻ ഇതിനെ പറ്റി കേൾക്കുന്നത് Truecaller IPO പോയ സമയത്ത് കുറേ കാശ് റിച്ചായി, പിന്നെ വേറെ ഒന്നും ചെയ്യണില്ല, ആ ഒരു ബോർഡ് പോയിട്ടുള്ള ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ലൈക്ക് ആ ഒരു ഇതിന് Truecaller ഇറങ്ങി. പിന്നെ ഐ തിങ്ക് സെസ്റ്റ് മണി ആയിരുന്നു അല്ലേ, ആ ഒരു എക്സ്പീരിയൻസ്. സെസ്റ്റ് മണി ബാംഗ്ലൂരാണ് ഉണ്ട്, ഐ തിങ്ക് ബാംഗ്ലൂരായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ മെൻഷൻ ചെയ്തു വരുമായിരുന്നു, നിഖിൽ ജോയ് ആയിരുന്നു അവിടെ പ്രൊഡക്റ്റ് ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ Truecaller ഉള്ള സമയത്ത് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാനൊരു പ്രൊഡക്റ്റ് കൺസ്യൂമർ പ്രൊഡക്റ്റ് ആളെ നോക്കുന്നുണ്ട്, കൺസ്യൂമർ സൈഡ് ലീഡ് ചെയ്യാൻ വേണ്ടി, നിന്നെ പോലത്തെ ഒരാളാണ് വേണ്ടത്, നീ എനിക്കൊരു JD എഴുതി തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇരുന്നിട്ട് JD എഴുതിയിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് ഇവന് അയച്ചു കൊടുത്തു. 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് Truecallerലെല്ലാം അടുത്ത് സ്വീഡൻ മടുത്തു തുടങ്ങി. അതൊരു യോഗ സെൻ്ററാണ്. എനിക്ക് ആ ലൈഫ് അന്ന് ഇഷ്ടമല്ലായിരുന്നു, ഇന്ന് ഇഷ്ടമാവുമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര പീസാണ്, എക്സ്ട്രീംലി പീസാണ്. എനിക്ക് കൂടുതലും ഫൗണ്ടേഴ്സ് എന്തെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അധികം നേരം ഓഫീസിൽ ഇരിക്കുന്നതിനാണ്. അതൊരു ഭയങ്കര ഡിഫറെന്റ് കൾച്ചറാണ്. എന്നെ കേവസ് വേണം, പക്ഷെ ഇപ്പം എനിക്ക് വേണ്ട, ഇപ്പോൾ തിരിച്ചു പോയാൽ കുഴപ്പമില്ല. പക്ഷെ അന്ന് അതായിരുന്നു. അപ്പോൾ എനിക്ക് തിരിച്ച് ഞാൻ ഇവിടെ വിളിച്ച് എൻ്റെ മറ്റേ നിഖിൽ ജോയോട് ചോദിച്ചു, എടാ അന്ന് ഞാൻ ഒരു JD തന്നില്ലായിരുന്നു, നീ അത് ഹയർ ചെയ്തോ? ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്കിൽ ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ അങ്ങോട്ട് വരുക, നീ ഹയർ ചെയ്യും. അപ്പോൾ അവന് ഏകദേശം ഒരാൾക്ക് ഓഫർ ലെറ്റർ അയക്കാതിരിക്കുകയായിരുന്നു. അങ്ങനെ വന്ന് ഒരു പ്രാവശ്യം ലിസി ചാപ്മാൻ എന്ന് പറഞ്ഞിട്ട്, സെസ്മണി ഒരു ക്രെഡിറ്റ് പ്ലാറ്റ്ഫോമാണ്, EMI പ്ലാറ്റ്ഫോമാണ്. യു അപ്ലൈ ലൈക്ക് എനി ക്രെഡിറ്റ് പ്ലാറ്റ്ഫോം, ബട്ട് ദ അഡ്വാൻറ്റേജ് വാസ് വി വർ ദെയർ ഓൺ ഫ്ലിപ്കാർട്ട് ആൻഡ് ആമസോൺ. അതായത് ചെക്കൗട്ടിന്റെ സമയത്ത് ഐദർ ബൈ നൗ പകരമായിട്ട് ത്രൂ EMI ബൈ നൗ പേ ലേറ്റർ കാറ്റഗറി. മെയിൻലി വി ഡിഡ് EMI 3 month, 6 month, 9 month EMI. അഡ്വാൻറ്റേജ് വാസ് വി വർ ദെയർ ഓൺ ഫ്ലിപ്കാർട്ട്. പിന്നെ BNPL പിന്നെ RBI എടുത്ത് കളഞ്ഞു, അങ്ങനെ എന്തൊക്കെ ഇല്ല, കുറേ റെഗുലേഷൻ ചേഞ്ച് ഉണ്ട്. ഇപ്പോഴും BNPയിലുണ്ട്, സ്നാപ്മിനുണ്ട്, സെസ്മണി തന്നെ പല ഫോർമാറ്റിലുണ്ട്. എല്ലാവരും BNPയിൽ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇപ്പം. സിമ്പിൾ ക്രെഡിന് അവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് സ്റ്റിൽ ദെയർ, റെഗുലേഷൻസ് ആർ സ്ട്രിഞ്ചന്റ്. അത് മാത്രമേ അതിൻ്റെ. അപ്പോൾ സെസ്മണിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് എത്ര ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ ഒരു? ആക്ച്വലി അവർ കുറച്ചുകൂടി മെച്യൂർ കമ്പനി ആയിരുന്നു. അതായിരുന്നു എനിക്ക് അതിൽ ജോയിൻ ചെയ്യാൻ അത്ര ഭയങ്കര എക്സൈറ്റഡ് ആവാത്തൊരു സാധനം. പക്ഷേ സ്വീഡനിൽ ക്ലാർന എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കാൻ പറ്റുന്ന ഒരു കേസ് സ്റ്റഡിയാണ് ക്ലാർന. സ്വീഡൻ പോലത്തെ ഒരു കൺട്രിയിൽ നിന്ന് ഗ്ലോബലായിട്ടുള്ള ഒരു ക്രെഡിറ്റ് പ്ലാറ്റ്ഫോം അവരുണ്ടാക്കുകയും ഭയങ്കര ടേസ്റ്റുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ക്ലാർന. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ക്ലാർന ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് മൊത്തം ബിൽഡ് ക്ലാർന ഫോർ ഇന്ത്യ എന്നുള്ളതാണ്. ലിസിയോട് സിഇയോട് ഞാൻ സംസാരിക്കുമ്പോഴും എൻ്റെ മൊത്തം പിച്ച്. അങ്ങനെ ലിസിയോട് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെ ഇൻ്റർവ്യൂ അത് മാത്രമായിരിക്കും. അന്ന് എനിക്ക് ലിസിനെ അറിയാം, പക്ഷേ ഇറ്റ് വാസ് നോട്ട് എ ഇൻ്റർവ്യൂ, ബട്ട് ഷി വാസ് വർക്കിംഗ് ആൻഡ് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് റാൻഡം തിങ്സ്. പുള്ളിക്കാരി ഇന്ത്യയിലാണോ? ഇന്ത്യയിലായിരുന്നു. എനിക്ക് മൂപ്പത്തി ചെയ്ത പണ്ടൊരു ഡിജി ബാങ്ക് പ്രോഡക്റ്റ് മൂപ്പത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കോൺവെർസേഷൻസ് ആയിരുന്നു മെയിൻലി. ബട്ട് ദാറ്റ്സ് ദ ഓൺലി ഇൻ്റർവ്യൂ ഐ എവർ അറ്റൻഡഡ് ഇഫ് ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. ദെൻ തിരിച്ചു വന്നിട്ട് അവിടെ എന്ത് റോളായിരുന്നു ഈ സെസ്മണിൽ? എന്തായിരുന്നു? പ്രൊഡക്റ്റ് ഡയറക്ടർ കൺസ്യൂമർ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഡേ ടു ഡേ ലൈഫ് എങ്ങനെയായിരിക്കും ആ ഒരു സെസ്മണിലുള്ള? കൺസ്യൂമർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ആപ്പ് ഇങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ റിലീസ് ചെയ്തിട്ടില്ല.
ഫുള്ളി ചെക്കൗട്ടാണ് ആൾക്കാർ ചെയ്യുക. അപ്പം ഫ്ലിപ്കാർട്ടിലും ആമസോണിലും പോയി മൊബൈൽ നമ്പർ അടിക്കുക, OTP അടിക്കുക, സാധനം കിട്ടി. നിങ്ങൾക്ക് ക്രെഡിറ്റ് വേണമെങ്കിൽ ഒരു ലിങ്ക് വരും, അത് നിങ്ങളൊരു വെബ് ഫ്ലോയിൽ ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു ഫ്ലോ. ഒരു ആപ്പോ റീപേയ്മെൻറ്റിന് ഉള്ള സ്ട്രക്ചറോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ എവരിഡേ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞാൽ ഞാൻ ക്വിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നിട്ട് ഞാൻ റീജോയിൻ ചെയ്തതാണ്. അതൊരു വേറെ സ്റ്റോറിയാണ്. പക്ഷേ ഞാൻ ആദ്യത്തെ വർഷം ചെയ്തത് മൊത്തം ഇതെല്ലാം ഭയങ്കര എല്ലാം ദർ വാസ് സിസ്റ്റംസ് ഇൻ പ്ലേസ് ബട്ട് ഡോണ്ട് ടോക്ക് ടു ഈച്ച് അതർ. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം എൻ്റെ എവരിഡേ ജോബ് വാസ് ടു എൻഷുർ ദാറ്റ് കൺസ്യൂമർ ജേർണീസ് ക്ലബ് ടുഗദർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബാക്ക് എൻഡിൽ ഹാർഡ് കോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇമെയിൽസ് അയച്ചത്. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും എണ്ണിക്കുക, ലിസി ഏതെങ്കിലും ഒരു, ഇപ്പോൾ നീ ഒരു ലോൺ എടുത്തു, നിൻ്റെ ലോൺ നീ അടയ്ക്കുകയും ചെയ്തു, പക്ഷെ നിനക്ക് മെയിൽ വരുവാണ് നിൻ്റെ ലോൺ ഡ്യൂ ആണെന്ന് പറഞ്ഞ മെയിൽ വന്നാൽ ആ കസ്റ്റമർ അപ്പം തന്നെ വിളിച്ച് തിരികെ പറയും. അപ്പോൾ ലിസി രാവിലെ ഇതുപോലത്തെ സാധനങ്ങളായിരിക്കും ഗ്രൂപ്പ് ഇടുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ബാക്ക് എൻഡിൽ നിന്ന് പോകുന്നത്. നോ വൺ നോസ് വാട്ട്സ് ദ ലോജിക് ഇറ്റ് ഗോസ്. സോ വൺ ഓഫ് ദി തിങ് ഫസ്റ്റ് in 2 months I did was to bring it to Clever Tab, Engage kind of a platform, so that there is visibility what goes out. SMS-ലും എല്ലാ സാധനങ്ങളിലും അത് ചെയ്തു. ഒരു യൂസർ ബിഹേവിയർ അനാലിറ്റിക്സ് എങ്ങനെയാണ് യൂസറിൻ്റെ ജേർണി എങ്ങനെയാണ്. അതുപോലെ ലോട്ട് ഓഫ് തിങ്സ് വി ഡിഡ് അറൗണ്ട്. നമ്മുടെ സ്റ്റെപ്സ് ഏകദേശം 30 മിനിറ്റ് ടു 45 മിനിറ്റ് ഹാപ്പി കേസിൽ എടുക്കും ഒരാൾക്ക് ഓൺ ബോർഡ് ചെയ്ത് കഴിയാൻ. 40 സ്റ്റെപ്സ്. അപ്പോൾ ഇതിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്. ആധാർ വെരിഫിക്കേഷനുണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ഉണ്ട്, അങ്ങനെ കുറേ സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്പ് കുറയ്ക്കും, ലോജിക്കലി അതെങ്ങനെ റീപ്ലേസ് ചെയ്യും ഓൺബോർഡിംഗ് ടൈം. അപ്പോൾ ഒരു സാധനം നമ്മൾ ചെയ്ത് ഈ എല്ലാ കമ്പനികളിലും ചെയ്ത ഒരു ഫിലോസഫി ഓഫ് തിങ് ഈസ് ഹൗ ടു ഇൻക്യുബേറ്റ് യൂസേഴ്സ്. അങ്ങനെ വെച്ചാൽ പൊതുവേ ഇപ്പോൾ ക്രെഡിറ്റ് ആപ്പിൽ നീ ജോയിൻ ചെയ്തു, നിന്റെ ക്രെഡിറ്റ് സ്കോർ അന്ന് നല്ലതല്ല, അല്ലെങ്കിൽ നിന്റെ ലൊക്കേഷൻ, നിന്റെ അന്നത്തെ പിൻകോഡ് ഭയങ്കര റിസ്കി പിൻകോഡിലാണ് നീ ഉള്ളത്, അങ്ങനെ ഒരു വാട്ട് എവർ റീസൺ കൊണ്ട് റിജക്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യാം. പക്ഷേ ഒരു യൂസറിനെ അക്യൂർ ചെയ്യാൻ മേ ബി 3000 രൂപ 4000 രൂപയൊക്കെ ക്രെഡിറ്റ് കമ്പനികൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇറ്റ് ഫുള്ളി ഗോസ് ഓൺ വേസ്റ്റ്. അപ്പോൾ നമ്മുടെ മേ ബി കൺവേർഷൻ 3% 4% ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ബാക്കിയുള്ള 95% ഓഫ് ദ യൂസേഴ്സ് see a rejection mail or message. So what we changed is we don't show them rejection as such. We will incubate that user. നിന്റെ ക്രെഡിറ്റ് സ്കോർ ഇന്ന് മോശം, അല്ലെങ്കിൽ ഇതുവരെ നീ ലോൺ എടുത്തല്ലോ, അപ്പോൾ നീ എനിക്ക് ഹൈ റിസ്ക് യൂസറാണ്, പക്ഷെ നാളെ നീ വേറെ അടുത്ത് നിന്ന് ലോൺ എടുക്കുമ്പോൾ യു ആർ എ ഗുഡ് യൂസർ ഫോർ. സോ ദ പോയിന്റ് വെൻ യു ആർ ലൈക്ക് get rejected, I don't show you rejected. Will tell you that ഇപ്പോൾ ക്രെഡിറ്റ് തരാൻ പറ്റില്ല, പക്ഷെ അണ്ണാ നിന്റെ ക്രെഡിറ്റ് സ്കോർ ഇതുവരെ ഇല്ല, അത് ഉണ്ടാക്കേണ്ടത് നമുക്ക്. സോ I take the user to a different value proposition and how we incubate. അപ്പോൾ കോലോയുടെ ഇന്നലെ ജെറിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും മായ ആപ്പൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ നമ്മൾ KCME സംസാരിച്ചുകൊണ്ടിരുമ്പോൾ ഇതായിരുന്നു ഒരു പോയിന്റ്, വേർ ഹൗ യു ഇൻക്യുബേറ്റ് യൂസർ, ബിക്കോസ് അപ്പോൾ എങ്ങനെ അവർക്ക് ഡിലേറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം ക്രെഡിറ്റ് സ്കോർ ട്രാക്കർ അതുപോലത്തെ സാധനമാണ്. അപ്പോൾ പീപ്പിൾ കം ബാക്ക് ആൻഡ് ചെക്ക് ദെയർ ക്രെഡിറ്റ് സ്കോർ അഗെയിൻ. ഇറ്റ്സ് എ ട്രിഗർ ഫോർ us ദാറ്റ് ഇവൻ്റെ ക്രെഡിറ്റ് സ്കോർ നന്നായി. അപ്പോൾ എല്ലായിടത്തും നമ്മളത് ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യരുത്, ഇതൊരു ആഡല്ല. KPH എന്ന കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് 8 കൊല്ലമായി. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പല ഫൗണ്ടേഴ്സും ബിൽഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് $multi-million ഓഫ് റവന്യൂ ആണ് ഇപ്പോൾ എത്തിക്കിട്ടുള്ളത്. ലാസ്റ്റ് 1 ഇയറിലാണ് നമ്മൾ പോഡ്കാസ്റ്റ് രീതിയിൽ പല ആൾക്കാർക്ക് എത്തുന്നത്. പക്ഷേ ഓവർ ദി ഇയേഴ്സ് നല്ല കിട്ടുന്ന പ്രോഡക്ട്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ KPH മാഫിയ എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലാസ്റ്റ് 3 months ആയിട്ട് 50 പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതും ഈ 2025 മാത്രമായിട്ട് 50 പ്രോഡക്ട്സ് ആണ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വിത്ത് ദ യൂസ് ഓഫ് AI ആൻഡ് എവറിത്തിങ് നല്ല കിടിലൻ പ്രൊഡക്റ്റും നല്ല യൂസ് കേസും അറിഞ്ഞിട്ടുള്ള നല്ല പ്രൊഡക്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് തിങ്സ് ആർ ഗോയിങ് ടു ബി റിയലി റാപ്പിഡ് ഫ്രം ഹിയർ ഓൺ. KPH എന്ന കമ്മ്യൂണിറ്റി ഒരുപാട് ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, മീറ്റപ്പ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ ക്ലാസ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്, VC ഡിന്നേഴ്സ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാ ഇവന്റും ഹോസ്റ്റ് ചെയ്യുമ്പോൾ വൺ തിങ് വി ഗെറ്റ് ആസ്ക്ഡ് എ ലോട്ട്, ഹാക്കത്തോൺ. എന്നാണ് KPH ഒരു ഹാക്കത്തോൺ ഹോസ്റ്റ് ചെയ്യുന്നത്? ഫെയർ ക്വസ്റ്റ്യൻ, ദ ടൈം ഇസ് നൗ. യു ആർ ഹോസ്റ്റിംഗ് എ ഹാക്കത്തോൺ. സാധാരണ ഒരു ഹാക്കത്തോൺ പോലെയല്ല 2-3 days ഫുഡ് കഴിച്ച് പിന്നെ പ്രസന്റേഷൻ സ്കില്ല് ബേസിൽ പ്രൈസ് മണി മേടിച്ച് പിന്നെ പ്രൊഡക്റ്റ് ചവിട്ടുകൊട്ടയിൽ ഇട്ടുന്ന ഒരു ഹാക്കത്തോൺ അല്ല. ഇതിൽ ആക്ച്വൽ പ്രൊഡക്ട്സ് ആയിട്ട് ലോഞ്ച് ചെയ്ത് പൊട്ടൻഷ്യലി റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഹാക്കത്തോൺ ഓർഗനൈസ് ചെയ്യുന്നത്. ആൻഡ് വി ആർ ഇൻവൈറ്റിംഗ് യു ടു KPH ഹാക്കത്തോൺ. ഒരു പക്ഷേ കേരളത്തിലെ നാളത്തെ $10-100 million റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഈ ഒരു ഹാക്കത്തോണിൽ നിന്നുണ്ടായിരുന്നു വരാം. KPH ഹാക്കത്തോണിൽ മെന്റേഴ്സ് ആയിട്ട് വരുന്നുള്ളത് നമ്മുടെ പോഡ്കാസ്റ്റ് ഗസ്റ്റും പിന്നെ ആക്ച്വൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുള്ള $multi-million ഫൗണ്ടേഴ്സ് ആണ് നേരിട്ട് മെന്റർ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് വിൽ ബി ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ യുവർ ലൈഫ്. ബിൽഡ്, സ്കെയിൽ ആൻഡ് ഗ്രോ യുവർ പ്രൊഡക്റ്റ്. KPH ഹാക്കത്തോൺ.
അപ്പോൾ സെസ്റ്റ്മണി കമ്പനി ജോയിൻ ചെയ്തു. ഐ തിങ്ക് 1 year കഴിഞ്ഞ് ക്വിറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ആ ക്വിറ്റിംഗ് ജേണി എന്തായിരുന്നു? അത് ഇതുപോലത്തെ കുറേ എക്സ്പെരിമെൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എപ്പോഴും ഞാൻ ചെയ്യുന്ന സാധനങ്ങളുടെ എക്സ്പീരിയൻസ് ഭയങ്കര ഇതാണ്, ഡിലൈറ്റ് ആയിരിക്കണം എക്സ്പീരിയൻസ്. പക്ഷേ സെസ്റ്റ് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രെഡിറ്റ് പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ച് നമ്മുടെ കോമ്പറ്റീഷൻ HDFC SBI ഒക്കെയാണ്. അപ്പം അവിടെ അത്രയും ഡിലേറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ലോൺ എടുക്കാൻ പറ്റിയ ആരും കാശ് എല്ലാവർക്കും വേണം. ലോൺ എടുക്കാൻ ബട്ടൺ ഉണ്ടെങ്കിൽ എവനും ക്ലിക്ക് ചെയ്തോളും. അപ്പം അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ഡിലേറ്റ്ഫുൾ എക്സ്പീരിയൻസുകൾ ബിൽഡ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ലിസിന് ോട് പറഞ്ഞു, അതായത് ഐ ഡോണ്ട് തിങ്ക് ഐ ആഡ് വാല്യൂ, ദിസ് മേക്ക് സെൻസ്, ലൈക്ക് ദിസ് എ ഗ്രേറ്റ് ബിസിനസ്, ഐ വിൽ ഇൻവെസ്റ്റ് മണി, ബട്ട് ഇറ്റ് ഡസൻ മേക്ക് സെൻസ് ഫോർ മീ ടു വർക്ക് ഓൺ ഇറ്റ്. ഇറ്റ് ഡസൻ എന്താ പറയുക, ഉണ്ടാക്കി തരുന്നൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് അല്ല എന്നെ സംബന്ധിച്ച്. അപ്പോൾ എല്ലാവർക്കും ഒരു യൂട്ടിലിറ്റേറിയൻ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വേണ്ടത്. ബേസിക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, ലോൺ അടയ്ക്കാൻ പറ്റുന്നുണ്ടോ, ഇത്രയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് മാസ്റ്ററി എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ജോയിൻ ചെയ്തത്. മാസ്റ്ററി അവിടെ നമ്മൾ ബേസിക്കലി ഇംഗ്ലീഷ് ഓൺലൈൻ 1:4 റേഷ്യോയിൽ ടീച്ചേഴ്സിനെ വെച്ച് ട്രെയിൻ ചെയ്യുന്ന പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിൽഡ് ചെയ്തത്. റിയലി ഗുഡ് കോണ്ടന്റ്, ലൈക്ക് ഐ റിയലി ലവ് ദ കോണ്ടന്റ് ദേ ക്രിയേറ്റഡ്. നമ്മൾ കൽക്കി ഹിന്ദി ആക്ട്രസ് ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ്, ബട്ട് കൽക്കിയാണ് ഒരു ബ്രാൻഡ് അംബാസിഡറും ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. റിയലി ഗുഡ്. 1.5 lakh ആയിരുന്നു നമ്മുടെ 1 year കോഴ്സ് ഫീസ്, ആൻഡ് എസ്പെഷ്യലി ഫോർ സ്കൂൾ സ്റ്റുഡൻസ്. അവിടെ നമ്മൾ കുറേ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. കാരണം 0 to 1 ആയിരുന്നു. എവറി വീക്ക് ദർ വിൽ ബി എ ന്യൂ പ്രൊഡക്റ്റ്, നോട്ട് ലൈക്ക് A/B test. There is new type of product we try out. Great learning. 6 മാസം കഴിഞ്ഞപ്പോഴത്തേനും അതും വേറെ കമ്പനി അക്വയർ ചെയ്യാൻ പോയി. കമ്പനി നല്ല സ്റ്റോറീസ് ഉണ്ട്, ബാഡ് സ്റ്റോറീസ് ഉണ്ട്. എനിക്കതിന് ജസ്റ്റ് തിരിച്ചു വന്നിട്ടുള്ള കുറേ ബാഡ് സ്റ്റോറീസ് ഉണ്ട്. ബട്ട് ഇൻ ജനറൽ ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര ഇതാണ്. അതൊരു എനിക്കറിയില്ല നല്ലതാണ് ചീത്തയാണെന്ന്, പക്ഷേ അത് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെയും അൺഅക്കാഡമി അക്വയർ ചെയ്തപ്പോഴാണ് ഞാൻ ക്വിറ്റ് ചെയ്തത്. എനിക്ക് അൺഅക്കാഡമി എൻ്റെ റെസ്യൂമേ വേണമെന്ന് ഇല്ലായിരുന്നു. ദാറ്റ് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ സെല്ലിംഗ് ഈസ് നോട്ട് സംതിങ് ഐ എം കംഫർട്ടബിൾ വിത്ത്. സോ ഐ ലെഫ്റ്റ് അൺഅക്കാഡമി. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു. then I left. വീണ്ടും then I called ലിസി again. ലിസി, ഞാൻ ഇങ്ങനെ ഇവിടെ വിട്ടിട്ട് തിരിച്ചു വന്നാലോ എന്ന് ആലോചിക്കാം. അപ്പോൾ ആക്ച്വലി വി ഹാഡ് നൈസ് തിങ്സ് ടു ബിൽഡ് അറ്റ് സെസ്റ്റ്. ലൈക്ക് ആ 6 മാസത്തിൽ ചേഞ്ചായ വലിയൊരു സാധനം അതായിരുന്നു. നമുക്ക് കുറച്ചും കൂടിയും പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണമായിരുന്നു. അതിന് മുമ്പ് ലോൺ വരുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. യൂസറിനെ കുറിച്ച് നമ്മൾ സെസ്റ്റിൽ ആദ്യത്തെ ഒരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, യൂസർ ഡസൻ മാറ്റർ, നമ്പർ ഓഫ് ലോൺസ് മാറ്റർ. സോ ബിക്കോസ് എവരി വൺ നീഡ്സ് ലോൺ, ഇറ്റ്സ് ഈസി ടു ഗോ ഇൻ ദാറ്റ് റോഡ്. Later what we realize it, there is less people who can get a loan in India. So can we build more retention? Can we, so number of loan per user we never tracked till then. That became a key metric. Then now it makes sense. I can add value there, right? Build a great experience, incubate that customers, build more stuff that will engage with the customer. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ അവിടെ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിച്ചിലാണ് ഞാൻ പിന്നെ ലിസിയോട് ഐ വിൽ കം ബാക്ക്. ദെൻ ഞാൻ വന്നിട്ട് ആദ്യമേ എഗെയിൻ കൺസ്യൂമർ പ്രൊഡക്റ്റ് തന്നെ ലീഡ് ചെയ്തു. ലേറ്റർ നിഖിൽ ലീവ് ചെയ്തപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് ആ സമയത്ത് 22 പ്രൊഡക്റ്റ് മാനേജേഴ്സ് ഉണ്ടായിരുന്നു. സോ ഹ്യൂജ് ടീം. ലൈക്ക് വെൻ ഐ ജോയിൻ ഇറ്റ് വാസ് 150 people ടീം. ആദ്യമേ ഇത് ചെയ്തപ്പം അറ്റ് എ പീക്ക് ഇറ്റ് വെൻ ടു 480-500 people ടീം. ദെൻ it went down to 150 again. So ആ എല്ലാ സ്റ്റേറ്റും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് സെസ്മനിലെ ഇത്തിരി ഡബിൾ ടാപ്പ് ചെയ്താൽ കൊള്ളാന്നുണ്ട്. കാരണം കാണുന്ന ഓഡിയൻസ് ആണെങ്കിലും ഈ പ്രൊഡക്റ്റ് മാനേജ്മെന്റും അങ്ങനത്തെ കുറേ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടല്ലോ. സോ ഫ്രം യു മൈറ്റ് ഹാവ് ഇന്ററാക്ട് വിത്ത് ലോട്ട് ഓഫ് ഡെവലപ്പേഴ്സ്, ഡിസൈനേഴ്സ്, ഷിപ്പ് ലോട്ട് ഓഫ് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് എനിക്ക് കുറച്ചുകൂടി ഡീപ്പ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇതിൽ ഹൗ ഡിഡ് യു ബിൽഡ് ദ ടീം in order to get things off the ഇത്? So hiring wise, one of the thing I look at people is, do they have common sense? I usually don't ask any product management question. In generally, so my favorite question to ask is like, how many red cars in India right now on road? Red cars. Or like, so how you debug that gives me idea that do you have common sense, right? How many red cars? So it's a method. Like there is no right or wrong answer, and I don't think anyone have answer.
some people go and say a number. Some people says, oh, ഇന്ത്യയിൽ ഇത്ര പോപ്പുലേഷൻ, ഇത്ര ആൾക്കാർ, ഇത്ര പേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, ഇത്ര ആണ് ഇതിൻ്റെ നമ്പർ. അപ്പം അതിൽ കേരള ആണെങ്കിൽ റെഡ് കാർഡ്സ് കൂടുതലായിരിക്കും, ഇങ്ങനെയായിരിക്കും. അപ്പോൾ പീപ്പിൾ ഗോ ഡീപ്പ് ആൻഡ് യു സ്റ്റാർട്ട് ആസ്കിങ് ഡബിൾ more questions. I am not looking at an answer there. Like, I just want to see how you think. And some are crazy way of doing it. അപ്പോൾ ഒരുത്തം പറയാണ്, ഞാൻ എല്ലായിടത്തും സ്ട്രീറ്റിലും ക്യാമറ വെച്ചിട്ട് 10,000 എടുത്ത് ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ട്രാക്ക് ചെയ്യും, എന്നിട്ട് ഞാൻ ആ ഡേറ്റ വെച്ചിട്ട് ഇത് ചെയ്യും. ദാറ്റ്സ് എ വൺ വേ ടു ഡു ഇറ്റ്. ലൈക്ക് ദെൻ യു ആസ്ക് മോർ ക്വസ്റ്റ്യൻ, ദെൻ ഇറ്റ് നീഡ്സ് ദിസ് മച്ച് എമൗണ്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ. സോ ജനറലി അവർ ഹയറിംഗ് വാസ് പ്യുവർലി അബൌട്ട് ഹൗ യു തിങ്ക്. One thing, maybe kudos to ISB, Indian School of Business. നമ്മൾ IIM നിന്ന് ഹയർ ചെയ്തിട്ടുണ്ട്, ISB നിന്ന് ഹയർ ചെയ്തിട്ടുണ്ട്. Always hiring from ISB was really nice. Because this is mostly people who worked somewhere, then went and did a MBA. എനിക്ക് തോന്നുന്നു എല്ലാ ഫൗണ്ടേഴ്സും അത് പറയുമായിരിക്കും. ISB എന്ന് വരുന്ന ആൾക്കാർക്ക് കോമൺ സെൻസ് ഭയങ്കര ഇതാണ്. ദേ നോ ഹൗ ടു ഗെറ്റ് തിങ്സ് ഡൺ, ദേ നോ ഹൗ ടു ലുക്ക് അറ്റ് എ പ്രോബ്ലം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ പ്രോബ്ലം കണ്ടു, അപ്പോൾ തന്നെ ഒരു ഫ്രെയിം വർക്ക് എടുത്തു, ആ ഫ്രെയിം വർക്കിൽ സാധനങ്ങളിട്ട് ഔട്ട്കം. ഐ തിങ്ക് ISB കിഡ്സ് ആർ നോട്ട് ലൈക്ക് ദാറ്റ്. ദേ ലുക്ക് അറ്റ് പ്രോബ്ലം വെരി, ദേ ഗോ ഡീപ്പർ വിത്ത് ദാറ്റ് പ്രോബ്ലം ദാൻ സൊല്യൂഷൻ. അപ്പോൾ അതൊരു ഭയങ്കര ഡിഫറൻസ്. ഹയറിങ്ങിൽ മോസ്റ്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കോമൺ സെൻസ് ആൾക്കാരുടെ ഇത് ചെയ്യുക, എത്ര ഓണർഷിപ്പ് ആൾക്കാർക്ക് ഉണ്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ മെഷർ ചെയ്യാനുള്ള മെത്തേഡ്, ഇതൊന്നും ബെസ്റ്റ് മെത്തേഡാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് സം ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് ദേ ഹാവ് ഓണർഷിപ്പ്. ഫസ്റ്റ് 90 days എങ്ങനെയായിരിക്കും? In generally dealing with people, I have two methods. One is I will trust you. Second is I will micromanage you. And I micromanage not in a bad sense. I think that everyone should do micromanagement. So one is the first 90 or 30 days is to prove that I can trust you. So there is some product managers, ഞാൻ മലയാളത്തിൽ പറയുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് മാനേജേഴ്സ് കേട്ടിട്ട് ചിലപ്പോൾ മനസ്സിലാക്കി കളഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചിരുന്നത്. ബട്ട് 30 ദിവസം നമ്മൾ നോക്കുക എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന ഡിസിഷൻസിൽ, ആൻഡ് ദേ വിൽ ബി ഡൂയിങ് ബ്ലണ്ടേഴ്സ്, ദേ വിൽ ഡൂയിങ് സ്മാർട്ട് വർക്ക്, ബട്ട് ഡു ദേ ടേക്ക് ഓണർഷിപ്പ് ഓഫ് ദാറ്റ്? It's totally okay if you make mistakes, but do you really thought through it? അപ്പോൾ അത് പ്രൂവ് ചെയ്താൽ ഞാൻ പൊതുവേ അവരെ ലെറ്റ് ഗോ ചെയ്യും. അവരുടെ റോഡ് മാപ്പ് ഞാൻ മേ ബി വീക്കിലി ഒരിക്കലോ അവരെന്താണ് ചെയ്യുന്നതെന്നൊക്കെ വീക്കിലി ഒരിക്കലാണ് ഇത് ചെയ്യുക. ബാക്കിയുള്ള PMs ഓൾമോസ്റ്റ് എവറി ഡേ ഐ ക്യാച്ച് അപ്പ്. ലൈക്ക് ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇതെന്തായി, അതെന്തായി, ഒരു ഹാൻഡ് ഹോൾഡിംഗ് വേണ്ടി. സോ ചില PRD ഞാൻ വായിക്കുകയും കൂടി ഇല്ല. റിക്വയർമെന്റ് ഡോക്യുമെന്റ്, നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് പൊതുവേ ഒരു PRD ഉണ്ടാക്കിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ PRD ഡിസൈന് ഞാൻ ചിലപ്പോൾ ഡിസൈൻ ഞാൻ കണ്ടിട്ടുണ്ടാവും, PRD ഞാൻ വായിച്ചിട്ടുണ്ടാവും. ഡിസൈൻ കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഇതെന്താ പ്രൊഡക്റ്റ് ഫ്ലോ എന്ന്. പക്ഷേ ചിലരുടെ PRD ഞാൻ കുറേ പ്രാവശ്യം വായിക്കും. കാരണം എങ്ങനെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്, ആ ഡേറ്റ വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ, വേറെ ഫീച്ചറുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടോ, ഇതുപോലത്തെ എല്ലാ സാധനങ്ങളും പൊതുവേ ഇത് ചെയ്യും. ഐ വാസ് നെവർ എ ഹാൻഡ്സ് ഓൺ മാനേജർ. ഞാൻ കൂടുതലും സൊല്യൂഷൻസ് കൊടുക്കുന്നതിന് വരെ അവരെന്താ ചെയ്യുന്നതെന്ന് മാത്രമായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഫോൾ ഫ്രം ദ ക്ലിഫ്, ബിൽഡ് എ എയറോപ്ലെയിൻ ഓൺ ദ വേ ഡൗൺ ആണ് എൻ്റെ പൊതുവെയുള്ള അപ്രോച്ച്. എല്ലാ PMസിൻ്റെ 90 days അവരെ തള്ളിയിടലാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല സാധനം. അപ്പം ഒരാളോട് ഇപ്പം ഫെലിക്സ് ജോയിൻ ചെയ്യുക എൻ്റെ ടീമിൽ, മോസ്റ്റ് ലൈക്ലി I will talk to you for 3 hours, 4 hours about a feature. Let's say നമ്മൾ അതിൻ്റെ അകത്ത് ഷോപ്പിംഗ് ഫീച്ചർ ചെയ്തു സെസ്റ്റിൻ്റെ അകത്ത്. അതെന്തുകൊണ്ടാണ്, അതെങ്ങനെയാണ് ക്ലാറിന ചെയ്യുന്നത്, ക്ലാറിന ചെയ്തപ്പോൾ ഇതൊക്കെ ചെയ്തു, നീ ഈ ആപ്പ് കണ്ടോ, ഇതിൽ ഇങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ബി വെരി റാൻഡം 3 or 4 hour conversation. Then like go and see what others are doing. Then maybe people call it market research and everything. Then come back with a solution, what we can build in our context, what makes sense. അപ്പോൾ ദെൻ ഐ സ്റ്റാർട്ട് ക്വസ്റ്റ്യനിങ്, ഇതെങ്ങനെയാണ്, അതെന്താ ഇത് ആലോചിക്കാത്തത്, അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഇപ്പോൾ പേയ്മെൻറ്റ് ഫെയിൽ ചെയ്തിട്ട് നമ്മുടെ ഷോപ്പിങ്ങിലാണെങ്കിലോ, എന്നിട്ട് നമ്മൾ ഹൗ മച്ച് ദേ തോട്ട് ത്രൂ ഐ വിൽ ഗെറ്റ് ആൻ ഐഡിയ. ആൻഡ് പീപ്പിൾ ഓൾസോ സ്റ്റാർട്ട് തിങ്കിങ് അറ്റ് ദാറ്റ്. ദാറ്റ്സ് നോട്ട് എ പോയിന്റ് ഐ വിൽ ജഡ്ജ് പീപ്പിൾ, ദാറ്റ്സ് എ ഫസ്റ്റ് experience they have, but in first thing I might not judge, but by the third problem statement I will make a judgment about that person. That's usually I intentionally try to do. പക്ഷേ അല്ലാണ്ട് ജഡ്ജ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഈസിയാണ്, അതുകൊണ്ട് ഇത് ചെയ്യാം. So 30 days is usually I push you to pick up a problem statement and find a solution. വളരെ അപൂർവമായിട്ട് അല്ലാണ്ട് ഡയറക്റ്റ്ലി വന്ന എന്തെങ്കിലും ഒരു ബഗ് ഫിക്സിങ്ങിലോ അല്ലെങ്കിൽ ഉള്ള ഫീച്ചറിൽ ആൾക്കാർ വർക്ക് ചെയ്യാറ്. പൊതുവേ നമ്മൾ ഹയർ ചെയ്യുമ്പം
പുതിയ ഫീച്ചറിനോ പുതിയ ഏരിയയ്ക്ക് വേണ്ടിയാണ് ഹയർ ചെയ്തിട്ടുള്ളത് എപ്പോഴും. നോട്ട് എക്സാക്ട്ലി ഇപ്പം ഇങ്ങനെ ഒരു ഫീച്ചറുണ്ട് അതിൻ്റെ ആൾ PM പോയി വേറെ ആൾ വേണം. അത് മോസ്റ്റ് ലൈക്ലി വിൽ ബി ഗുഡ് ടു ബി ടേക്കൺ ഓവർ ബൈ സമ്മൺ എൽസ് ഇൻ ദ ടീം ഇറ്റ് സെൽഫ്. അപ്പം അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എപ്പോഴും കിട്ടും. PM അവൻ ആള് കോഡ് ചെയ്യാൻ അറിയണം എന്ന് നിർബന്ധമുണ്ടോ അങ്ങനെ ഒരു കോൺവെർസേഷൻ? കോഡ് എത്ര അറിയുന്നോ ഈവൻ നോളജ് ഇൻ ജനറൽ ഇസ് ബെറ്റർ. It's not just coding. It's if you know design as well, you will have better solutions. It limits you if you don't know tech. Most likely, it limits you what all you can do with tech. But when you know a lot of tech, you will think in boundaries. അതൊരു പ്രശ്നമാണ്. സോ അങ്ങനെ ഒരു ഡയറക്റ്റ് ആൻസർ ഇല്ല അതിന്. മോസ്റ്റ് ലൈക്ലി ഗുഡ് PMs I seen in my life, they all are makers. They can build stuff. So when they write the spec, it might have what are response I need in the front end for this API. അങ്ങനെ എഴുതുന്ന PMs. ഞാൻ എൻ്റെ പൊതുവെയുള്ള PRDയിൽ ഞാൻ എന്താണ് APIയിൽ ഔട്ട്കം വേണ്ടതെന്നാണ് ആദ്യം എഴുതുക. അപ്പോൾ ബാക്ക് എൻഡ് ഡെവലപ്പറിന് അത് ഈസിയാണ് ആർക്കിടെക്ട് ചെയ്യുമ്പോൾ ഇതാണ് എനിക്ക് കൊടുക്കേണ്ട ഡേറ്റ, അപ്പോൾ ഞാൻ ഇതിങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നൊക്കെ ഉള്ളത്. ബട്ട് ഇറ്റ്സ് ഗുഡ് ടു ഹാവ് ആൻഡ് എവറിത്തിങ്. ലൈക്ക് ഇഫ് യു നോ ആന്ത്രപ്പോളജി ഇസ് ഗുഡ്, ഇഫ് യു നോ ഡിസൈൻ ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഏതൊക്കെ ലൈക്ക് യു സെറ്റ് ഇപ്പോൾ കോഡിംഗ് ഒരു വൺ ഓഫ് ദ പാത്ത് ടു ഇതായി ഒരു മേക്കർ മൈൻഡ് സെറ്റ് ഒരു വൺ ഓഫ് ദ പാത്ത് ടു PM റോളാണ്. വേറെ ഏതൊക്കെ ട്രജക്ടറീസ് ആണ്, ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് PM ആയ എക്സൽ ചെയ്യാൻ പറ്റുക? ആ ഒരു ഇത് കുറച്ച് ഫിലോസഫിക്കൽ എന്നൊക്കെ തോന്നുമെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇതാണ് എനി ഇന്നോവേഷൻ, നോട്ട് ഈവൻ PM, എനി ഇന്നോവേറ്റർ, എനി വൺ ഹു ബിൽഡ് സ്റ്റാഫ്, പ്രൊഡക്റ്റ് ബിൽഡർ, പ്രൊഡക്റ്റ് മാനേജറിനെക്കാളും ഇവരെല്ലാവരും എനിക്ക് ഞാൻ റീഡ് ചെയ്യാറ് പ്രൊഡക്റ്റ് ബിൽഡേഴ്സ് എന്നുള്ള സാധനമാണ്. ഇപ്പം കിരണിൻ്റെ സാധനങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ KJ ഗോപികയുടെ സാധനങ്ങൾ കാണുമ്പോഴൊക്കെ ഇവരൊക്കെ പ്രൊഡക്റ്റ് ബിൽഡറാണ്. ഒരു one day if they have to build, they will build. Now they have two people to build. That's the difference. അപ്പോൾ ഇതിൽ ജനറലി ഒരു മെറ്റ സാധനം ഞാൻ എല്ലാവരോടും പറയാറ്, ഹൗ മച്ച് ഫിക്ഷൻ യു റെഡ് ബേസിക്കലി ഹെൽപ്സ് യു ഇൻ becoming a better product builder, product manager, better husband, better. So it's very meta, but the thing is how much imagination you have, right? So when you read a lot of fiction and watch a lot of movies, you have build better imagination. Like any innovation need imagination. Any innovation need play. ഇന്നോവേഷൻ നാളെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ് കലണ്ടറിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊരു കുറേ സാധനം പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധനം. അപ്പോൾ ഇവരോടൊക്കെ ഞാൻ പൊതുവേ എന്നോട് പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് പഠിക്കണം എന്ന് പറയുന്നവരോട് ആദ്യം പറയാറ് റീഡ് മോർ ഫിക്ഷൻ. ഇറ്റ് ഗീവ്സ് യു ഇമാജിനേഷൻ, റൈറ്റ്? അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ സൊല്യൂഷൻ ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഈ ആപ്പിൽ ഇന്ന യൂസർ ഇന്ന ജേർണി പോയാൽ എന്ത് സംഭവിക്കുമെന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു മെഷർ ചെയ്യാൻ പറ്റുന്നൊരു സ്കില്ലും അല്ല. അപ്പോൾ മെറ്റ ലെവലിൽ അതാണ്. റൈറ്റിംഗ് എത്രമാത്രം യൂസ്ഫുൾ ആണ്? റൈറ്റിംഗോ ആ ഒരു വൊക്കാബുലറിയോ അങ്ങനെ? Language in general helps you think clearly. Vocabularies, languages. Javed Akhtar's ഒരു കോമഡി ഉണ്ട്, you know what I mean, is usually when you struggle with like vocabulary and clarity of thought. Clarity of thought comes from how much you know, how much words you know, how much vocabulary you know. ഇത് ഭയങ്കരമായിട്ട് ക്ലാരിറ്റി ഓഫ് തോട്ടിനെ ഇത് ചെയ്യും. എഴുതുന്ന സാധനത്തിൽ ഞാൻ PMCയിൽ അല്ലെങ്കിൽ പൊതുവേ ടെക് റോളുകളിലൊക്കെ കാണുന്നൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ എത്ര ക്ഷമയുണ്ട് ഇരുന്ന് എഴുതാനുള്ളത്. എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതും കൂടി എഴുതിയാൽ നല്ലതെന്ന്. പക്ഷേ മേ ബി നീഡ്സ് ഇപ്പം AI വന്നതിന് ശേഷം അത് കുറേ മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് എഴുതാനുള്ള ക്ഷമ ആണ് PMCയിൽ വേണ്ട ഒരു സാധനം. എഴുതാനുള്ള വൊക്കാബുലറിനേക്കാളും ക്ഷമയുണ്ടോ എന്നുള്ള സാധനമാണ്. അപ്പോൾ എൻ്റെ എഴുത്തിൽ വൊക്കാബുലറി എനിക്ക് വലിയ ചലഞ്ചല്ല. പക്ഷേ എനിക്ക് പറയുമ്പോൾ വൊക്കാബുലറി ഭയങ്കര നമ്മൾ നേരത്തെ സംസാരിച്ച സാധനം അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ വൊക്കാബുലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതാനുള്ള ക്ഷമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് വിൽ വെൻ യു റൈറ്റ് ക്ലാരിറ്റി വിൽ ഹാപ്പൻ. ബാക്ക് ടു ദ PM. അതിൽ നമ്മളിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മാനേജറിനൊരു റോളുണ്ട് ആൻഡ് ഒരു AI ഫസ്റ്റ് വേൾഡിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വേൾഡിൽ PM എന്ന റോൾ എങ്ങനെ ഇവോൾവ് ചെയ്യും എന്നുള്ളൊരു തോട്ട്. സോ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ PMസിനോടും ഞാൻ അല്ലെങ്കിൽ എപ്പോഴും പറയാറുണ്ട്, ആൻഡ് നമ്മൾ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, PM ഈസ് എ ബുൾഷിറ്റ് ചീഫ്. ലൈക്ക് if business team and product team can or engineering team can talk to each other in a good language, respectable manner, then there is no PM needed, right? And I always thought it's a bullshit job. Even I was doing that job. I tell my team that build something. That's the nothing else matters. But it changed drastically. I don't have I still have that theory, but at the same time not as strong as when we had the conversation. Because
tech became a commodity now. So in the AI world, if you have you can clearly write what you need, and you can write it in a PRD, product requirement document structure, you most likely get better outcome. So I thought PM jobs will die down, but looks like PM job is the job that getting more traction than AI jobs. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, എഐക്ക് ശേഷം ഏറ്റവും കൂടുതൽ കട്ട് ചെയ്ത ജോബുകൾ കുറേ സ്റ്റാറ്റിസ്റ്റിക്സിൽ AI എഞ്ചിനീയേഴ്സ് ആണ് പോയേക്കുന്നത്. ബട്ട് വൺ തിങ് ഐ എം സീയിങ് ലൈക്ക് ഗ്രോയിങ് ഈസ് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് റോൾസ്. It's nothing else, the clarity they can, the imagination they have, the structured way they can tell the mission that what they expect. അത് പലപ്പോഴും എഞ്ചിനീയേഴ്സിന് തന്നെ ഭയങ്കര പാടായിരിക്കും, കാരണം that's not their core skill. PMs have really good advantage. That's what happened drastically in last 3 years. എൻ്റെ ഒരു കൗണ്ടർ തോട്ട് വെച്ച് കഴിഞ്ഞാൽ PM സ്കില്ല് കുറച്ച് അറിഞ്ഞ് പ്ലസ് ഓപ്പറേഷൻ വിച്ച് പ്ലസ് AI കേപ്പബിലിറ്റി ഉള്ളൊരു മിക്സ് ഓഫ് കോമ്പിനേഷൻ ഉള്ളതോ. അവിടെ ദേ കുഡ് ബി ഏബിൾ ടു ഫിഗർ ഔട്ട് വാട്ട് ഈസ് ഓപ്പറേഷനലി ലാക്കിംഗ് ഇൻ ഓർഗനൈസേഷൻ ആൻഡ് മേക്ക് ഇന്റേണൽ ടൂൾസ് ആൻഡ് വാട്ട് നോട്ട്. ആ ഒരു സ്കോപ്പ് കൂടുന്നു തോന്നുന്നുണ്ട്. വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ്? ഓപ്സ് റോളിന് ഒരു എക്സാമ്പിൾ പറയുന്നത്, എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊക്കെ തന്നെ ഒരു റിപ്പീറ്റേറ്റീവ് കുറച്ച് സാധനം വിചാരിക്കാം. അപ്പോൾ അവിടെ കുറേ മാൻ ഹോൾഡിങ്ങോ അല്ലെങ്കിൽ അവിടെ ഓൾറെഡി കുറേ ടൈം കുറേ പോണ സംഭവമാണ്. അത് ഈ പറഞ്ഞ ടൂൾ വെച്ച് ബിൽഡ് ചെയ്ത് സോൾവ് ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ അതിനുള്ള ബാൻഡ് വിഡ്ത്ത്, അതിനുള്ള ടൈം സ്പേസും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആ റോളിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ ദേ കുഡ് കം ഇൻ ടു ദ ഓർഗനൈസേഷൻ, ഫിഗർ ഔട്ട് വാട്ട് ഈസ് ലാക്കിംഗ്, ദെൻ മേക്ക് സം ടൂൾസ് ആൻഡ് ബിറ്റ്സ്. ആ ഒരു തോട്ട് ഞാനിപ്പോൾ കണ്ട സാധനം പറയാം. ഇപ്പം ടിങ്കർ ഹബിൽ 35 ടൂൾസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം മെയിൽ ചിമ്മിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് ടിങ്കർ ഹബിൻ്റെ അകത്ത് മെയിൽ ഗൺ ഡോട്ട് ലവബിൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ, ഇതുപോലത്തെ ഓപ്സ് ആളുകൾ മാത്രം റൺ ചെയ്യുന്ന സാധനമാണ്. പക്ഷേ മെയിൽ ഗൺ ഞാൻ ഉണ്ടാക്കിയ, പക്ഷേ മോസ്റ്റ് ഓഫ് ദാറ്റ് ടൂൾസ് ആർ ബിൽഡ് ബൈ ലൈക്ക് കുര്യൻ ഓർ റീം ഓർ ഹൂവർ വർക്ക്സ് ദെയർ ഇൻ ദാറ്റ് റോൾ. ഞാൻ ജോക്കിംഗ്ലി പറയുന്നൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, അതുപോലത്തെ ഓപ്സിലെല്ലാം വാട്ട് ഗോണ ഹാപ്പൻ ഈസ് ഒരു കണ്ടക്ടർ ആയിരിക്കും കണ്ടക്ടറിന് വേണ്ടി ആപ്പ് ഉണ്ടാക്കാനുള്ള ബെസ്റ്റ് പേഴ്സൺ. എന്നും അങ്ങനെയായിരുന്നു, ഇത് ഇന്നല്ല. പക്ഷേ ടെക് വാസ് ദ barrier. Not anymore. Now maybe mostly English. Will it be scalable product? Vibe coding have its own limitation. ഈ എല്ലാ ആർഗ്യുമെൻറ്റും അവിടെ ഉള്ളപ്പോൾ തന്നെ maybe think about 5 years. That's how I look at it. നമ്മൾ കാരണം 2 വർഷം മുമ്പ് നമ്മൾ ഈ കോൺവെർസേഷൻ നടത്തുമ്പോഴും എൻ്റെ ആർഗ്യുമെൻറ്റ് മറ്റേതായിരുന്നു, PMs are bullshit job. It changed drastically. ഇപ്പം ഈ വൈബ് കോഡിങ് തന്നെ ഇപ്പം ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ 8 മാസമായിട്ടുള്ളൂ ഇത് ഭയങ്കര സംഭവമായിട്ട്. ഇപ്പോൾ കഴ്സറിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റും ലവബിൾ ഇത്രയും ബെറ്റർ ആയിട്ട് 8 മാസമേ ഉള്ളൂ. പക്ഷെ 8 മാസം എന്തൊക്കെ സംഭവിച്ചു, എത്ര ഹാക്കത്തോൺസ് നടന്നു. ഇപ്പോൾ വൈബ് കോഡിങ്ങിൽ ടിങ്കർ ഹബ് ഒരു ഹാക്കത്തോൺ നടത്തുന്നുണ്ട്. 60 പേർക്കായിരുന്നു സീറ്റ്, 560 പേരാണ് അപ്ലൈ ചെയ്തത്. ഇറ്റ് ബിക്കെയിം എ തിങ് നൗ. സോ ഇറ്റ്സ് ഹ്യൂജ് ഹാപ്പനിങ്. അപ്പോൾ ഓപ്സ് റോളിൽ ഉള്ളൊക്കെ എനിക്ക് തോന്നുന്നത് മേ ബി ആ റോളിലുള്ള ആളായിരിക്കും ഇത് ചെയ്യുക. പക്ഷേ കൺസ്യൂമർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ B2B പ്രൊഡക്ട്സ്, ടൂൾസ് ദാറ്റ് യു ക്യാൻ സെൽ ടൈപ്സ്, I think a PM will be in a better position to build it as of today. ഇത് ഈ പോഡ്കാസ്റ്റ് ഇറങ്ങുന്ന ദിവസം തന്നെ ഇത് മാറാം, കാരണം ടൂൾസ് അങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ആസ് ഓഫ് ടുഡേ PMs, ആൻഡ് ഐ സീൻ എ ലോട്ട് ഓഫ് മൈ PMs ഡൂയിങ് സ്റ്റഫ്. ഇപ്പം എൻ്റെ കൂടെ ചില്ലറി വർക്ക് ചെയ്ത്, സെസ്റ്റ് മണി വർക്ക് ചെയ്ത്, ട്രൂ കോളർ ഒക്കെ എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പും സാധനങ്ങളും അവർ ബിൽഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യും. എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ PMസിനും ഞാൻ ബിൽഡേഴ്സ് ആക്കിയിട്ടുണ്ട്. അവരെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യിപ്പിക്കാറ് ഉണ്ട്. അതുകൊണ്ട് അവരെല്ലാവരും എന്തെങ്കിലും ബിൽഡ് ചെയ്യുന്നതും അവർ ഷെയർ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അവിടെ I see clearly great products coming because they have the patience to write. നീ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ അവരെ പ്രോംസ് എടുത്തിട്ട് നോക്കിയാൽ മതി. എപ്പോഴും പിള്ളേർ പ്രോംസ് ഭയങ്കര ചെറുതായിട്ടാണ് എഴുതുക, ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ള ക്ഷമ ആർക്കും ഇല്ല. ഇപ്പം ഞാൻ നിന്നോട് ബിരിയാണി എന്ന് ചോദിച്ചാലും, എവിടെ നല്ല മലബാർ ബിരിയാണി ചോദിച്ചാലും, ബിരിയാണി എവിടെ നല്ലത് കിട്ടുമെന്ന്, ഇതിനൊക്കെ നിൻ്റെ ഔട്ട്പുട്ട് ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ. ChatGPT ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ പിള്ളേരുടെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഇപ്പം ക്ഷമയില്ല ഈ മൊത്തം ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അപ്പോൾ ഇപ്പോൾ ഒരു ബഗ് വന്നാൽ ആ ബഗ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലോഗ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടും, ഒരു കോണ്ടെക്സ്റ്റും കൊടുക്കില്ല. അപ്പോൾ ഈ PMസിന് ആ അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് ഞാൻ കാണാറ്. അവർക്ക് ക്ഷമയുണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ, ആ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓപ്സ് റോളുകൾ എനിക്ക് തോന്നുന്നു ഇൻറ്റേർണൽ ടൂൾസിലൊക്കെ അത് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ബെസ്റ്റ് സാധനങ്ങൾ ബിൽഡ് ചെയ്യുക. ഞാനിപ്പോൾ കാണുന്ന തന്നെ അതാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ദാറ്റ് വേ, ആൻഡ് ദേ നോ മോർ ന്യൂആൻസസ് ഓഫ് ഇറ്റ് ദാൻ. ഓക്കെ, അടുത്ത് നമ്മൾക്കൊരു KPH മാഫിയ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത സമയത്ത് പല ആൾക്കാരും DM ചെയ്തായിരുന്നു.
കുറച്ച് ക്വസ്റ്റ്യൻസ് ആബിൽ നിന്ന് ചോദിക്കും. ഫസ്റ്റ് സനീമാണ്, നമ്മൾ മംഗ്ലീഷ് കീബോർഡിൻ്റെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, മേക്ക് ഷുർ ചെക്ക് ഇറ്റ് ഔട്ട്. സനീം കഴിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ടു തിങ്ക് അബൌട്ട് ലേണിംഗ് ഓർ എഡ്യൂക്കേഷൻ ഇൻ എ പൊട്ടൻഷ്യൽ AGI ഫ്യൂച്ചർ. AGI ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ എന്താണുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് പറയാം. അല്ല, AGI future, if anyone knows what is AGI future, they are lying. No one knows. Someone doesn't know. No one. Like I listen to a lot of podcasts on this, but എല്ലാവരും പറയുന്ന സാധനം എന്ന് വെച്ചാൽ lot of automations will be there. Agents will do multiple tasks together, all that. But no one knows exactly how it will happen. ഇത് ഭയങ്കര വേഗമാണ്. But at the same time, how to think about education is only way I see it is learn to learn. നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനം. Than learning a particular technology. Like I will learn AI. Okay, great. I learn Python. Okay, great. I learn furniture making. Great. But most likely none of that will help you. What you are learning is building or building cognitive flexibility. അഥവാ പഠിക്കാനാണ് നിങ്ങൾ പഠിക്കുന്നത്, പഠിക്കാനുള്ള എബിലിറ്റിയാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച പല സാധനം നമുക്ക് സെൻസ് ചെയ്യാറില്ല. അപ്പോൾ സ്കൂളിൽ പഠിച്ച ഏതൊക്കെ മാത്ത് നീ ആലോചിക്കാറില്ല, ഇതൊക്കെ എന്തിനാ ഇവർ നമ്മളെ പഠിപ്പിച്ചതെന്ന്, ഇതൊന്നും ജീവിതത്തിൽ എപ്പോഴാണ് യൂസ് ചെയ്യുക. അത് പഠിപ്പിച്ചതിൻ്റെ ഓൾ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പഠിക്കുക എന്നുള്ളതായിരുന്നു. അല്ലാണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ നാളെ പോയിട്ട് അപ്പം തന്നെ സാധനം മറിക്കുക എന്നുള്ളത് അല്ലായിരുന്നു. ദാറ്റ്സ് എ വൺ വേ ടു ലുക്ക് അറ്റ് എഡ്യൂക്കേഷൻ. എവറിത്തിങ് വി ആർ ഡൂയിങ് റൈറ്റ് നൗ, നോ വൺ നോസ് വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ ഇൻ 5 years. No one, like anyone saying it, they are lying or they are a buffoon. One of it. There is no other way of looking at it. So education, one way to look at it is at this point is to learn, nothing else. Makes sense. Yeah. Next is another question from Sunny. Design or beauty versus usability of a product or a app. I think this is a very Sunny is an engineer. This is a very binary question. It's never binary. ഇപ്പോൾ ക്രെഡിനെ കുറിച്ച് ആൾക്കാർ പറയുമ്പോൾ അത് പറയാറുണ്ട്. ക്രെഡിന് എനിക്ക് അങ്ങനത്തെ ഒരു യൂസബിലിറ്റി പ്രശ്നം ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് ഇറ്റ്സ് നെവർ എ ബൈനറി. യു ക്യാൻ ബിൽഡ് ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ് that is functional and it's like reduce friction. എപ്പോഴും ആൾക്കാർ UX എന്നും ഈസിനെസ് എന്ന് പറയുമ്പോഴും ഇങ്ങനെ പെട്ടെന്ന് ടാസ്ക് ചെയ്യാന്നാണ്. അതല്ല, ആൾക്കാർക്ക് ക്ലിക്കുകൾ കൂടുതൽ ചെയ്താലും ആൾക്കാർക്ക് പ്രശ്നമില്ല. ഇപ്പം നമ്മുടെ ഓൺ ബോർഡിങ്ങിൽ ഇപ്പം നമ്മൾ 23 സ്റ്റെപ്പ് ഉണ്ട്. That didn't stop people from doing it. It's like what is the carrot in the end, right? So it's very nuanced in that sense, but one is like stop thinking it as binaries. ഇതായാൽ നല്ല ഡിസൈൻ ആയാൽ നല്ല ഇത്. Cred can be example, like people are debate on that, but when I design stuff, I want to get the kick. I prioritize for that, but I have empathy, so I'll not make it hard for people to use either. It's basically, if you have empathy, you will never build a horrible product. So how I look at it is you can both can coexist together. You can build beautiful product and not break the UX, right? So that's Okay. Next question is, why should a student just joining college focus on nowadays? ഇപ്പോൾ കീമിൻ്റെ എക്സാം എല്ലാവരും ഇനി കോളേജിലേക്ക് എൻ്റർ ചെയ്യാണല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റിന് എന്തായിരിക്കണം ഒരു വാട്ട് ഷുഡ് എ സ്റ്റുഡൻറ്റ് ഫോക്കസ് ജോയിനിങ് കോളേജ് ഫോക്കസ് ഓൺ നൗഡേയ്സ്? കോളേജിൽ പോയിട്ട് കാര്യമുണ്ടോ ശരിക്കും? അതിന് റെസ്പോണ്ട് ചെയ്ത് ഞാൻ ഇതിൽ കണ്ടിരുന്നു. കോളേജിൽ പോകുന്നതിൽ എപ്പോഴും വാല്യൂ ഉണ്ടാവും. ബിക്കോസ് കുറേ സ്കില്ലുകൾ അവിടെ നിന്ന് പഠിക്കും, റൈറ്റ്? പക്ഷേ കോളേജ് ഇവിടെയാണ് എനിക്കൊന്ന് ചേഞ്ച് വേണ്ടത്. ഞാൻ എൻ്റെ ഇന്നത്തെ ആർഗ്യുമെൻ്റ് അല്ല, എൻ്റെ 10 വർഷമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്, ദർ ഷുഡ് ബി 1 year ഗ്യാപ്പ് ഇയർ ബിഫോർ യു ഗോ ആൻഡ് പിക്ക് സംതിങ്. +2 കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു 1 year ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ കോളേജ്. ഫിലോസഫിക്കലി മേക്ക് സെൻസ്. പ്രാക്ടിക്കലി വെരി ഹാർഡ്. ഇത്രയും ജോബൊന്നും കേരളത്തിൽ കിടപ്പില്ല, ഉള്ളവരുടെ ജോലി പോവും അത് നടന്നാൽ. പക്ഷേ വി ഹാവ് ടു ഫിഗർ ഔട്ട്, ദ സൊസൈറ്റി ഷുഡ് ഫിഗർ ഔട്ട് എ വേ ടു ഡു ഇറ്റ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം CS ആണോ, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച്, വാട്ട് വാസ് യുവർ റീസൺ ടു ടേക്ക് CS? എനിക്ക് ഗൂഗിളിൽ CEO ആവണമെന്നായിരുന്നു. അതൊരു ടെക്നിക്കൽ സാധനമായിരുന്നു. പക്ഷേ ഇത് റിയാലിറ്റി ഈസ് ആഫ്റ്റർ 5 years ഓഫ് യുവർ കോളേജ് ഗൂഗിൾ വാസ് സ്റ്റിൽ എ തിങ്. പക്ഷേ മെനി കമ്പനീസ് വാസ് നോട്ട് ദെയർ, റൈറ്റ്? അപ്പോൾ 5 വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല, 10 വർഷം 20 വർഷത്തിലാണ് നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ച് ആലോചിക്കുക. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് എന്തെങ്കിലും ചെയ്ത് നോക്കി ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ടാണ് എഡ്യൂക്കേഷന് പോകേണ്ടത്. മേ ബി ഗുഡ് തിങ് ടു സേ ഈസ് ദിസ് വൺ. ചരിത്രത്തിൽ എപ്പോഴും ആളുകൾ എന്താണ് പഠിക്കേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടുള്ളത് അവരത് ചെയ്തിട്ട് അവർക്ക് അതിൽ എക്സ്പെർട്ടൈസ് വേണ്ടിയതാണ്. ഈ കഴിഞ്ഞ 20-30 വർഷത്തിലാണ് ഈ എല്ലാവരും കോളേജിൽ പോകുന്നതെന്നുള്ളത് നമ്മളതിനെക്കുറിച്ച് പ്രൈഡ് ആവാറുണ്ട്. ആക്ച്വലി ഇറ്റ്സ് എ ബാഡ് തിങ്, ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. ബിക്കോസ് most of the people go to a CS course or an engineering course doesn't know what an engineer does. Then how you know that that's what you want to do in life, right? അപ്പോൾ പണ്ട് എഡ്യൂക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സാധനം ചെയ്തു, നീ കുറച്ചാളൊരു കടയിൽ കണക്ക് പിള്ളയായിട്ട് വർക്ക് ചെയ്തു, കണക്ക് പിള്ള എന്നാണ് നാട്ടിൽ പറയാം, കണക്ക് പിള്ളയായിട്ട് വർക്ക് ചെയ്തു.
എന്നിട്ട് കൊള്ളാം, കണക്ക് കൊള്ളാം, അപ്പം അക്കൗണ്ടിങ് പഠിച്ചാൽ നല്ലതാണ്, അല്ലെങ്കിൽ ടാക്സേഷൻ പഠിച്ചാൽ നല്ലതാണ്. ആ നോളജ് തേടി നിങ്ങൾ പോവുമായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. മേക്ക് സെൻസ്. അല്ലാണ്ട് ഞാൻ അക്കൗണ്ടിങ് എടുത്തു, ഇനി ഞാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാമെന്ന് ഇത് വർക്കില്ല. അപ്പം പല കാര്യത്തിലും ഇങ്ങനെയാണ് സംഭവിക്കുക. ഈവൻ ഡോക്ടേഴ്സ് പറയും ചെറുപ്പത്തിൽ എനിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹം. അതിന് ബുൾഷിറ്റ്. ഡോക്ടർ ആവാൻ നീ വിചാരിക്കുന്ന സമയത്ത് നിനക്കറിയില്ല ഒരു എമർജൻസി റൂമിൽ എന്താ സംഭവിക്കാന്ന്. കൈ മുറിഞ്ഞവരും വരും, തല പൊട്ടിത്തെറിച്ചവരും വരും. ഇതൊന്നും കണ്ടിട്ടില്ല ജീവിതത്തിൽ. അല്ലെങ്കിൽ 16 മണിക്കൂർ 18 മണിക്കൂർ ഇതൊന്നും കണ്ടില്ല. ഇറ്റ് വാസ് എ പാഷന്. ദേ വർ പാഷനേറ്റ് അബൌട്ട് ദ യൂണിഫോം. പിള്ളേർക്ക് എല്ലാത്തിനും പാഷനേറ്റ് ഉണ്ടാവുക യൂണിഫോമിനോടാണ്. നിൻ്റെ വീട്ടിലെ പിള്ളേരോട് ചോദിച്ചു നോക്ക് എന്താണ് അവർക്ക് ജീവിതത്തിൽ ആവേണ്ടത്. ഫയർ ഫൈറ്റർ, നേഴ്സ്, ആസ്ട്രോനോട്ട്, ഇതിനൊക്കെ യൂണിഫോം ഉണ്ട്. വിഷ്വൽ ക്ലൂ മാത്രമാണ് അവരുടെ പാഷൻ, വേറെ ഒന്നുമല്ല. അപ്പം അന്ന് ഡോക്ടർ ആവാനുണ്ടെങ്കിൽ മോസ്റ്റ് ലൈക്ലി ഇറ്റ്സ് എ വിഷ്വൽ ക്ലൂസ്. ബട്ട് after +2 or primary education, everyone should go and experience multiple stuff, then go and do higher studies. Not like bringing everyone to higher studies may be helpful for a government, because you lock in a lot of people not to come to job market and ask for job. So that's a very different angle of it. It's a very political angle of it. But in an ideal world, at least people should figure out what they like in life, or at least this is okay to do. I want to start here. So that's the one way I think about education. Next thing, how to find interesting problems to solve. Adu venengil oru how to find interesting problems to solve from Meher. So problem to solve, either at least the products I build right now is random products. It's not like problem that needs solution. I like, this is nice to build, I'll build stuff. But in general, in ThinkerHub context as well, do something that makes you angry than, like, പൊതുവേ നമ്മൾ എന്താ പറയുക, do things that you love. I think that you will get bored after a point. What makes you angry? ഇപ്പോൾ കേരളത്തിൽ ട്രാഫിക് പ്രോബ്ലത്തിൽ നിനക്ക് ഭയങ്കര എന്താ പറയുക രോദനമുണ്ട്. അപ്പം യു ക്യാൻ ബിൽഡ് എ സൊല്യൂഷൻ അറൗണ്ട് ദാറ്റ്. വെൻ യു സ്റ്റാർട്ട് ഡൂയിങ് വാട്ട് യു ലവ്, മോസ്റ്റ് ലൈക്ലി യു വിൽ ഗെറ്റ് bored with that after a point. It's what I believe in. For me, ThinkerHub is like that. I'm really angry at how education is. That's the only reason why I am doing stuff. But it's your everyday life. എൻ്റെ സ്ക്രീൻ ടൈം എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സംസാരിക്കുന്ന എല്ലാ പിള്ളേരും 6 to 8 മണിക്കൂറാണ് ഫോൺ ഉപയോഗിക്കുന്നത്. അതിൽ 6 മണിക്കൂർ ഇൻസ്റ്റഗ്രാം മാത്രമാണ്. അപ്പോഴാണ് ഞാൻ ഒരു ആപ്പ് ഉണ്ടാക്കാൻ, സ്ക്രീൻ ടൈമിൻ്റെ നേരത്തെ കാണിച്ചു തന്ന ആപ്പ് ലെഗോം എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മൾ ചെയ്യുന്നത്. അതൊരു സബ്സ്ക്രിപ്ഷൻ ബിസിനസ്സുമാണ്. TV-കൾ മാനേജ് ചെയ്യാനൊരു സാധനം ഇല്ലാത്തപ്പോഴാണ് നമ്മൾ മറ്റേ list.so ആപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ എവറിഡേ ലൈഫിൽ യു വിൽ സീ പ്രോബ്ലംസ് ആൻഡ് യു ക്യാൻ ഫൈൻഡ് സൊല്യൂഷൻ. ബട്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ പ്രോബ്ലം, ഐ വിൽ ഓൾവേസ് സജസ്റ്റ് ഡു സംതിങ് ദാറ്റ് വിൽ മേക്ക് യു ആംഗ്രി. ഡു എ ടെക് when you are really angry at what is education is doing right now. Right? Makes sense. Okay. Another question is from one second. പിന്നെ building from Kochi for the world, inception of humans. Humans എന്താ സംഭവം? Humans. So Humans is a product studio. We wanted to experiment with multiple product. മെഹർ ചോദിച്ച ഞാൻ എന്തുകൊണ്ട് കേരളത്തിൽ തിരിച്ചു വന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം, I really want to play with stuff. Playing is very important. Like innovation എന്തിനും you have to play with multiple problem statement. So we released almost 10 to 15 products till now. Some are like subscription products, some are products we build in partnership with our friends. ഇപ്പോൾ ഭീകരൻ എന്ന് പറഞ്ഞിട്ട് റാഹിബ് ഒരു ജിം ഇൻസ്ട്രക്ടർ ഉണ്ട്, ഡേ സീറോ. സോ ഡേ സീറോയ്ക്ക് വേണ്ടി നമ്മളൊരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലെഗോം ചെയ്തു, ലിസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മളൊരു ഉഷാർ എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് ഡിസ്കവറി ആപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ദിസ് ഓൾ ആർ playing with stuff, so we can learn stuff. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു സാധനം ക്ലിക്ക് ആവും. ഇൻഫ്ലുവൻസർ പ്രൊഡക്റ്റ്, ദ സ്കൂപ്പ് ഈസ് സംതിങ് I find it's adding value. അതിന്റെ സ്കൂപ്പ് എന്താണ്? സ്കൂപ്പ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എല്ലാ ബ്രാൻഡുകളെ സംബന്ധിച്ച ഒരു ചലഞ്ചാണ്. അതിന് കുറേ ടൂൾസും ഉണ്ട്. ഇപ്പം മൊഡാഷ് 2, ഗ്രീൻ 2, there is a lot of products there. We are trying to build a AI first influencer end-to-end life management product. Basically to check their quality of what they are building, to negotiating with a brand versus a influencer, all that workflow. We wanted to do a AI first approach to it. We are actually fundraising for that. പിന്നെ key philosophies, mental models, life lessons shared, heard and followed from walks of life.
മെൻ്റൽ മോഡൽസ് കുറച്ച് ഐ തിങ്ക് സനീമും പണ്ട് സൂചിപ്പിച്ചായിരുന്നു. ആബിദിൻ്റെ കുറച്ച് വിയേർഡ് മെൻ്റൽ മോഡൽസ് ഉണ്ട്. അതൊന്നും വാട്ട് ആർ സം ഓഫ് മെൻ്റൽ മോഡൽസ് യു ലിവ് ബൈ? In general, models, frameworks, I am very passionate about it. I read about it. But I am very anti-framework or models guy. I'll tell like my entire model build from all that information is to use common sense to do the best reading of situation or problems. ഞാൻ ഒരിക്കലും ഒരു സാധനം ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പം ഇത് നമ്മൾ SWT ഫ്രെയിംവർക്ക് വെച്ച് ചിന്തിക്കാം എന്ന് ആലോചിക്കാറില്ല. മേ ബി ഇറ്റ് കംസ് ഇൻ മൈ unconscious mind, but it never comes out. The one way I approach is always ask the basic questions. Maybe in the question ഉള്ള ഫൗണ്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് എല്ലാ ഫൗണ്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ I ask the basic questions. എന്താ ഇങ്ങനെ ആയിക്കൂടാത്തെ, അല്ലെങ്കിൽ ഇതിങ്ങനെ നടക്കൂലേ? അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പം സിനിമ ഒക്കെ എല്ലാവർക്കും ഇതിൽ ഡിഫറൻസ് തോന്നാറ് ഞാൻ ഭയങ്കര നോൺ കൺഫോമിസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ 10 പേര് തെക്കോട്ടാ പോകുന്നതെങ്കിൽ ഞാൻ വടക്കോട്ടേ പോകും. അതിന് ഞാൻ റീസൺ കണ്ടുപിടിക്കും. പിന്നെ അത് ഹെൽപ്സ് എ ലോട്ട് ഇൻ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ്, building products. There will be a uniqueness when we build like that. That's something I call taste and everything. But അതിനൊരു യുണീക്നെസ് ഉണ്ടാവും. എല്ലാവരും 10 പേര് ഇങ്ങനെ രീതി ചെയ്തു ഇങ്ങനെയൊക്കെ ആൾക്കാർ കാശുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവേ അങ്ങനെ ആയിരിക്കില്ല ആ സാധനത്തിൽ കാശുണ്ടാക്കുക. എനിക്കത് വേറെ എന്തോ ഒരു രീതിയിൽ അതിനു വേണ്ടിയുള്ളൊരു ത്വര എപ്പോഴും ഉണ്ടാവും. മെൻ്റൽ മോഡൽ വൈസ് ദാറ്റ്സ് എ തിങ്. ലൈക്ക് ആസ്ക് ദ ബേസിക് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ് എന്നൊക്കെ ആൾക്കാർ പറയുന്ന സാധനത്തിൻ്റെ ബേസിക് ഇതാണ്. ബേസിക് ക്വസ്റ്റ്യൻസ് ഓൺ എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്തത്. ഇപ്പം മാസ്റ്ററി എന്നൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുണ്ടാക്കിയ ഏറ്റവും നല്ലൊരു ഗ്രോത്ത് എൻജിൻ പിള്ളേർക്ക് സ്റ്റിക്കേഴ്സും ബാഡ്ജസിലെ US കാണുന്ന ബാഡ്ജസ് ഇങ്ങനെ അവർ ബാഗിലും ഡ്രസ്സിലൊക്കെ ഒട്ടിക്കുന്ന ബാഡ്ജസ് കൊടുത്ത സാധനമാണ്. അതെനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞാൻ ഇവിടെ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കസിൻസൊക്കെ പല സ്റ്റേഷനറി ഷോപ്പിൽ പോയിട്ടും ഇങ്ങനെ നെയിം സ്ലിപ്പ് മേടിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഐ ആസ്ക്ഡ് ലൈക്ക് വെരി ബേസിക് ക്വസ്റ്റ്യൻ, എന്താടാ ഇത് ഒട്ടിച്ചാ എന്താ. സോ ദേ വാണ്ട് ടു സ്റ്റാൻഡ് ഔട്ട്. സോ ദേ വാണ്ട് ദ യുണീക്ക് stuff. Basically unique stuff gives them attention gives them power. So basically that's the motivation. So I go to that level, asking question to kids. അവർ പിള്ളേർ കുറച്ച് കഴിയുമ്പോൾ പ്രാന്ത് പിടിക്കെങ്കിലും and I use the same thing in mastery. പിള്ളേർ ഒരു ടാസ്ക് കഴിയുമ്പം അവർക്ക് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റിയ ഒരു സ്റ്റിക്കർ ഞങ്ങൾ ഷിപ്പ് ചെയ്യും. ആ ഷിപ്പ് ചെയ്യുന്നതിനൊക്കെ നല്ല കോസ്റ്റ് ഉണ്ട്. പക്ഷെ അതൊരു ഗ്രോത്ത് എഞ്ചിൻ ആയിരുന്നു. കാരണം കുറേ പേര് അത് കണ്ടിട്ട് ചോദിക്കും ഇത് എവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഇത് ഇപ്പം നെയിം സ്ലിപ്പ് കസ്റ്റമൈസേഷൻ ഒക്കെ ഭയങ്കര കോമൺ ആണ്. ആ സമയത്ത് നമ്മൾ നെയിം സ്ലിപ്പ് കസ്റ്റമൈസേഷൻ ചെയ്യായിരുന്നു. ഈ കൊച്ചിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതുപോലത്തെ സാധനങ്ങൾ വെച്ചിട്ട് ഇന്ന സാധനം വിൻ ചെയ്തതിൻ്റെ ക്ലിപ്പാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള കുറേ സാധനങ്ങൾ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാൻ ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ആൾക്കാരുടെ ബേസിക് മോട്ടിവേഷൻ പറയുന്നത് ഓരോ ആക്ഷനും. എന്തുകൊണ്ടാണ് ആൾക്കാർ നാട്ടിൽ കൂടുതൽ നമുക്ക് നന്മ ചെയ്ത ഒരാളെ വേഴ്സസ് നമ്മുടെ പേരൻസ് എത്ര വൃത്തിയായിട്ട് ചെയ്താലും എന്തുകൊണ്ടാണ് നമുക്കിഷ്ടം. ഇപ്പോൾ ഇതുപോലെയുള്ള ജീവിതത്തിൻ്റെ ഏത് സാധനത്തിലും ഞാൻ അതുപോലത്തെ ഫൗണ്ടേഷണൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യനിൽ നിന്നാണ് എൻ്റെ പൊതുവെയുള്ള സൊല്യൂഷൻസ് വരിക. അത് മാത്രമാണ് എൻ്റെ മെൻ്റൽ മോഡൽ. വേറെ ഒരു മോഡലല്ല. ആസ്ക് ദ ബേസിക് ക്വസ്റ്റ്യൻ ഓഫ് എവറി മോട്ടിവേഷൻ, ലൈക്ക് നോട്ട് ജസ്റ്റ് പ്രൊഡക്റ്റ്, എവറി മോട്ടിവേഷൻ. മേക്ക് സെൻസ്. ആൻഡ് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വി ക്യാൻ ടോക്ക് അബൌട്ട് ടേസ്റ്റ്. ടേസ്റ്റിനെ പറ്റി എന്താണ്? സോ ഞാൻ ടേസ്റ്റിനെ കുറിച്ച് കുറേ സാധനങ്ങൾ ഇപ്പോൾ എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ടേസ്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. സോ ഇപ്പോൾ എയുടെ സമയത്ത് ആൾക്കാർ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് ഡിഫറൻഷിയേറ്റർ, വാട്ട്സ് ദ സ്കിൽ യു ക്യാൻ ബിൽഡ്. ദർ ഇസ് വൺ സ്കിൽ യു കാൺ ബിൽഡ് ബട്ട് യു മൈറ്റ് ബി ഏബിൾ ടു ഗ്രോ. 2 ഡിഫറെൻറ്റ് തിങ്. ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കൽ ഭയങ്കര പാടായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിൽ ഈസിയറാണ്. വിച്ച് ഈസ് യുവർ ടേസ്റ്റ് ഫോർ വാട്ട് ഈസ് ഗുഡ്, യുവർ ടേസ്റ്റ് ഫോർ വാട്ട് വിൽ സ്റ്റാൻഡ് ഔട്ട്. ഇത് ഭയങ്കര അണ്ടർപ്ലേഡ് ഒരു സാധനമായിരുന്നു. ബട്ട് ഇപ്പോൾ വിത്ത് എവരി വൺ ക്യാൻ ബിൽഡ് ടൂൾസ് ആൻഡ് എവരി വൺ ക്യാൻ ബിൽഡ് creative outcomes. Everyone can build a posture. What will decide what is good? That's basically the taste. Do you have that taste to see, this will attract people, right? അപ്പം ഇന്ത്യയിലെ ടേസ്റ്റിലെ ഏറ്റവും വലിയൊരു ചലഞ്ച് ഇത് ഒരിക്കലും എന്താ പറയുക സിസ്റ്റമാറ്റിക്കലി ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊന്നുമല്ല, എൻ്റെ ലൈഫ് റീഡിംഗ് ആണ്. സോ ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇന്ത്യയിൽ ടേസ്റ്റുള്ള പ്രൊഡക്ട്സ് ഭയങ്കര കുറവാണ്. ഒരു ഗ്ലോബലി നമുക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കുറേ കാരണങ്ങളിലൊന്ന് ടേസ്റ്റ് ആണ്. വാട്ട് വിൽ ബി ഡിലൈറ്റ്.
like how you build a relatable. Ours are very utilitarian products. Like, did you get this thing done? Did the user subscribe? Then it's done, right? Then everyone is happy. It doesn't have a taste, most of the things. ChargeBee is something I think that there is taste in that product. Swiggy has a taste, food taste, and beauty of that one. It's usually can easily translate to beauty, but it's basically knowing what will click. എല്ലാവരും വൈസി അടക്കം എല്ലാവരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു സാധനമാണ് ടേസ്റ്റ്. ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചലഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ കണ്ടിന്യൂഷനിൽ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ട ആദ്യത്തെ ടെക് പ്രൊഡക്റ്റ് എല്ലാം IRCTC സൈറ്റോ ഗവൺമെൻറ് സൈറ്റുകളോ ഒക്കെ ആയിരുന്നു. അതിൻ്റെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ബേസ് ലൈൻ ടേസ്റ്റ്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ സെസ്റ്റ് മണിയുടെ ഇതിൽ HDFCനേക്കാളും 5% ബെറ്റർ ഉണ്ടാക്കിയ എൻ്റെ ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റാണ്. Because the baseline is low. So one way to build taste is to expose yourself to better, greater products always, right? ഇപ്പോൾ ഞാൻ ഇന്നലെ സിനിമയോട് പറഞ്ഞൊരു സാധനം, ചെറിയാൻ എനിക്ക് മീറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയാൻ ആ സമയത്ത് ബിൽഡ് ചെയ്ത കുക്കുംബർ ടൗൺ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്. Beautifully done. Like, it's the craft, it's not the design. Don't think that this is a UI UX or design problem. The product journey, when you are in that product, I use that product, it's so beautiful. Like, there is a delight in it. I don't know why. Is it a UI? I don't know. Is it the text? I don't know. How they prioritize stuff? I don't know. But when you are in that, it's so beautiful. ചില ഓഡിറ്റോറിയത്തിൽ പോകുമ്പോൾ നിനക്ക് തോന്നാറില്ല ഇത് അടിപൊളിയാണ് ഡിസൈൻ. ബട്ട് ഇഫ് ഐ ആസ്ക് യു ടു പിൻ പോയിന്റ് വാട്ട് മേക്ക് ഇറ്റ് ഡിഫറെൻറ്റ്, യു വിൽ സ്ട്രഗിൾ ടു ഡു ദാറ്റ്. അതാണ് ടേസ്റ്റ്. ആ സാധനം ഉണ്ടാക്കാനുള്ള സ്കില്ലാണ് ടേസ്റ്റ്. ഐ തിങ്ക് ലോട്ട് ഓഫ് പ്രൊഡക്റ്റ് ലൈക്ക് ചെറിയാൻ ആ സാധനം ബിൽഡ് ചെയ്ത് എനിക്ക് വോയിസ് നോട്ട്സ് നല്ലൊരു വോയിസ് നോട്ട്സ് ലൈക്ക് വോയിസ് നോട്ട്സിന് ഞാൻ റാൻഡംലി ഹഡിലിൽ പോയിട്ട് എനിക്ക് ഫ്രസ്ട്രേഷൻ അടിച്ചപ്പോൾ ഞാൻ ഒരു ദിവസം ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ മീ എ കോഫി ഈസ് amazing product. Like, I think a lot of KSU or no one is interested in Buy Me a Coffee because it's not a $1 billion company. But I don't think in India ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ട് വരുന്നുണ്ട് ലിങ്ക്ഡിനിൽ. ഞാൻ ഇതുവരെയും ജിജോനെ മീറ്റ് ചെയ്തിട്ടും കൂടി ഇല്ല. ബട്ട് ഐ റോട്ട് അബൌട്ട് ഇറ്റ് ബിക്കോസ് ഞാൻ പണ്ട് നോക്കുന്ന കാലം മുതൽ ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു പ്രൊഡക്റ്റാണ്. പക്ഷെ എല്ലാവരും സക്സസ് കാണുക ജസ്റ്റ് ഇവർ എത്ര $1 million, എന്താണ് നിങ്ങളുടെ AR. ഫോർ മീ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. സോ കുക്കുംബർ ടൗൺ വാസ് എ ഗ്രേറ്റ് പ്രൊഡക്റ്റ്. പിന്നെ ക്ലൂ എന്നങ്ങാണ്ട് പറഞ്ഞിട്ട് ക്യൂ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? 12-13 സമയത്ത് നിയർ ബൈ നൈബർഹുഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കൊന്ന് മറ്റേ എൻട്രിയുടെ ഇഷാമൊക്കെ ആയിരുന്നു അത് ചെയ്തിരുന്നത്. നിയർ ബൈയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നത്, അതും ഭയങ്കര ഇതായിരുന്നു. സോ എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു വെച്ചാൽ എൻ്റെ എപ്പോഴും പ്രൊഡക്റ്റ് എക്സ്പോഷർ കുറച്ചും കൂടി അതുപോലത്തെ പ്രൊഡക്ട്സ് ആയിരുന്നു. ഞാൻ കുക്കുംബർ കൊണ്ട് ഭയങ്കര യൂസറായിരുന്നു. അതോടൊപ്പം ഞാൻ പുറത്ത് ഇപ്പം ചില്ലർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഇന്ത്യയിലൊരു ആപ്പുമായിട്ട് നോക്കിയിട്ടില്ല. കാരണം ഒന്നും അതുപോലത്തെ ഒരു ആപ്പും ഇല്ല, ഒരു പേയ്മെൻറ്റ് ആപ്പില്ല. എന്നും സ്ക്വയർ ക്യാഷ് ആയിരുന്നു നമ്മുടെ ഇത്. ബെഞ്ച് മാർക്ക് നമ്മുടെ ഒരു കോൺഫറൻസ് റൂമിൽ സ്ക്വയർ ക്യാഷിൻ്റെ എല്ലാ സ്ക്രീനും സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ബേസ് ലൈൻ. യു ഡു വാട്ട് എവർ, ഇറ്റ് ഷുഡ് ബി 1% ബെറ്റർ ദാൻ സ്ക്വയർ ക്യാഷ്. ലൈക്ക് ദാറ്റ്സ് എ മിനിമം സ്റ്റാൻഡേർഡ്. സോ വി ലൈക്ക് നമ്മുടെ ഡിസൈൻ ടീമൊക്കെ ഇരിക്കുന്ന അവിടെയുള്ള കോൺഫറൻസ് റൂമിൽ മൊത്തം വോളിലും ഈ സാധനമായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതൊരു വലിയ പ്രൊഡക്റ്റ് എൻഡിൽ ഇൻ ജനറൽ പ്രൊഡക്റ്റ് എൻഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. ഇന്റർനാഷണലി യു സീ വാട്ട് ദ തിങ്സ് ആർ പീപ്പിൾ ആർ ബിൽഡിംഗ്. യു ഡോണ്ട് നോ വെദർ ദേ ആർ മേക്കിംഗ് മണി ഓർ നോട്ട്. ദാറ്റ്സ് വെരി സെക്കൻഡറി ഫോർ മീ. ലൈക്ക് ഇൻ ജനറൽ മണി ഈസ് സെക്കൻഡറി ഫോർ മീ. Taste in general, that's a taste. Like, you build the minimum standard of beauty, minimum standard of delightness, and then you will always do 1%. എൻ്റെ ജനറൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജപ്പാനിൽ ഇന്ന് നീ ഒരു ഡിസൈനറാണെന്ന് വെച്ചോ, നിനക്ക് ആരും ഒരു സ്റ്റൈൽ കിറ്റൊന്നും തരില്ല. ജപ്പാനിലെ ഡിസൈനറാണെങ്കിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ ഡിസൈൻ. ലൈക്ക് when you see a Scandinavian design, you know that is Scandinavian or Japanese, right? It's basically the taste, that culture, that building in that space, because surrounding helps influence you a lot in design. Indian, a lot of our surrounding also influence in യൂട്ടിലിറ്റേറിയൻ പ്രൊഡക്റ്റ്. സാധനം പോയിന്റ് എ നിന്ന് പോയിന്റ് ബിയിൽ എത്തിയെന്ന് മാത്രമാണ് നമ്മൾ ഇന്ത്യയിൽ കെയർ ചെയ്യുക. റോഡ് അതിൻ്റെ റോഡും കണ്ടീഷനും സാധനങ്ങളൊന്നും നമ്മൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക, ബോദർ ചെയ്യില്ല, റൈറ്റ്? ബിക്കോസ് there is A to B is your only. When you build a product, the same thing happens. Like, did user used it? Did they convert? But there is a one layer that always were not too much talked about. I always talked about it.
now I think a lot of more people talking about is to build taste for it, right? When AI-ക്ക് ശേഷം എല്ലാവർക്കും ടൂൾ ഉണ്ടാക്കാം. ഇപ്പം ഷോപ്പിഫൈയിലെ ടൂളുകളായാലും ഞാൻ ഉണ്ടാക്കുന്ന ലിസ്റ്റ് ആപ്പ് ആയാലും എന്തിനും ആർക്കും ഇത് ഉണ്ടാക്കാം. പക്ഷേ ഡു യു ഹാവ് ദ ടേസ്റ്റ് ദാറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഇതാണ് ആൾക്കാരെ ഡിലേറ്റ് ചെയ്യുക, റൈറ്റ്? ഈ ആനിമേഷനിൽ ഇന്ന സാധനത്തിൽ ഇന്ന സാധനം നമ്മൾ വെക്കാം. മേ ബി ഡയറക്ട്ലി ദേ വിൽ നോട്ട് റെക്കഗ്നൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺഫറൻസ് റൂം എക്സാമ്പിൾ പോലെ നോ വൺ നോസ് വൈ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, മേ ബി സെയിം ഇൻഗ്രീഡിയൻസ്, but at the same day it tastes very different. Makes sense. Right? That's taste. I talk a lot about taste. Yes. Next podcast segment ആണ് rapid round questions. Okay. First question, what are some of the books that you recommend to the audience? ബുക്കിൽ ഇൻ ജനറൽ ഫിലോസഫി എല്ലാവരോടും വായിക്കാൻ ഞാൻ പറയും. ഇങ്ങനെ ഫിലോസഫി ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ടുള്ള സാധനമൊന്നുമല്ല, ഇത് ഭയങ്കര ഫണ്ണായിട്ട് വായിക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ 2 ബുക്ക്, ഒന്ന് ട്രിംഫറി ഓഫ് മെറിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. മെറിറ്റിനെ ബേസിക്കലി ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മളെപ്പോഴും മെറിറ്റോക്രസിയെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ. പിന്നെ ഉള്ളത് റേഞ്ച് ഈസ് റിയലി ഗുഡ്. ഹൗ യു ഷുഡ് ബി മൾട്ടി ഡിസിപ്ലിനറി, ഹൗ യു ഷുഡ് നോ മൾട്ടിപ്പിൾ സ്റ്റാഫ്, മാസ്റ്റർ ഓഫ് നൺ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്, അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന നല്ലൊരു ഡിസ്കഷനാണത്. I think all the startup founders should and VCs should read How to Live with Statistics. I think 1956 എഴുതിയൊരു ബുക്കാണ്. സ്റ്റാർട്ടപ്പിനെ കുറിച്ചൊന്നുമല്ല, പക്ഷെ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുമ്പോൾ എന്തോരം ഇത് ചെയ്തിട്ടാണ്. അത് കുഞ്ഞൊരു ബുക്കാണ്, ഒരു നോട്ട് പോലത്തെ സാധനമാണ്, ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ് റീഡ്. അത് നമ്മൾ മെൻഷൻ ചെയ്യാം പോഡ്കാസ്റ്റിൽ. നെക്സ്റ്റ് തിങ് ഈസ് വാട്ട് ആർ സം ഓഫ് ദ പോഡ്കാസ്റ്റ് ദാറ്റ് യു റെക്കമെൻഡ്? KPH പോഡ്കാസ്റ്റ് only 2 ആക്ച്വലി. മറ്റേ നിഖിൽ കമ്മത്തിൻ്റെ പോഡ്കാസ്റ്റ് അതെല്ലാം ഞാൻ കേൾക്കാറുണ്ട്, എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്നറിയാൻ. രണ്ടാമത് KPH പോഡ്കാസ്റ്റ് ആണ്. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞത്, സെനീമും പറഞ്ഞൊരു സാധനമാണ്, എപ്പോഴൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇടുന്ന ഇതായിരിക്കും. ഞാൻ മേ ബി എൻ്റെ വാച്ച് റേറ്റ് മേ ബി 75% ഞാൻ KPH പോഡ്കാസ്റ്റുകൾ വാച്ച് ചെയ്തിട്ടുണ്ട്. സെനീമിൻ്റെ 100% ആയിരുന്നു. സോ ഓൾമോസ്റ്റ് എവറി കോൺവെർസേഷൻ ഈസ് വെരി എൻഗേജിങ്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഹാപ്പനിങ്. സോ വെരി ഇൻസൈറ്റ്ഫുൾ. അതർ പോഡ്കാസ്റ്റുകൾ ഇപ്പം ഞാൻ അധികം ഒന്നും കേൾക്കാറില്ല. Thank you. Next, what are some of the AI tools that you use? Maybe for the fund ആണെങ്കിലും പ്ലെയർ ഉണ്ട് ആണെങ്കിലും ഇപ്പം നേരത്തെ പറഞ്ഞു, കഴ്സർ പറഞ്ഞു, അതുപോലത്തെ ഏതൊക്കെ ടൂൾസ്? സോ ഈ ആഴ്ചത്തെ എൻ്റെ തീം ഞാൻ പൊതുവെ ടൂൾസ് ഉപയോഗിക്കുന്നത് കുറച്ചിട്ട് എനിക്ക് മറ്റേ ജെമിനി പ്രോ ഇപ്പോൾ അവർ 2.5 ആക്ച്വലി അവർ ഫ്രീ ആക്കിയിട്ടുണ്ട്. സ്ലോ ആണ്. ഞാൻ ഓൾമോസ്റ്റ് പുതിയ ടൂൾസ് ബിൽഡ് ചെയ്യുക അത് വെച്ചിട്ടെന്നുള്ളതാണ് എൻ്റെ ഈ ആഴ്ചത്തെ ഇത്. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ജെമിനി പ്രോ 2.5 ഈസ് റിയലി ഗുഡ്. ഫ്രീ ആണ്, അൺലിമിറ്റഡ്, ഓൾമോസ്റ്റ് അൺലിമിറ്റഡ് ഫ്രീ ആണ്. സ്ലോ ഒക്കെയാണ്, പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുക മാത്രമായിട്ടുള്ളൂ. I write scripts and products a lot using Cursor now. ഇപ്പം ഞാൻ ഒരു 3 iOS ആപ്സ് ഞാൻ സ്വിഫ്റ്റിൽ ഇതുവരെ കോഡ് ചെയ്തിട്ടില്ലായിരുന്നു. 3 iOS ആപ്പ് ഞാനിപ്പോൾ അത് വെച്ചിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. Cursor and Lovable is great. If you don't know tech, want to get started in tech, Lovable is the best place to start. Cursor itself is like dark screenും മറ്റേ മെട്രിക്സിലെ സ്ക്രീനൊക്കെ പോലത്തെ സ്ക്രീൻ ആയതുകൊണ്ട് കുറച്ച് ബാരിയർ ഉണ്ടാവും. The best Lovable is great in that sense. So yeah, other than tool, I think I'm at a stage where I start building tools. Yes. And it's nice. Next question is day in life. When do you wake up, when do you sleep, and what does that look like? Yeah. Day basically start when you sleep than when you wake up for me. So the wake up time depends on when I am sleeping. Like I ensure that 7 hours sleep is there, most likely. So I sleep sometimes at 10:30. I sometimes sleep at 2 o'clock. When I wipe code, it's usually late night. I don't recommend that to anyone. Sleep is important, one thing to prioritize. പക്ഷേ എനിക്കത് പറ്റില്ല, എൻ്റെ തൊറയിലങ്ങ് ചെയ്തു. But I start day, if I am able to wake up at 7:30, 8, I go to gym. Then തിരിച്ചു വന്നിട്ട് കുറച്ച് നേരം കൺസൾട്ടിങ് സാധനങ്ങളിൽ ചെയ്യുന്ന സാധനങ്ങളെല്ലാം മേ ബി ഒരു 9 to 10 ആയിരിക്കും. അപ്പോൾ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. Then almost 10 I'll go to ഓഫീസ്. ഓഫീസിൽ മൾട്ടിപ്പിൾ സാധനങ്ങളുണ്ട്. ഇപ്പം സ്കൂപ്പ് എന്ന് പറഞ്ഞ ആപ്പ് സാധനം ചെയ്യുന്നത്. അപ്പം ജോബി എൻ്റെ കോഫൗണ്ടറാണ്. ജോബി അവിടെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളിൽ എൻഗേജ്. എൻ്റെ അവിടെയുള്ള എല്ലാവരും മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടെ മേ ബി ഒരു 10 minutes 15 minutes എന്തെങ്കിലുമൊക്കെ എന്താ ചെയ്യുന്നത്, എന്താ ഡെമോ ആണ്. ദ വേ വി അച്ചീവ് വാട്ട് വി ആർ അച്ചീവിങ് ഇസ് വി ഡു എ ലോട്ട് ഓഫ് മോർ ഡെമോ. വി ഡോണ്ട് ലൈക്ക് വെയിറ്റ് ഫോർ റിലീസ് ടു ഡു ഡെമോ. TV ആണ് എനിക്ക് ഓഫീസിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം. വിൽ കാസ്റ്റ് ടു ദ TV, വിൽ ട്രൈ ഔട്ട് പ്രൊഡക്ട്സ്.
വേറൊരു ത്രെഡ് ടിങ്കർ ഹബാണ്. ഇറ്റ് ടേക്സ് 50% ഓഫ് മൈ ടൈം നോ. അപ്പോൾ ടിങ്കർ ഹബിൽ 2-3 പേര് എൻ്റെ കൂടെ ഇപ്പോൾ ക്ലോസ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഓഫീസിലുണ്ടെങ്കിൽ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യും. ഐ ഗെറ്റ് ഔട്ട് ഓഫ് ഓഫീസ് ബൈ ലൈക്ക് 8:30, 9. 6-ന് മുമ്പ് ഡിന്നർ കഴിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുള്ള ഇത്. ആൻഡ് ലുക്സ് ലൈക്ക് എവറി റിസർച്ച് ഐ ഡിഡ് ദാറ്റ്സ് ദ ഓൺലി വേ ടു ബി ഹെൽത്തി. ഫാസ്റ്റിംഗ് പോലെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഡിന്നർ ഇതില്ല. ഇത്രയും നാളും ഡിന്നർ അതിന് ശേഷമായിരുന്നു. ഇപ്പം അത് കുറച്ചും കൂടി ഞാൻ 6 മണിക്ക് ആരെങ്കിലുമൊക്കെ കൂട്ടി എന്തെങ്കിലുമൊക്കെ കഴിക്കലാക്കി മാറ്റിയിട്ടുണ്ട്. അതായിരുന്നു വലിയൊരു സാധനം ഞാൻ ചേഞ്ച് ചെയ്ത്. Then later in the night I catch up with someone, like the lot of friends, so catch up with people after that. Sleep at by average 11:30. Apple Watchന്റെ ഡേറ്റ നോക്കിയാൽ 11:30 ആണ് യൂഷ്വലി. പൊതുവേ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ മാസമാണ് പിന്നെ ആക്ടിവേറ്റ് ചെയ്തത്. പക്ഷേ പൊതുവേ സോഷ്യൽ മീഡിയ ഞാൻ അധികം അങ്ങനെ കൺസ്യൂം ചെയ്യാറില്ല. സോ ഐ ഹാവ് ടൈം. അതുകൊണ്ട് തന്നെ രാത്രി മറ്റേ കിടക്കുന്നതിന് മുമ്പ് സ്ക്രോൾ ചെയ്യുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണ്. സോ ഇഫ് ഐ ഗെറ്റ് ടു സ്ലീപ്പ് അറ്റ് 11:30 ഐ വിൽ ഹാവ് എ ബെറ്റർ സ്റ്റാർട്ട് നെക്സ്റ്റ് ഡേ. മേക്ക് സെൻസ്. ഓക്കെ, നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ KPH പോഡ്കാസ്റ്റിൽ വരുന്ന എല്ലാ ഗസ്റ്റോടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്സ്. ആൻഡ് ഹൗ ഡു യു ബാലൻസ് ഹെൽത്ത്? ലൈക്ക് ഐ നെവർ ലുക്ക്ഡ് അറ്റ് ഇറ്റ് ആസ് എ priority before, but 30s is a thing. 30s വെറും നമ്പറാന്ന് പറഞ്ഞവന്മാരൊക്കെ 20s-ലാണ്. 30s ആയത്തെ ആരും തന്നെ പറയുന്നതല്ല. സോ നൗ എ ലോട്ട് സ്വീഡൻ helped me to realize how important is physical wellness, right? നമ്മളവിടെ ഓടുമായിരുന്നു. കാരണം ഓടാനുള്ള എക്കോസിസ്റ്റം ഉണ്ടായിരുന്നു, വാക്കബിൾ സിറ്റി ആയിരുന്നു. അത് 6-7 മാസം സ്നോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓഫീസിലേക്ക് നടന്നായിരുന്നു പോകുന്നത്. ഇതെല്ലാം ഹെൽപ്പേഴ്സ് ഭയങ്കര ലീനാവാനും ഭയങ്കരമായിട്ട് ലീനൊന്നുമല്ല, നമുക്ക് തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ലീൻ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ബട്ട് ദാറ്റ് ചേഞ്ച്ഡ് എ ലോട്ട്. ഐ പ്രയോറിറ്റൈസ് ദാറ്റ് എ ലോട്ട്. ഐ ടോക്ക് അബൌട്ട് ഇറ്റ് എ ലോട്ട്. ലാസ്റ്റ് 1 year I didn't do much, but I suggest that to a lot of people. Personally, I am not following much now, but I'll do it. മണി, നേരത്തെ നമ്മൾ ജോക്ക് പറഞ്ഞിരുന്നു, ട്രൂ കോളറിൻ്റെ മണി അതുപോലത്തെ സാധനങ്ങൾ. ഫോർ ദ കോണ്ടെക്സ്റ്റ് പറയാൻ ട്രൂ കോളർ IPO പോയി, അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് റിച്ച് ആയി. അതാണ് കോണ്ടെക്സ്റ്റ്. ഡിപ്പെൻസ് whom you ask, because എൻ്റെ പേരൻസിന് ആസ്പിറേഷൻ ഇല്ലാത്തതുകൊണ്ട് മണി നെവർ വാസ് എ പ്രയോറിറ്റി ഫോർ മീ. ബട്ട് വെൻ യു ഹാവ് enough money in your bank account, that will be very different to people. If someone is thinking it's more than 4 years, then it's very delulu. But I think some money like that in your account helps you to look at world very differently. Your everyday worry is gone. So you can, I can say, I will play around with product at humans, because I know that if I don't make single penny, I still can restart. So basic money is important, but chasing money is, I never find it philosophically anything worth doing. It's basically, you will never end. There will be always one guy who have more wealth than you. So wealth is not something I chase, but having basic money, don't have to worry about your meals, definitely is a huge thing. So as of today, money is not priority for me. I look at wealth as a disadvantage than advantage. But relationships, like when you do a lot of stuff, when you, and I do a lot of stuff, tinker up to the humans multiple products. I consult for Noon now. അങ്ങനെ കുറച്ച് അധികം സാധനങ്ങൾ ഉള്ളതുകൊണ്ട് it's very hard to find time. I'm horrible at it. I don't have any advice, but one thing is, whom you marry basically defines a lot of things in your life. Like people make that decision very easily. I think that's the one decision people have to think, and you have to ask basic question again on why you are getting married, right? That you should have the clarity of that. If it's wealth, if it's for എന്താ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം, ദിസ് ഓൾ ക്യാൻ ഗോ. ലൈക്ക് സോ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു സമൺ സെയിങ് ഇന്ന ആളെ കല്യാണം കഴിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുക. ഇറ്റ്സ് ലൈക്ക് ഓന് അങ്ങനെ വരാറുണ്ടിരിക്കട്ടെ, പക്ഷേ ക്യാൻസറായിട്ട് ബെഡ് റിഡനായി അടുത്ത മാസം മുതൽ വാട്ട് ഈസ് യുവർ ലൈഫ്? ആർ യു ഓക്കെ ടു ലുക്ക് ആഫ്റ്റർ ഹെർ ഫോർ ലൈക്ക് 50 years, or will you
let go. That's the only thing matters. Everything else is secondary. The money, the dowry, the beauty, the vibe, the Instagrammability, none of these things last. When you love someone, there shouldn't be any reason why you love them. Like, there's one thing in relationship I think not talked about a lot in India, but there's a philosopher called Zizek. Zizek's argument is, if you can tell why you love someone, to start with, it's not love. Love should be irrational. It shouldn't be logical. You like her, like you love her. That's it. If you can define, I love her because her leadership skill, I know her because she cooks well, whatever it is, then it will die down at a point. I am not saying you will get a divorce, but you will have, both of you have horrible this thing. In love, there is no reasoning, there is no logic, there is nothing. You love someone, you love someone. There is nothing. So one thing dear to my heart, that thing I read from Zizek was, if you can define why you love someone, there is no love to start with. Awesome. I think that hopefully winds up the session. And any ending notes to the viewers? Yeah, I think in general it's easy to build now. What I tell everyone at Tingrab, everyone at my company is to keep build stuff. For us, like almost all the engineers in my team builds 2 products now, and everyone can build, and it's easy to build. From Kerala, something I want to see is more people building products that add value to other people and build international products. Come to KPH. Come to KPH. Yeah, come to KPH. Good plug. But yeah, that can happen now. A lot of people have access to this thing. Build taste. Yeah. Like what is good and bad. Like your defendability assessed SaaS product, a tool, mostly is dead. Maybe today, maybe in a year. But how you can make it better is you have taste. That's even I think Buy Me Coffee is a example. Soko is example. Like I love Soko. So there's a couple of products like that from Kerala, but there is rarely any Come to product. Yeah. So the minimum standard should be high. So that's the one thing I ask everyone. Keep building stuff. Don't tag you with your work identity. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. That's something we wanted to cover, but that's also a thing. Be a maker. Like what you make is end of the day doesn't gonna matter much. But keep building, keep making. Yes. Thank you so much. നമ്മൾ ഏകദേശം 60ഓളം പോഡ്കാസ്റ്റ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും ഇമെയിൽ കണ്ടെത്തി ഇമെയിൽ അയക്കാറുണ്ട്. അത് ഞാൻ സമയം കിട്ടുമ്പോൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൂടി പോയിട്ട് വാട്സപ്പ് ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബീറ്റ് ഫോർ എനി നീഡ് യു ക്യാൻ റീച്ച് അസ് വാട്സാപ്പ്. Be it for product launches, hiring, funding, എന്തിനാണെങ്കിലും feel free to reach out. And I am putting our number here, and back to the episode.